ഹായ് ഗായ്സ്, വെൽക്കം ടു വൈ ദ ഹെൽ നോട്ട്. ഇന്ന് നമ്മളെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റാണ് ഷെജിൻ മുഹമ്മദ്. എൻ്റെ ഫ്രണ്ടാണ്. ആള് എൻ്റർപ്രണറാണ്, ബിസിനസ് കോച്ചാണ്, മാർക്കറ്റിംഗ് എല്ലാം ചെയ്യുന്നുണ്ട്, ബിസിനസ്സിൻ്റെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഷെജിനായിട്ടുള്ള കോൺവെർസേഷനിലേക്ക് കിടക്കാം. ഞാൻ ശരിക്കൊരു ആക്സിഡൻ്റൽ ഓൺട്രപ്രണർ ആണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുക. ഒരു കമ്പനി ഉണ്ടായിരുന്നു, എക്സ്പാൻഡേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി, ഒരു സൗത്ത് ആഫ്രിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. ആ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടഡ് ആസ് എ സെയിൽസ് കോർഡിനേറ്റർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ദെൻ പ്രൊമോട്ടഡ് ആസ് സെയിൽസ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യില്ല, അതായിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ പ്രൊമോട്ടഡ് ആസ് വിളിച്ചിട്ട് അപ്പോയിൻമെന്റ് എടുക്കും. എന്നിട്ട് ബാക്കി സെയിൽസിലെ ആൾക്കാർ പോയിട്ട് അത് ക്ലോസ് ചെയ്യും. അന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നും ഇല്ല, ഏർലി ഡേയ്സ് ഇൻ ദുബായ്. അപ്പോൾ ആ സാധനം തുടങ്ങിയത്. ആൻഡ് ഫ്രം സെയിൽസ് കോർഡിനേഷൻ ടു ഐ ഗോട്ട് പ്രൊമോട്ട് ആസ് എ സെയിൽസ് പേഴ്സൺ വെൻ ഐവ് ഗോട്ട് മൈ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി കഴിഞ്ഞപ്പോൾ പ്രൊമോട്ട് ആസ് എ സെയിൽസ് പേഴ്സൺ. അപ്പോൾ ഭയങ്കര അടിപൊളിയായി, ഒരു നല്ല കാറ്, ആൻഡ് സ്റ്റാർട്ടഡ് ഗോയിങ് ആൻഡ് മീറ്റ് ഇൻ ദ കസ്റ്റമേഴ്സ്. ഭയങ്കര പുതിയ ആൾക്കാരെ കാണുക. ആൻഡ് ഐ വാസ് ആക്ച്വലി ഫോർച്ചുനേറ്റ് ടു ഹാവ് വർക്ക് വിത്ത് കമ്പനീസ് ലൈക്ക് എക്സ്പാൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി യൂറോപ്യൻസിനൊക്കെ കൂടുതൽ കസ്റ്റമേഴ്സൊക്കെ ഉള്ള, അധികം കുറേ മൾട്ടിനാഷണൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ഉള്ള ടൈപ്പ് ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ വാസ് എ പ്രെറ്റി ഡീസൻറ്റ് പെർഫോമർ ഇൻ സെയിൽസ്. നല്ല പെർഫോമർ ആയതുകൊണ്ട് തന്നെ ഐ ഗോട്ട് പ്രൊമോട്ടഡ് ആസ് എ സെയിൽസ് മാനേജർ. സെയിൽസ് മാനേജർ ആയി കഴിഞ്ഞപ്പോൾ ആ കമ്പനി പറഞ്ഞാൽ ഇറ്റ്സ് എ സൗത്ത് ആഫ്രിക്കൻ ബേസ്ഡ് കമ്പനി. ഐ തിങ്ക് ഓൺലി വെരി ഫ്യൂ ഇന്ത്യൻസ് വർക്ക് ഇൻ ദ കമ്പനി, 1 or 2 Indians, that's it. The rest of them are white South Africans and കുറച്ച് ബ്രിറ്റ്സും ഓസ്ട്രേലിയക്കാരൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനി. അപ്പോൾ അതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ when I've become the sales manager in that company, my position got stagnant. That is the maximum limit one Indian can actually. അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ഇന്ത്യക്കാരന് പൊതുവേ പോകാൻ പറ്റില്ല. അതൊരു കമ്പനി എന്ന് പറഞ്ഞാൽ എല്ലാ ലോകത്തെ എല്ലായിടത്തും ഉണ്ട്. എന്നാൽ they are in Canada, they are in Australia, they are in all the different countries in the world. അപ്പോൾ ഒരു MNCൻ്റെ കൾച്ചറിലെ കമ്പനിയാണ്. വെരി സ്മോൾ ടീം. പക്ഷേ ആ ടീമിൽ ഒരു എനിക്ക് പിന്നെ ഒരു ഇന്ത്യൻ ആയിക്കൊണ്ട് ഐ ഡോണ്ട് സീ any level to go beyond a sales manager. അതായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റക്കായി സത്യം പറഞ്ഞാൽ. ഫോർ ഓൾമോസ്റ്റ് ലൈക്ക് 4-5 years I've got stuck there. ആ സ്റ്റക്കായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും പോയി. കാരണം നമ്മൾ വർക്ക് ചെയ്യണം എന്തിനാ ശരിക്കും, അടുത്തത് എന്താന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുക. എന്നാൽ ഇനി അതിൻ്റെ മുകളിലൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ വർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളൊക്കെ കളിക്കുമ്പോൾ തന്നെ എല്ലാ കൊല്ലം പിന്നെ ഷായ്മനെ ചാമ്പ്യനാവുക വിചാരിച്ചോ, പിന്നെ ആര് തോൽപ്പിക്കൂല എന്ന് ഉറപ്പുമായി. പിന്നെ കളിക്കാനൊരു എക്സൈറ്റ്മെന്റ് സത്യത്തിൽ ഉണ്ടാവും. എനിക്ക് തോന്നില്ലടാ അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ്. അതല്ല, വേറെ പുതിയൊരു പ്ലെയർ വന്നു, ഈസ് എ ഭയങ്കര അടിപൊളി പ്ലെയറാണ്. അപ്പം നമുക്കൊരു വാശി വരും, അവനും തോൽപ്പിക്കണം. അല്ല, എപ്പോഴും തോൽപ്പിക്കാൻ ആളെ വീണ്ടും വീണ്ടും പോയി തോൽപ്പിക്കാന്ന് പറഞ്ഞത് നോട്ട് മേക്ക് എനി സെൻസ്, റൈറ്റ്? ഐ മീൻ ഒരു എക്സൈറ്റ്മെന്റ് ലെവൽ ഇല്ലല്ലോ അതിന്. ആ സാധനം കഴിഞ്ഞു. അപ്പോൾ പിന്നെ ആ സമയത്താണ് ഐ ഗോട്ട് മാരീഡ്. During this stagnant period, I became the sales manager of the company. Pretty much every day. കംഫർട്ട് സോൺ അല്ലേ? കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അതാണേ, കുറെ ആൾക്കാർ അവിടെ സ്റ്റക്ക് ആവൂലേ കുറെ കാലത്തിന്. 100%. ഈവൻ എൻ്റെ വൈഫ്, പിന്നെ അത് ഇപ്പോൾ വൈഫിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ദാറ്റ് വാസ് എ ഗോൾഡൻ ടൈം. എന്നാൽ സെയിൽസ് മാനേജർ, നോട്ട് മച്ച് ഓഫ് പ്രഷർ. ആൾക്കാർ നമ്മളെ താഴെയുള്ള ടീം, ദേ ആർ വർക്കിംഗ് ഫോർ us. We just need to set up a sales target വെക്കണം, meet them, make sure that they're actually performing. ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു ദിവസം എന്താണ് നമ്മൾ ചെയ്യാന്ന് എഴുതി വെക്കാൻ പറ്റുന്ന രീതിയിലായി കാര്യങ്ങൾ. പറഞ്ഞാൽ യു ആർ ഗോയിങ് ടു ദി ഓഫീസ് ഇൻ ദ മോർണിംഗ്, മേ ബി പ്രെഡിക്റ്റബിൾ ആണല്ലേ? അത്രയും പ്രെഡിക്റ്റബിൾ ആയി. ഏർലി മോർണിംഗ് മീറ്റിംഗ് ഉണ്ടാവും. ആൻഡ് സെയിൽസ് ടീമിന് പോകുന്നതിൻ്റെ മുന്നേ ചിലപ്പോൾ പിന്നെ വീക്ക്ലി ഒരു 2 സെയിൽസ് മീറ്റിംഗ്. പിന്നെ നമുക്ക് ചെയ്യാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ പറഞ്ഞാൽ ബ്രാൻഡിങ് ആൻഡ് പ്രൊഡക്ഷൻ ഏജൻസി പറഞ്ഞാൽ ഈ പിന്നെ ഗോൾഫ് ടൂർണമെന്റുകൾ, ബീച്ച് റഗ്ബി ടൂർണമെന്റ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുക. അതിന്റെ ബേസിക്കലി ടൂർണമെന്റ്സ് ഇതൊക്കെ വരുമ്പോൾ നടത്തുക. അതിന്റെ നടത്തുമ്പോൾ ഇവന്റ് ഓർഗനൈസേഴ്സ് അല്ല, അതിന്റെ ഇവന്റ് ഓർഗനൈസിംഗിന്റെയും ബ്രാൻഡിങ് പ്രൊഡക്ഷന്റെ ഇടയ്ക്കുള്ള ഒരു ഏരിയ, വെരി നിഷ് ഏരിയ. അതിൽ എന്താണ് ചെയ്യാന്ന് പറഞ്ഞാൽ വി ആർ ഗോയിങ് ടു ബി വർക്കിംഗ് വിത്ത് ഇവന്റ് ഓർഗനൈസേഴ്സ്. അപ്പോൾ ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്യും. വി ആർ ഗോയിങ് ടു ബി പ്ലാനിങ് ദ എൻറ്റയർ ഇവന്റ്, സ്പോൺസർ സ്പോർട്സ് ആൻഡ് വാട്ട് കൈൻഡ് ഓഫ് ഇവന്റ് ഹാസ് ടു ഹാപ്പൻ, വാട്ട് ആർ ദ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസസ് ദിസ് ഇവന്റ് ഹാസ് ടു ഹാപ്പൻ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് we submit the plan to the event organizers. They conduct it together as a team. We together with the organizers നമ്മൾ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുക എന്താ അറിയോ,
അത്രയും പ്രഡിക്റ്റബിൾ ഡേയ്സ് ആയി മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ എൻ്റെ ബോസ് ഉണ്ടായിരുന്നു, ഡയറക്ടർ ഓഫ് സെയിൽ യുലക്കാരന്, ഭയങ്കര കമ്പനി. ഇപ്പോഴും ഈസ് ലൈക്ക് എ മെന്റർ ടു മീ, വെരി നൈസ് പേഴ്സൺ. ഐ സീൻ വെരി ഫ്യൂ സൗത്ത് ആഫ്രിക്കൻസ് വേറെ നാഷണാലിറ്റീസിന് ഇന്ത്യൻസിനെ പോലെ ഫാമിലിയിലൊക്കെ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളെ ഞാൻ അധികം കണ്ടിട്ടില്ല. യുലക് ഈസ് വൺ ഓഫ് ദാറ്റ് പേഴ്സൺ, യുലസ് ഷിറോസ്കി, ദാറ്റ്സ് ഹിസ് നെയിം. അപ്പോൾ മൂപ്പര് ഞാനും ഭയങ്കര കമ്പനി ആയിരുന്നു. അപ്പോൾ ഓൾ വി ഡു മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ഇങ്ങനത്തെ രാവിലെ മീറ്റിംഗ് കഴിഞ്ഞാൽ ദസ് നത്തിങ് ടു ഡു. അപ്പോൾ നമ്മൾ വല്ല ഗോൾഫ് ക്ലബിലേക്കൊക്കെ പോയിട്ട് ഗോൾഫ് കാർട്ടിലൊക്കെ പോയിട്ട് കുറച്ച് കുട്ടികളോടൊക്കെ സംസാരിച്ചൊക്കെ പോരും. ഇതാണ്, പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. ഇഫ് എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എങ്ങോട്ട് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ദർ ഇസ് എൻ എക്സൈറ്റ്മെൻറ്റ് ലെവൽ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഏകദേശം 1.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ, 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞു. എന്നാൽ ഇനിയിപ്പോൾ ഇത് എന്താന്നുള്ള. അപ്പോൾ ഞാൻ വൈഫിനോട് പറയും, ഞാൻ ഒരു ദിവസം നിർത്തുട്ടോ, ശരിയാവണില്ല, എന്താ ഇത്, എന്തെങ്കിലുമൊക്കെ മനുഷ്യൻ ഇങ്ങനെ വയസ്സായി പോണ പോലെ തോന്നുക എന്നൊക്കെ പറയും. അപ്പോൾ വൈഫിനോട് പറയും, നിങ്ങൾക്ക് എന്താ വേണ്ടത് സത്യത്തിൽ? പ്രശ്നങ്ങളാണ് വേണ്ടത്, അതിൽ എന്താണ് ഇപ്പം, എന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പ്രശ്നമാണോ വേണ്ടത്? കുറച്ച് സമാധാനത്തിന് പോവല്ലേ, ഭയങ്കര സമാധാനമായി മാറി എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ദിവസം ഞാൻ ഷെറിനെ വിളിച്ചു. ഷെറിൻ ഈസ് മൈ ബ്രദർ, വി ഓൾ നോ ഈച്ച് അതർ. അതാ പറഞ്ഞു, ഷെറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാനിങ്ങനെയാണെങ്കിൽ ജോലി വിടുട്ടോ, ഇത് ശരിയാവില്ല, എന്താണിത് ഇങ്ങനെ ഒരു നമ്മളുടെ എൻ്റെ ഒരു കൊളീഗുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു ചെറിയൊരു ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഇത് ശരിയാവില്ല, ഞാൻ 1 month നോട്ടീസ് അയക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ. അപ്പോൾ ഷെറിനോട് പറഞ്ഞാൽ, നിനക്കെന്താ തോന്നുന്ന പോലെ ചെയ്തോ, പ്രശ്നമില്ല. ഞാൻ പറഞ്ഞു, ഇത് ശരിയാവില്ല, എനിക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ 1 month നോട്ടീസിനുള്ള മെയിൽ അയച്ചു, ഞാൻ റിസൈൻ ചെയ്യണമെന്നുണ്ട്. ഷെറിനോട് ഞാൻ ആദ്യം പറഞ്ഞു, വെറുതെ ജസ്റ്റ് ഗെറ്റ് ആൻ അപ്രൂവൽ ഫ്രം സംബഡി. ഷെറിൻ ഈസ് എൽഡർ ബ്രദർ ആണ്, ആൻഡ് ഹീസ് മോർ ലൈക്ക് എ ഫ്രണ്ട് ടു മീ, ആൻഡ് ഐ ഓൾവേസ് കൈൻഡ് ഓഫ് ഗെറ്റ് മൈ, എന്താ പറയാ, മോൾഡിംഗ് ഫോർ മൈ ഡിസിഷൻസ്. ഓൾവേസ് ഗെറ്റ് ദ മോൾഡിംഗ് ഫോർ മൈ ഡിസിഷൻസ് ബിഫോർ ഐ ടേക്ക് എനി ഡിസിഷൻസ്. ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ ഗിവ് മൈ കോൾ ആൻഡ് ആസ്ക് ഹിം. പോകാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് ചോദിച്ചിട്ടൊന്നുമില്ല, മെയിൽ അയച്ചു. ഈ മെയിലെല്ലാം അയച്ചു കഴിഞ്ഞിട്ട് ഞാൻ റിസൈൻ ചെയ്ത് കഴിഞ്ഞ ശേഷം അപ്പം എക്സ്പ്ലനേഷനൊക്കെ വിളിച്ചു. ഞാൻ ഒരിക്കലും റെഡിയല്ല ഒരു കോംപ്രമൈസിനും, ഞാൻ വിടുകയാണ്, തീരുമാനിച്ചു. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി എനിക്ക് മനസ്സിലാവുന്നത്, ഐ ഹാഡ് നോ കോൺഫ്ലിക്റ്റ് വിത്ത് എനിബഡി ഇൻ ദ കമ്പനി. എനിക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നില്ല. I had to leave the company. For that, I need to find some reasons. And I figured out some reasons, as a conflict with somebody. I had no conflict with anybody in the company. I figured out a problem. ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് I just left the company. അല്ലാതെ എങ്ങനെ ഇറങ്ങാൻ എനിക്ക് അറിയാത്തതുകൊണ്ട് that's actually my subconscious mind did it. I did not do it. പിന്നെയാണ് മനസ്സിലായത്. I did not do it. Deliberately ചെയ്തതല്ല. My subconscious mind figured out a kind of a way out of the company. ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി, ദെൻ ഐ മേഡ് എ ബിഗ് മെസ് ഔട്ട് ഓഫ് ഇറ്റ്. ഇത് ഭയങ്കര വലിയ പ്രശ്നമാണ്, ഒരു പ്രശ്നം ഉണ്ടായിരുന്നു സത്യത്തിൽ. എന്നിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ there was nothing planned. എനിക്ക് വേറൊരു ബിസിനസ് തുടങ്ങാൻ ഒരു പ്ലാൻ ഇട്ടു, അങ്ങനെയൊന്നുമല്ല, മുന്നേ ഒരു അങ്ങനത്തെ ഒരു പരിപാടിയില്ല. I just left the job, that's it. And from the next day I've started thinking what to do. അല്ലാതെ അതിൻ്റെ മുന്നേ ഒരു പ്ലാനും ഇല്ല. അപ്പോൾ ഞാൻ ഷെറിനോട് പറഞ്ഞു, ഐ ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഇൻഡസ്ട്രി ഫോർ ദ പാസ്റ്റ് 7 years and I've got some experience. കുറച്ച് നല്ല ക്ലൈൻറ്റേൽ ഉണ്ട്, അപ്പോൾ ഇങ്ങനത്തെ ഇതിലൊരു ബിസിനസ് തുടങ്ങിയാലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അല്ലാതെ ഒരു പ്ലാനും ഇല്ല കേട്ടോ. നെക്സ്റ്റ് ഡേ ഇങ്ങനെ ആലോചിക്കാണ്, ഫുള്ള് ബ്ലാങ്കാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് മുന്നേ ഐ ഹാഡ് സം ഇൻവൈറ്റ് ഫ്രം വൺ ഓഫ് മൈ ഫ്രണ്ട്, ഒരു നമ്മളെ മഞ്ചേരിയുള്ള ഷെയീർ എന്നാണ് പേര്. He was actually running a advertising agency. അപ്പോൾ അവനെ കാണുമ്പോഴൊക്കെ എന്നോട് വെറുതെ ചോദിക്കലുണ്ട്, എടാ, if you're leaving the company, come and join with me as a partner. I can give you 50% of the company's partnership and let's do it together. അവൻ കാണുമ്പോഴൊക്കെ വെറുതെ പറയലുണ്ട്, വെറുതെ പറയണ, എന്നാൽ കാണുന്ന സമയത്തൊക്കെ വെറുതെ പറയണ്ട, എടാ ഈ കമ്പനി വിടുകയാണെങ്കിൽ വാട്ടോ, ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ. ഐ എം ആക്ച്വലി ലുക്കിംഗ് ഫോർ എ പാർട്ട്ണർ. ഐ കാൻ ഹാൻഡിൽ എവറിത്തിങ് ടുഗെദർ. ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ വയ്യ. അപ്പോൾ if you are any plan to join any company, please consider me as a first option. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ വെറുതെ ഷെയറിനെ വിളിച്ചു, എടാ ഈ പറഞ്ഞ മാതിരി ഞാൻ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഇനി എന്താ പ്ലാൻ എന്ന്. പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ല. ഇങ്ങനെ ഒരു ഡിസ്കഷൻ നമ്മളിതിൻ്റെ മുന്നേ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് നമുക്ക് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിച്ചു.
അപ്പം പറഞ്ഞു ലെറ്റ്സ് മീറ്റ്, നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെ വി മെറ്റ്, ഡിസ്കസ്ഡ് ആൻഡ് ഡിസൈഡഡ് ടു ജോയിൻ ആസ് എ പാർട്ട്ണർ ഇൻ ദാറ്റ് കമ്പനി. ഒരു 50% പാർട്ട്ണറായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെയാണ് ആക്ച്വലി ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഞാൻ കുറേ ആൾക്കാർ കേട്ടിട്ടുണ്ട്, they're actually doing a day job in between. They figure out a business and they've planned that business, they've started doing that business, then everything is kind of smooth ആയി ഫ്ലോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ they left the job and joined that business. That is a very smooth flow of the business, right? അങ്ങനല്ലേ ശരിക്കും? സാധാരണ അതാണ് കറക്റ്റ് വഴി. എന്നാൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഭയങ്കര റിസ്ക് ആണ്. ഇന്നത്തെ എല്ലാ സാധനവും അങ്ങനെയാണ് ആക്ച്വലി. ഹൈ റിസ്ക് ആണല്ലേ? അങ്ങനത്തെ വലിയ ഭയങ്കര ചിന്തിച്ച് ചെയ്യുന്ന പ്ലാനുകളൊന്നുമല്ല. പക്ഷെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഐ ഓൾവേസ് മേക്ക് ഷുവർ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ somehow I'll make it happen. അതൊരു നല്ല ഡിസിഷൻ ആക്കി ഞാൻ മാറ്റും. ഡിസിഷൻ എടുത്തിട്ടല്ല, ആ ഡിസിഷൻ ആദ്യം എടുക്കും, റൈറ്റ് ഓർ റോങ് ഒന്നും അറിയാതെ എടുക്കും. പക്ഷേ I'll somehow make it a right decision. For me, whatever decision I've taken in my life so far, I'm happy about the decision I've taken. I've never kind of regretted that I've taken this decision. അങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടില്ല സത്യമായിട്ട്. ഞാൻ അങ്ങനെ എപ്പോഴും എല്ലാവരോടും പറയുന്ന കേട്ടോ, ബാക്കിയുള്ള ആൾക്കാർക്ക് എന്ത് തോന്നുന്നു എനിക്കറിയില്ല, ബട്ട് ഐ എം ഓൾവേസ് ഹാപ്പി അബൌട്ട് ദ ഡിസിഷൻ ഐ ഹാവ് ടേക്കൻ മൈ ലൈഫ്. ഞാനിപ്പോൾ ശരിക്കും ഒന്ന് ബാക്ക് അടിക്കുന്നതാണ് ഇല്ലേ, കാരണം എന്താ വെച്ചാൽ ഇമ്പൾസീവ്നെസ് ഇല്ലേ, ഇമ്പൾസീവായിട്ട് എടുക്കുന്ന ചില ഡിസിഷൻസ് ചിലപ്പോൾ എനിക്കൊക്കെ ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട് കുറെ. ഞാൻ പറയാട്ടോ, അല്ല ബാക്ക് ഫയർ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് റൈറ്റ് ആക്കാനുള്ള അത് അറിയായിട്ടും അല്ല, നീ റൈറ്റ് ആക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും റോങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ചിലപ്പോൾ എന്നല്ല, ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. പക്ഷെ ഞാൻ ഇപ്പം എപ്പോഴും നോക്കുക എന്താ അറിയോ, അലോങ് ദ ജേർണി ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു. ഐ ഹാവ് ടേക്കൻ എ ഡിസിഷൻ ദാറ്റ് ഗോട്ട് കംപ്ലീറ്റ്ലി റോങ്. I lost money, I've lost reputation, whatever it is, and I've lost everything. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആൾക്കാർക്ക് തോന്നും അത് ഭയങ്കര ഒരു പൊട്ടത്തരം ഡിസിഷനായി, എന്താണ് അവൻ അങ്ങനെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷേ വെൻ വി ആർ ഗോയിങ് ടു എ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ അവർ ലൈഫ്, വി കൈൻഡ് ഓഫ് റിയലൈസ് ദാറ്റ് ദ തിങ് ദാറ്റ് ഹാപ്പൻ ബിഫോർ is a dot that connecting to whatever is going to happen the next time. എന്നാൽ പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ ഈ സാധനം ഇവിടെ നടന്നതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം തുടങ്ങിയത്. അപ്പം മൊത്തം നോക്കുന്ന സമയത്ത് ദാറ്റ് വാസ് നോട്ട് എ റോങ് ഡിസിഷൻ, ദാറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ. ചിലപ്പോൾ അപ്പത്തെ ഒരു സാധനം, ആ ഒരു സാധനം മാത്രം നമ്മൾ ഫ്രെയിം ചെയ്തിട്ട് നോക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദാറ്റ് വാസ് എ ബാഡ് ഡിസിഷൻ. പക്ഷെ നെക്സ്റ്റ് കാര്യമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോഴേ ഞാൻ എപ്പോഴും നമ്മളെ എന്താണ് അയാളുടെ പേര്, നമ്മളെ ആപ്പിളിന്റെ സിഇഒ മരിച്ചിട്ടുള്ള സ്റ്റീവ് ജോബ്സ് എപ്പോഴും പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, ചില ഡോട്ട്സ് ഇല്ലേ, that will leave there as a dot, and you do not know why that dot is there, but when you actually have the next dot, you realize that this dot is actually connected to the next dot. അപ്പോൾ എനിക്ക് എപ്പോഴും മനസ്സിലായി, ഞാൻ എപ്പോഴും നോക്കല് ഒന്നാമത് I don't really care whatever people say, that's seriously my I don't really care. whatever they say, that's their business. I have got nothing to do with that. അങ്ങനെ ഞാൻ നോക്കാറില്ല. whoever it is, I just don't care. ഓരെന്താ പറയുന്നത് നോക്കലൊന്നുമില്ല. അപ്പോൾ പിന്നെ ആൾക്കാർക്കത് എന്ത് ഡിസിഷനാന്ന് തോന്നിക്കഴിഞ്ഞാലും എനിക്ക് എപ്പോഴും അത് റൈറ്റ് ഡിസിഷൻസ് ആവലുണ്ട്. അപ്പോൾ ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ട് അങ്ങനത്തെ ഡിസിഷൻ എടുക്കണ ആളല്ല. ഭയങ്കര പ്ലാൻ ചെയ്ത് കുറേ ചിന്തിച്ചുണ്ടാക്കി ഒരു സാധനം ചെയ്യുന്ന ആളല്ല. അപ്പം എന്താണ് ഫീൽ ചെയ്യുന്നത് അത് ചെയ്യാം. ഇപ്പോൾ പിന്നെ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ദുബായിൽ നിൽക്കുന്ന സമയത്ത് there was something called സ്മാർട്ട് മജ്ലിസ് എന്നൊരു സാധനമുണ്ട്. സ്മാർട്ട് മജ്ലിസ് പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമാണ് ഷെയ്ഖ് മുഹമ്മദ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ പ്ലാറ്റ്ഫോമിൽ ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും പുതിയ കോൺസെപ്റ്റുകൾ, ബിസിനസ് കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ സിറ്റീനെ പിന്നെ റെവല്യൂഷനൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും കോൺസെപ്റ്റുകൾ, ഇതൊക്കെ സബ്മിറ്റ് ചെയ്യാം. ലോകത്ത് ആർക്കും സബ്മിറ്റ് ചെയ്യാം. ഒരു പ്ലാറ്റ്ഫോമാണ്. അല്ല, there's a platform called smartmajlis.com. നമ്മൾ സ്മാർട്ട് മജ്ലിസ് പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. സെർച്ച് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ there's a platform. in that platform there are കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് സബ്മിറ്റ് ഐഡിയ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് സബ്മിറ്റ് ആർക്ക് വേണമെങ്കിലും എന്ത് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ എവറി ഇയർ they receive about 50,000 to 60,000 different ideas from around the world. അങ്ങനത്തെ കുറേ, അങ്ങനെയാണ് ആക്ച്വലി കുറേ റെവല്യൂഷണറീസുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ്, അതും ഇങ്ങനത്തെ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അബുദാബിക്ക് വേറെ പ്ലാറ്റ്ഫോം ഉണ്ട്, വേറെ പ്ലാറ്റ്ഫോമുകളുണ്ട്. അടിപൊളി സാധനം. അത് പോയി നോക്കിയാൽ മതി. അത് നോക്കുമ്പോൾ കുറേ ഐഡിയകൾ ഇങ്ങനെ പല ആൾക്കാർ സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് they choose out of this 50,000-60,000 different ideas they receive from around the world, they choose about 3-4 different ideas every single year. ഒരു ചൂസ് ചെയ്യും. എന്നിട്ട് അതിൽ ഈ ചൂസ് ചെയ്ത സാധനം എപ്പോഴും
പിന്നെ പല രീതിയിലായിട്ട് ഒരു ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്യും. അപ്പോൾ ഈ സാധനം എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്, അപ്പോൾ നമുക്കും സബ്മിറ്റ് ചെയ്ത് നോക്കാമല്ലോ. എന്നിട്ട് ഐ സ്റ്റാർട്ടഡ് സബ്മിറ്റിംഗ് ഐഡിയാസ് ഇൻ സ്മാർട്ട് മജ്ലിസ്. ഐ തിങ്ക് ഫ്രം 2016 ഐ സ്റ്റാർട്ടഡ് സബ്മിറ്റിംഗ്. ഐ തിങ്ക് ഐ ഓൾമോസ്റ്റ് സബ്മിറ്റഡ് സം 13-14 ഐഡിയാസ് ഓഫ് ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള നമ്മളെ ക്ലോസ് സർക്കിളിൽ സംസാരിക്കുന്ന സമയത്ത് എന്നോട് എല്ലാവരും പറയും, പിന്നെ ചങ്ങായി അത് ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ സബ്മിറ്റ് ചെയ്യേണ്ട സ്ഥലം 10,000-20,000 അത് വെറുതെ നമ്മളെ ടൈം കളയില്ലാതെ പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ എന്തിനാ ടൈം കളയേണ്ടതെന്ന് എന്നോട് ചോദിക്കും. അപ്പോൾ 2017 ഐ സബ്മിറ്റഡ് an idea called Dining for a Cause എന്നൊരു സാധനം ഞാൻ സബ്മിറ്റ് ചെയ്തു. Dining for a Cause ആണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഇനീഷ്യേറ്റീവ്. ഷെയർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഐഡിയ എന്താന്ന് പറഞ്ഞാൽ ആ രാജ്യത്തുള്ള ആൾക്കാർക്ക് മൊത്തം പിന്നെ അവരറിയാതെ തന്നെ പിന്നെ അവിടെ ലെസ് ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഈ ലേബർ ക്യാമ്പിൽ അവിടേക്ക് ജീവിക്കുന്ന ആൾക്കാരുടെ ലൈഫ് ടച്ച് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഒരു ഭയങ്കര ഒരു സോഷ്യലി കമ്മിറ്റഡ് ഇനീഷ്യേറ്റീവ്, നല്ല ബ്യൂട്ടിഫുൾ ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ ആ ഇനീഷ്യേറ്റീവിനുള്ള കാരണമൊക്കെ പറഞ്ഞാൽ കുറേ ഉണ്ട് കേട്ടോ. അതെങ്ങനെ ആ ഇനീഷ്യേറ്റീവ് എനിക്ക് വന്നതെന്ന് പറയാനൊക്കെ വേറെ കുറേ കാരണങ്ങളുണ്ട്. ഇവിടെ നമ്മളെ നാടുമായി ബന്ധപ്പെട്ടൊരു സാധനമൊക്കെ വന്നതാണ്. എന്നാൽ ഒരു ഇനീഷ്യേറ്റീവ് വന്നപ്പോൾ അത് വേറെ സ്റ്റോറിയാണ്. അതല്ല, ഞാനിപ്പോൾ അതിൻ്റെ സാധനം എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ പിന്നെ ഐ ആക്ച്വലി മെയ്ഡ് എ ബ്യൂട്ടിഫുൾ പ്രസൻറ്റേഷൻ ഔട്ട് ഓഫ് ദിസ് കോൺസെപ്റ്റ്. And I said പിന്നെ ലെസ് ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫുഡ് ഒരു റേഷൻ കാർഡ് എന്നൊക്കെ പറഞ്ഞ സാധനം തുടങ്ങുക, എന്നിട്ട് അത് ആ രാജ്യത്തിൽ എല്ലാവരും അവരറിയാതെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമാവുക, ലെസ് ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫിൽ ടച്ച് ചെയ്യാന്നൊക്കെ ഒരു കോൺസെപ്റ്റ്. അവരറിയാന്ന് പറഞ്ഞാൽ അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, they just have to live the life. അപ്പോൾ പിന്നെ നമ്മളതിൻ്റെ വേറൊരു രീതിയിലൂടെ അവർക്ക് ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമെന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു സെഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവുന്ന പറഞ്ഞാൽ കുറേ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് ഞാൻ സബ്മിറ്റ് ചെയ്തു. ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ലെസ് ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബെനിഫിറ്റ് നമ്മൾ സാധാരണ ആൾക്കാരുടെ അടുത്ത് അറിയാതെ ഒരു പെർസെൻറ്റേജ് പിന്നെ ഇപ്പോൾ ഇതൊക്കെ ജക്ക എന്നൊക്കെ പറഞ്ഞ പോലെ ജക്കാന്ന് ആക്ച്വലി പറഞ്ഞാൽ ലെസ് ഫോർച്ചുനേറ്റ് യുദ്ധ സമയങ്ങളിലൊക്കെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ട് ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മളുടെ അടുത്ത് എന്താണുള്ളത് അതിൻ്റെ ഒരു ഭാഗം അവരുടെ റൈറ്റ് ആണ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഞാൻ സബ്മിറ്റ് ചെയ്തു ദുബായ് ഗവൺമെൻറ്റിന്. അപ്പോൾ you won't believe it. In 2017, out of about some 60,000-65,000 different ideas they received from around the world, they accepted 3 concepts, one of which was my idea. അതിപ്പോഴും ആ പ്ലാറ്റ്ഫോമിൽ പോയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോഴും ആ പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്റ്റിൽ there. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും പിന്നെ ഈ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് എപ്പോഴും പ്രൗഡായിട്ടും എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് എന്നാൽ I've done a lot of extraordinary things. ഇപ്പം എന്നോട് ചോദിക്കുകയാണ് have you ever been ഒരു ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്തെന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I think great is yet to come, but I've done a lot of extraordinary things. അതെനിക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഞാൻ പ്രൗഡായിട്ട് പറയുന്ന കാര്യമാണ്. ഞാൻ ആ സാധനം ചെയ്തപ്പോൾ ഇത് ഇങ്ങനത്തെ കാര്യം ഞാൻ ആൾക്കാരോട് പറയുമ്പോൾ they won't actually believe it. Then I take my laptop and I actually go to my platform and I show them this is what I've done. My idea still says approved Dining for a Cause from Shejin Mohammed. That's actually there. അതുപോലെ ഞാൻ ഒരു പ്രാവശ്യം പിന്നെ ഞാനിപ്പോൾ നാട്ടിലെത്താൻ തന്നെ കാരണം ശരിക്കും എന്താ അറിയോ, അവിടെ ബിസിനസ് ഇങ്ങനെ സെറ്റ് ആയിട്ട് അവിടെ ബിസിനസ് ഉണ്ട് ആക്ച്വലി. മൈ പാർട്ണർ is actually taking care of it. He's a very hard working guy. That is the reason why I can peacefully sit here today. He's actually very hard working. His name is Fahad. Shout out. He's just ഇന്നിപ്പോൾ പോയിട്ടുള്ളൂ നാട്ടിലേക്ക്. ഇപ്പം നാട്ടിലുണ്ടായിരുന്നു ഒരു 3-4 ദിവസമായിട്ട്. ഇപ്പോൾ പോയി ആൾ ആക്ച്വലി ഈസ് എ വെരി ഹാർഡ് വർക്കിംഗ് ഒരു ഭയങ്കര ഓണ്ടർപ്രണർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്. ആൻഡ് ഈസ് ദ വൺ ആക്ച്വലി ടേക്കിംഗ് കെയർ ഓഫ് ദ ബിസിനസ് ദർ. ആൻഡ് ഐ എം ടേക്കിംഗ് കെയർ ഓഫ് ദ ബിസിനസ്സസ് വാട്ട് എവർ തിങ്സ് ഐ എം ഡൂയിങ് ഹിയർ ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മളങ്ങനെ ഡിസിഷനിലേക്ക് വരാൻ തന്നെ കാരണം എന്താ അറിയോ, ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോൾ ആ ബിസിനസ് ഹാസ് ബിക്കം എനിക്ക് പിന്നെ കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ലാത്ത രീതിയിലുള്ള ഒരു സ്ഥലത്ത് കഴിഞ്ഞപ്പോൾ വീവ് കൈൻഡ് ഓഫ് ഡിസ്കസ്ഡ്. ഞാനും ഫാദറും ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ലെറ്റ് മീ മൂവ് ടു ഇന്ത്യ. അതും പ്ലാൻഡ് അല്ല. അപ്പോൾ പ്ലാൻഡ് അല്ല എന്ന് പറയുമ്പോൾ ഇത് പിന്നെ ഗോഡ് പ്രോമിസ്. ഒരു ദിവസം പിന്നെ ഞാനും വൈഫും മോള് ചെറിയ കുട്ടിയാ, we went for a dine out. And after having a nice heavy dinner, we were coming back home. ഞാൻ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നുകയാണ്
നാട്ടിൽ പോയാലോ? ശരിക്കും വിശ്വസിച്ചിട്ടില്ലല്ലോ നീ, സത്യത്തിൽ നീ വിശ്വസിച്ചിട്ടില്ലല്ലോ. എനിക്ക് തോന്നണ വെറുതെ അല്ലല്ല, എനിക്ക് മനസ്സിലാവും. നാട്ടിൽ പോയാലോ നീ ചോദിച്ചപ്പോ വൈഫ് ആകെ ആന്തം വിടേ, നിങ്ങൾക്ക് വട്ടുണ്ട് സത്യത്തില്, എന്താ നിങ്ങൾ ഉദ്ദേശം ചോദിച്ചു. അല്ല, നാട്ടിൽ പോയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേറെ ചെയ്യാൻ നോക്കാമല്ലോ. ഇവിടെ ഇപ്പോൾ ബിസിനസ് ഫഹദ് ഉണ്ട്, പിന്നെ എനിക്ക് വന്നാലും മതിയല്ലോ. എന്നിട്ട് ഞാൻ ഫഹദിനെ വിളിച്ചു. അപ്പം കാറിന്ന് ബ്ലൂടൂത്ത് സ്പീക്കറിലാണ്. ഞാൻ ബ്രോ, പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഞാൻ നാട്ടിലേക്ക് മൂവ് ചെയ്താലോ, നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാലോ. അപ്പം നാട്ടിക്കോ? അതായത് നാട്ടിലെന്താ ചോദിച്ചു. അല്ല, നാട്ടിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കാലോ, ഇവിടെ നീയായിട്ട് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, എന്താ ബ്രോ നിങ്ങൾ പറയണേ, എങ്ങനെ അങ്ങനെ ഇങ്ങോട്ട്, അപ്പോൾ എപ്പോൾ പോകാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഈ ഒരു മാസമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാനാണ് പ്ലാൻ എന്ന് പറഞ്ഞു. ലിറ്ററലി കേട്ടോ, ലിറ്ററലി ഉണ്ടായ സാധനമാണ്. അപ്പോൾ പോകാൻ പറഞ്ഞു, നിങ്ങൾ നാളെ ഓഫീസിൽ ഇങ്ങോട്ട് വരുന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, നിങ്ങൾ ഇപ്പം എന്തൊക്കെ, എനിക്കൊരു ഐഡിയ കിട്ടില്ല ഇങ്ങനത്തെ പറയുന്നത്. അപ്പോൾ ഞാൻ പോയിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു എന്ന് പറയാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ ബിസിനസ് ഉണ്ട്, യു ക്യാൻ ആക്ച്വലി ടേക്ക് കെയർ ഓഫ് ഇറ്റ്. വെറുതെ നമ്മളൊരാൾ വന്നിട്ട് ഇറ്റ്സ് എ ബേർഡൻ ആക്ച്വലി. ഐ എം സ്റ്റേയിങ് ഹിയർ, മൈ എക്സ്പെർട്ടൈസ് ഇസ് നോട്ട് ആക്ച്വലി റിക്വയർഡ് അറ്റ് ദിസ് മൊമെൻറ്റ്. നീ അത്രയും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ വി ക്യാൻ ട്രൈ ടു ഡു സംതിങ്. അവിടെ എന്തെങ്കിലും നടക്കണ്ടോ നോക്കാമല്ലോ, നടക്കണില്ലെങ്കിൽ വി ഓൾവേസ് ഹാവ് ദ ഓപ്ഷൻ ടു കം ബാക്ക്. അങ്ങനെ ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോൾ ഓൻ ഫഹദ് അത്ര റെഡി ചെയ്യുന്നില്ല. കാരണം രണ്ടാൾ സ്മൂത്തായിട്ട് ഇങ്ങനെ പോകാൻ സ്ഥാനത്ത് പെട്ടെന്ന് ഞാൻ മാറില്ല. അപ്പോൾ അവസാനം ആ ഡിസിഷൻ എടുത്തു. ഐ തിങ്ക് വിത്തിൻ നെക്സ്റ്റ് 25 to 30 days ഐ എം ബാക്ക് ഇൻ ഇന്ത്യ. ഇവിടെ എത്തി, നാട്ടിലെത്തി. ഇവിടെ ഒന്നുമില്ല കേട്ടോ, ഇവിടെ പ്രത്യേകിച്ച് ഒരു പരിപാടിയൊന്നുമില്ല. ഇവിടെ വെറുതെ വന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇനി എന്താ ഇവിടെ ചെയ്യാൻ പറ്റുക എന്നൊക്കെ നോക്കി. അപ്പം അന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനിയനുണ്ട്, അജ്ബത്ത് എന്ന പേര്. വെരി സ്മാർട്ട്. ഹി വാസ് എ മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ്, മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി കൺസൾട്ടൻറ്റ്. അപ്പോൾ എനിക്ക് ഈ മാർക്കറ്റിൽ എങ്ങനെയാണ് ബിസിനസ്, ഈ ഒരു ഐഡിയ ഇല്ലല്ലോ. I'd been living my almost entire my life in Dubai. 13 years I spent in my life in Dubai. So I had no idea how things happen in India. അപ്പോൾ I need some help. ഞാൻ പറഞ്ഞു, അജ്വദ് ഈസ് ആക്ച്വലി മൈ ഫ്രണ്ട് ഈസ് അംജദിൻ്റെ അനിയനാണിത്. ഞാൻ പറഞ്ഞു, അജോ നമുക്ക് ഒരുമിച്ച് ചെയ്താലോ, will you come with me, let us do it together. എന്താണെന്നും അപ്പോഴും ആയിട്ടില്ല. വിറ്റെന്താ വെച്ച് കഴിഞ്ഞാൽ അജു ദുബായിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുക, തുടങ്ങിയിട്ടുള്ളൂ 2 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഓനെ കണ്ടിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. വിൽ ട്രൈ ടു ബ്രിങ് ആൻ എക്കോ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് ബിൽഡ് ചെയ്യാം. നമ്മുടെ കുറേ ഐഡിയകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ. അജു എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറേ മാർക്കറ്റ് നോളജും നല്ല റീഡിങ്ങും റിസർച്ചും ഉള്ള ആളാണ്. ഞങ്ങൾ പറഞ്ഞപ്പോൾ ഭയങ്കര കണക്റ്റഡ് ആയി. And he's decided to resign from that company. Within 2 communication we've had, within the second meeting, he's decided to leave his job. He's decided to resign his job. 2 മാസമായിട്ട് ജോയിൻ ചെയ്തിട്ട് he resigned the job and we started doing it together here. നാട്ടിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അജു എനിക്ക് ഒരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നു. എന്നോട് പറഞ്ഞു, ഷെജിൻക നിന്റെ അനിയനെ പോലെ ഉണ്ടോ എന്നാൽ അംജുനെ നിനക്കറിയോ? ഏത്? ഞാൻ കണ്ടിട്ടുണ്ടോ, ഞാൻ ഓഫീസിൽ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന അംജുവിനെ അറിയോ? ഇല്ല, എനിക്ക് അറിയില്ല. ഓക്കെ, അംജുവിന്റെ അനിയനാണ് ഈ അജ്വദ് എന്ന് പറയുന്നത്. ഓഫീസിൽ വന്നിട്ടുണ്ടല്ലോ അന്ന് കോഴിക്കോട്. കണ്ടിട്ടുണ്ടാവും ചിലപ്പോ, അജുവിനെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അജു, we started doing it together and Aju introduced me to a book called the 80-20 principle. 80-20 rule പറഞ്ഞ റൂൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു ബുക്ക് ഉണ്ട്, ദി 80-20 പ്രിൻസിപ്പിൾ. അതിനുശേഷമാണ് ആക്ച്വലി കമ്പനിയുടെ പേര് മാറ്റിയിട്ട് 80-20 എന്നാക്കിയത്. അപ്പോൾ 80-20 പ്രിൻസിപ്പിൾ എന്നാണ് ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ ആ ബുക്ക് വായിക്കാൻ തുടങ്ങി. ആൻഡ് ഐ ഗോട്ട് റിയലി അട്രാക്റ്റഡ് ടു ദാറ്റ് പ്രിൻസിപ്പിൾ. ദർ ഇസ് എ പ്രിൻസിപ്പിൾ കോൾഡ് 80-20 പ്രിൻസിപ്പിൾ എന്നാണ് ഒരു പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത് വെച്ചാൽ, ചെറിയ ഇൻപുട്ടുകൾ അല്ലെങ്കിൽ മൈനോറിറ്റി ഓഫ് ഇൻപുട്സ് അല്ലെങ്കിൽ മൈനോറിറ്റി ഓഫ് എഫേർട്സ് യൂഷ്വലി ലീഡ്സ് ടു ഗ്രേറ്റ് മെജോറിറ്റി ഓഫ് റിസൾട്ട്സ്. വലിയ റിസൾട്ടുകളൊക്കെ ഉണ്ടാവുന്നത് ചെറിയ ഇൻപുട്ടുകൾ, ചെറിയ എഫേർട്ടുകളിൽ നിന്നാണ് ഉണ്ടാവാറുള്ളത്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈക്വൽ എഫേർട്ട് ഈക്വൽ റിസൾട്ട്, മോർ എഫേർട്ട് മോർ റിസൾട്ട്, ലെസ് എഫേർട്ട് ലെസ് റിസൾട്ട്, അങ്ങനെയല്ല. ചെറിയ എഫേർട്ടുകൾ എന്നാണ് എപ്പോഴും. അപ്പോൾ അതിനുള്ള കുറേ എക്സാമ്പിൾ എന്ന് പറഞ്ഞാലേ, നമ്മളിപ്പോൾ നമ്മളുടെ ലോകത്തെ വെൽത്ത് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറയുക വിചാരിക്കുക. ടോട്ടൽ ലോകത്തിലെ വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ
നമ്മളിപ്പോൾ ഏത് രാജ്യം എടുക്കണം, ഇഫ് യു ടേക്ക് USA, ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ, എനി കൺട്രി ഇഫ് യു ടേക്ക് ഇറ്റ്, സ്മോൾ പേഴ്സൺ, ഒരു ചെറിയ പേഴ്സൺ, ഫ്യൂ പേഴ്സൺ ഓഫ് എക്സ്ട്രീംലി വെൽത്തി പീപ്പിൾ ഹോൾഡ്സ് ഓൾമോസ്റ്റ് ഓൾ ദി വെൽത്ത് ഇൻ ദ കൺട്രി. എപ്പോഴും 1% പേഴ്സണൽ ആൾക്കാർ തന്നെ ഓൾമോസ്റ്റ് എല്ലാ വെൽത്ത്. ഇപ്പം നമ്മളെ നാട് പറയുകയാണെങ്കിൽ 12% of extremely wealthy people, including Ambanis and Adanis, they hold 77% of wealth. അവരുടെ അടുത്താണ്. ബാക്കി നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള ഈ 78% അടുത്ത് ആ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ്. അതിപ്പോൾ നമ്മൾ ഇഫ് യു ടേക്ക് USA, ചൈന, ജപ്പാൻ, എനി അതർ കൺട്രി അറ്റ് എനി ടൈം, a few percent of extremely wealthy people holds almost the entire wealth in that country. അതുപോലെ ഇനിയിപ്പോൾ നമ്മൾ കോളേജിൽ, സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ച സമയത്തേ നമ്മൾ ക്ലാസ്സിലൊക്കെ എപ്പോഴും 2-3 ഭയങ്കര എക്സ്ട്രീംലി നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്തേ 2-3 എക്സ്ട്രീംലി ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നില്ലേ? ബാക്കിയൊക്കെ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാർ. ഒരു 2-3 സ്റ്റുഡൻസ്, 3-4 ആൾക്കാർ എപ്പോഴും ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, കോളേജ് ആണെങ്കിലും സ്കൂളാണെങ്കിലൊക്കെ. അതുപോലെ നമ്മൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ദർ ആർ ഫ്യൂ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് എംപ്ലോയീസ്, ദേ ആർ ഇറീപ്ലേസബിൾ. ഒരു പോയി കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഈസ് ഗോയിങ് ടു സ്ട്രഗിൾ. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ നമുക്ക് ഓക്കെയാണ്, പോയാലും വന്നാലും പ്രശ്നമില്ല. റിപ്ലേസബിൾ അതൊരു ഒബ്സർവേഷനാണ്. അത് ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു മൈനോറിറ്റി ഓഫ് ഒരു കുറച്ച് കാര്യങ്ങളാണ് എപ്പോഴും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ആ കുറച്ച് കാര്യങ്ങൾ എന്താണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് നമ്മളുടെ ഇമ്പാക്റ്റിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ശരിക്കും ആ പ്രിൻസിപ്പിൾ. ആൻഡ് ഐ ഗോട്ട് റിയലി അട്രാക്റ്റഡ് ടു ദാറ്റ് റൂൾ. ആൻഡ് ഐ റെഡ് ദാറ്റ് കംപ്ലീറ്റ് ബുക്ക്. ഐ റെഡ് എ ലോട്ട് ഓഫ് അതർ ബുക്സ് ഇതിനെക്കുറിച്ച് പറയുന്നത്. കുറേ ബുക്കുകൾ വായിച്ചു. ഐ ഹവ് ലിസൺ ടു ലോട്ട് ഓഫ് ഓഡിയോ ബുക്സ്. അതൊക്കെ ഒന്ന് വായിച്ചു കിട്ടും. ഭയങ്കര അടിപൊളി ബുക്കാണ്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ my entire perspective about working and hard working and smart working, everything changed. And I've started living 80-20 life. ഒരു 80-20 റൂളിലുള്ള ലൈഫ് ജീവിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ ചെയ്തറിയോ, ഐ മെയ്ഡ് എ കാരിക്കുലം. ഈ 80-20 റൂള് ഒരു ബിസിനസ്സിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, ഒരു ബിസിനസ്സിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അത് വർക്ക്ഔട്ട് ചെയ്യാം, അതെങ്ങനെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുക. ഐ മെയ്ഡ് എ കൈൻഡ് ഓഫ് കുറേ ക്യാപ്സ്യൂൾസ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ടാക്കി ഞാൻ. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഐ ഡിഡ് ഈസ് ആക്ച്വലി ഒരു മാജിക്കൽ സാധനമാണ് പറഞ്ഞാൽ അതൊരു ആ സാധനം ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്റ്റർ മേക്കിംഗ് എ ബ്യൂട്ടിഫുൾ കോഴ്സ്, ദാറ്റ്സ് ആൻ എക്സ്ട്രാordinary കോഴ്സ്, whoever apply that course in their business, they're definitely going to have a significant impact in their profitability, revenue, everything. അത് ചെയ്ത് കഴിഞ്ഞാൽ we reduce the overheads and expenses in a business and we multiply the profitability of the revenue of the business. അത് ചെയ്യാൻ പറ്റുന്ന കുറേ ഫോർമുലാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് I made ഈ ബുക്കിനെ ബേസ് ചെയ്തിട്ട് I've made some formulas, I've made some mathematical calculations and I made a beautiful course. എന്നിട്ട് ഞാൻ ചെയ്തത് എന്താ അറിയോ, the author of this book, The 80-20 Principle, his name is Richard Koch. He's a world famous author. He's the one actually. പിന്നെ ഈ 80-20 റൂൾ പറഞ്ഞ റൂള് കണ്ടുപിടിച്ചത് വിൽഫ്രെഡ് പരേറ്റോ എന്ന് പറഞ്ഞൊരു ഇറ്റാലിയൻ എക്കോണമിസ്റ്റ് ആണ്. അയാൾ എനിക്ക് തോന്നുന്നത് 1897 അയാൾ കണ്ടുപിടിച്ചു. അയാളെ നോക്കിയപ്പോഴാണ് കണ്ടത്, നമ്മൾ വീട്ടിലിപ്പോൾ ഒരു വലിയ വീടുണ്ട്, അതിലൊരു 10-12 റൂമൊക്കെ ഉള്ള വീടാണെങ്കിൽ we have got floor mats in front of all the rooms and few floor mats, like one in front of the kitchen, one in front of the bathroom, one in front of maybe the only bedroom നമ്മൾ യൂസ് ചെയ്യണേ. അതൊക്കെ ഭയങ്കര that has got all the wear and tear. ബാക്കിയുള്ള നോക്കുമ്പോൾ ബ്രാൻഡ് ന്യൂ പോലെ ഉണ്ടാവും. ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാത്തിലും ഈ സാധനം കണ്ടപ്പോൾ മൂപ്പർ he's the one actually, Wilfred Perry is the one actually discovered this 80-20 rule. പക്ഷേ അയാൾ he was not really good at explaining it. അങ്ങനെ അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയുന്ന ഒരാളായിരുന്നില്ല. അപ്പോൾ റിച്ചാർഡ് കോച്ചൻ actually put together 80-20 rule as a principle and gave it to the modern world to use it the way we are using it today. മൂപ്പരാണ് തന്നെ. He's a world famous, he's a management consultant, ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആണ്, കുറേ വേൾഡിലെ ബെസ്റ്റ് സെല്ലേഴ്സ് എഴുതിയിട്ടുള്ള ഒരു ഓത്തറാണ് റിച്ചാർഡ് കോച്ച്. And after making this course, I went to his website, richardkoch.net. We all can go to that website, and I've taken his email address. I've sent him an email. Why the hell not? I've sent him an email and ഞാനിത് എൻ്റെ പാർട്ട്ണറോടും ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ ഡിസ്കസ് ചെയ്ത് I'm going to do this. I'm going to somehow connect with Richard Koch because I need to have him verify this course. I need to have him verify this course. It's very important to have such an authentic verification from somebody. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മെയിൽ അയക്കും and he might be receiving thousands of emails every single day and most likely he won't even see it. അതെന്താ നമ്മളെ സംബന്ധിച്ചത് ഒരു മെയിൽ അയക്കാന്നുള്ളതല്ലേ, മൂപ്പര് കണ്ടില്ലെങ്കിൽ കാണണ്ട, അത്രേ ഉള്ളൂ. കാണുകയാണെങ്കിൽ കാണട്ടെ. And I said I will make sure that if at all he reads that email
he will definitely respond. My email is going to be that strong. ആൾ വായിക്കുകയാണെങ്കിൽ ഐ എം 100% sure he's going to respond to that email. പറഞ്ഞു. And I've sent an email, I think it's in 2018. ഇവിടെ എത്തിയിട്ടാണ് ഞാൻ ആ മെയിൽ അയക്കുന്നത്. ആൻഡ് ഐവ് സെൻഡ് ദറ്റ് ഇമെയിൽ ആൻഡ് എനിക്കറിയായിരുന്നു വായിച്ചാൽ റെസ്പോണ്ട് ചെയ്യുന്ന എനിക്കറിയായിരുന്നു. ടു മൈ കംപ്ലീറ്റ് സർപ്രൈസ് വിത്തിൻ 4 or 5 days he responded to my email. ഇത് പിന്നെ ഞാൻ എവിടെയെങ്കിലും ട്രെയിനിങ് ബിസിനസ് കോച്ചിങ് കുറച്ചൊക്കെ ചെയ്യാറുണ്ട്. ട്രെയിനിങ്സും പിന്നെ കോച്ചിങ്ങും ഒക്കെ ചില സമയത്ത് ചെറിയ രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോഴും എനിക്ക് ആൾക്കാർ 100% അറിയാം. ആ തള്ളു കണ്ടില്ല ചങ്ങായി പെരും തള്ളാണ് എന്നൊക്കെ പറയുന്നത് എനിക്ക് 100% അറിയാം. കാരണം ഞാനാണ് അവിടെ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനും പറയും. അതുകൊണ്ട് അത് എനിക്കറിയാം പറയുന്നുള്ളത്. അപ്പം ഞാൻ സാധാരണ ഞങ്ങൾ തമ്മിൽ ഇമെയിൽ കമ്മ്യൂണിക്കേഷനും ബാക്കി കുറച്ച് സാധനങ്ങളും ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കും. എന്താ ഉപരി പറഞ്ഞു? അവരെൻ്റെ മെയിലിന് റെസ്പോണ്ട് ചെയ്തിട്ട് പറഞ്ഞു, പിന്നെ ഹായ് ഷെജിൻ, ഇറ്റ്സ് ലവ്ലി ടു സീ സംബഡി റിയലി നോ ദ പവർ ഓഫ് 80-20 പ്രിൻസിപ്പിൾ. എന്നിട്ട് അതിനെക്കുറിച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് എന്നോട് വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ മീ, എന്താണ് നിനക്ക് വേണ്ടത്, പ്ലീസ് ലെറ്റ് മീ നോ വാട്ട് കൈൻഡ് ഓഫ് ഹെൽപ്പ് യു ലുക്കിംഗ് ഫോർ, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട്. ആൻഡ് വീവ് സ്റ്റാർട്ടഡ് കമ്മ്യൂണിക്കേറ്റിംഗ് like continuous communication. I've sent the details to him and we've had different meetings and course ഞാൻ അയച്ചു കൊടുത്തു. He verified the course. He has given me some of the insights to add to that course and we've kind of perfected the course. അത് ചെയ്യുന്ന കഴിഞ്ഞിട്ട് I've started giving that course to different people. That is a very powerful course. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കോഴ്സാണ് അത്. ഞാൻ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാൻ തുടങ്ങി. I'm even in the process of building a community of at least 1,000 entrepreneurs. ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനും എൻ്റെ പിന്നെ കോച്ചിങ് പാർട്ട്ണർ ഉണ്ട് ഹാഷിർ. വി ബോത്ത് ആർ കൈൻഡ് ഓഫ് ഇൻ ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് അപ്പ്. ഞങ്ങളുടെ വന്നപ്പോൾ ഹാഷിർ ആക്ച്വലി പിന്നെ ഇന്ന് അവൈലബിൾ അല്ല, ഞാൻ വിളിക്കണം വിചാരിച്ചില്ല. അപ്പോൾ ഹാഷിർ ഞാനും കൂടി വി ആർ ഇൻ ദ പ്രോസസ് ഓഫ് ബിൽഡിങ് 1,000 entrepreneurs community minimum by the 2025 within next 1 year or something. നമുക്ക് ഓണ്ടർപ്രണേഴ്സിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധനം റിച്ചാർഡ് കോച്ചിനോട് അയച്ചിട്ട് വി കൈൻഡ് ഓഫ് വർക്ക് ടുഗെദർ, വി പെർഫെക്റ്റഡ് ദിസ്. And I'm definitely within a year or something we're going to bring Richard Coach to India. Then have ആളുടെ അടുത്തുള്ള കോച്ചിങ് നമുക്ക് കിട്ടണം. കാരണം അങ്ങനത്തെ ആൾക്കാരുടെ വിസിറ്റൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. അത് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ entrepreneurs like all of us to have his vision, his purpose, his direction, his ideas. ഇത് കിട്ടുക ഭയങ്കര എളുപ്പം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ ഞാനും ഹാഷിർ നോക്കുന്ന സാധനം എന്താ അറിയോ, we've communicated, he's helped us perfect this course. അതൊക്കെ ഹെൽപ്പ് ചെയ്തു നമ്മളെല്ലാ കാര്യത്തിനും. Now to having come here in India and to coach the people here in India, we need at least 1,000 people. നമുക്ക് 5-6 ആൾക്കാരെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ റിച്ചാർഡ് കോച്ച് റെസ്പോണ്ടഡ് ടു മൈ ഇമെയിൽ ആൻഡ് വീവ് സ്റ്റാർട്ടഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യോ നമ്മളൊരു ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ റിച്ചാർഡ് കോച്ച് അതിന് റെസ്പോണ്ട് ചെയ്ത് നമുക്ക് വിചാരിക്കണ്ടോ? എല്ലാവരും അവിടെയാണല്ലോ നിൽക്കുക. അതായത് ഞാനിപ്പോൾ എന്തിനാ ഇപ്പോൾ ഇന്റത് ഇപ്പോൾ കാണൂലല്ലോ, ഞാൻ അയച്ചപ്പോ അറിയില്ലല്ലോ ഇങ്ങനെ എത്ര ആൾക്കാർ അയക്കുന്നുണ്ട്. വേറെ സാധനം എന്താ അറിയോ, എല്ലാരും നിൽക്കുന്നത് ഞാനിപ്പോ ഈ പറയുന്നതൊക്കെ നടന്ന കാര്യങ്ങളാട്ടോ. ഞാൻ ഷാറുഖ് ഖാന് മെയിൽ അയച്ചിട്ടുണ്ട്. I sent an email to Sachin Tendulkar. I sent email to pretty much a lot of prominent personalities. Nobody would respond to me. ആരും റെസ്പോണ്ട് ചെയ്യില്ല. I'm talking about those who have actually responded. അല്ലാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഞാനിത് ചെയ്തുകൊണ്ട് I know that ഞാൻ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുന്ന ഒരു കാര്യം എന്താ അറിയോ, when I send an email to Shahrukh Khan, I know that if Shahrukh Khan sees that email, he will definitely respond. അതെനിക്ക് ഉറപ്പാണ്. എന്താണ് അത്ര? കാരണം ഞാനൊരു സാധനം ഒരാൾക്ക് അയക്കുമ്പോൾ ആളുമായിട്ട് വെൽ കണക്റ്റഡ് ആയിട്ട് ആളെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് റിച്ചാർഡ് കോച്ചിനെ ഐ നോ ദാറ്റ് ഈസ് എ പേഴ്സൺ ഹു ഈസ് ആക്ച്വലി പുട്ട് ടുഗദർ 80-20 റൂൾ ആസ് എ പ്രിൻസിപ്പൽ ആൻഡ് ഗേവ് ഇറ്റ് ടു ദ വേൾഡ് ടു യൂസ് ഇറ്റ്. അപ്പോൾ ഹീ ഈസ് ആക്ച്വലി റിയലി പാഷനറ്റ് അബൌട്ട് ദറ്റ് റൂൾ. ഹീ ഈസ് ദ വൺ ലിവിങ് ദാറ്റ് 80-20 റൂൾ. അയാൾക്ക് ഞാൻ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഞാൻ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ആൾ ഇൻട്രസ്റ്റഡ് ആവും. ഞാൻ പറയുന്ന കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അറിയും. ഐ ഹാവ് ഡൺ എ ഡീപ്പ് റിസർച്ച്. I've done a deep research. I know what I'm talking about. അത് ആൾക്ക് ആ മെയിൽ വായിച്ചാൽ അറിയും. അത് ഞാൻ ഏറ്റവും ഷോർട്ടായിട്ട് ക്രിസ്പായിട്ട് എഴുതിയിട്ട് അയക്കുള്ളൂ. കാരണം he won't read my long email or something. He won't have this sort of time to read all my email and understand what I'm talking about. പക്ഷേ ഞാൻ I'll make sure that that's going to be very crisp, but that's got all the details. That's going to be very strong. സിമ്പിൾ ആയിരിക്കും. ആവും പക്ഷേ ഭയങ്കര സ്ട്രോങ് ആവും കണ്ടന്റ്. അപ്പോൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ they won't respond. I don't want to lose my time as well because I spent a long time researching on it and putting together an email
email in a very crisp version, including all the inputs and everything, that short email. I've taken an effort. I don't want to lose my effort as well. I'll always make sure that if that person sees that email, he or she will definitely respond. അങ്ങനത്തെ മെയിലേ ഞാൻ അയക്കുള്ളൂ. അപ്പോൾ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്, അവർ കണ്ടു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യും എല്ലാത്തിനും. ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനത്തെ പറയുന്നത്, ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സ്ട്രെങ്ത് ഞാൻ എവിടെയെങ്കിലും പോയി പറയണമെങ്കിൽ ഞാൻ പറയാം, ഐ എം എ ഹൈലി കോൺസെപ്ച്വൽ ഗായ് ആൻഡ് ഹൈ ടിക്കറ്റ് സെയിൽസ്. I've got an excitement for high ticket sales. ഹൈ ടിക്കറ്റ് സെയിൽസ് എന്ന് പറയുന്നത് കുറച്ച് പിന്നെ വലിയ സാധനങ്ങൾ ക്ലോസ് ചെയ്യാൻ നോക്കുക എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ റിച്ചാർഡ് കോച്ചിനെ കണക്ട് ചെയ്യുക, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക, അതിലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അങ്ങനത്തെ സാധനം ചെയ്യാന്ന് പറയുന്ന സാധനത്തിൽ. അപ്പോൾ അതും കോൺസെപ്റ്റ്സ് ആണ് എൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ. ഐ എം എ കോൺസെപ്ച്വൽ ഗായ്. ഐ ഓൾവേസ് ഫൈൻഡ്, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഐ ഓൾവേസ് ഫൈൻഡ് ഗ്യാപ്സ് ഇൻ ദ മാർക്കറ്റ്. ഇങ്ങനത്തെ ഒരു സാധനം ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ അടിപൊളിയാവുമല്ലോ, എന്നിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ അങ്ങനത്തെ സാധനം ഉണ്ടാക്കുക. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇപ്പോൾ പിന്നെ ഓൾമോസ്റ്റ് ഒരു 35 to 40 ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് ഐ ഹാവ് മെയ്ഡ്. കോൺസെപ്റ്റുകൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ എപ്പോഴെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നു. കോൺസെപ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടാക്കുക, ലൈക്ക് ഫുൾ കോൺസെപ്റ്റ് ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് ബുദ്ധി ചിന്തിക്കലാണ് അതിനെ പറ്റി. അല്ല, അങ്ങനെയല്ല. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോൺസെപ്റ്റ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയ സംഭവമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ പറയണത് നമ്മളിപ്പോൾ പിന്നെ എവിടെയെങ്കിലും ഒരു ബോംബെയിൽ പോയി, മുംബൈയിൽ പോയി നിൽക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ എന്തോ പോയപ്പോൾ വി സീൻ ഇങ്ങനെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്, ഇവരിങ്ങനെ ഒരു സെർവ് ചെയ്യാൻ പറ്റണില്ല, ഭയങ്കര തിരക്ക്, അങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കും, ഇവരെല്ലാവരും കൂടി സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുക, അപ്പോൾ അതിന് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്താലാവൂലേ, അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒറ്റയടിക്ക് സെർവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഫോർ എക്സാമ്പിൾ, ഐ എം ടോക്കിംഗ് അബൌട്ട് എ റെസ്റ്റോറൻറ്റ്, ഇഫ് യു ടോക്കിംഗ് അബൌട്ട് എനി അതർ ബിസിനസ്, വെൻ യു ഫൈൻഡ് there's a new way of doing that, a new age approach. അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഞാൻ എപ്പോഴും പറയേണ്ടത്, എവറി ബിസിനസ് ഹാസ് ഗോട്ട് എ ന്യൂ ഏജ് അപ്രോച്ച് ആൻഡ് എൻ ഓൾഡ് ഏജ് അപ്രോച്ച്. അപ്പോൾ നമുക്കൊരു ബിസിനസ് തുടങ്ങുമ്പോൾ പഴയ അപ്രോച്ചിന് തുടങ്ങാൻ പറ്റും, പുതിയ അപ്രോച്ചിന് തുടങ്ങാൻ പറ്റും. ഐ ഓൾവേസ് ട്രൈ ടു ഫൈൻഡ് ദറ്റ് ന്യൂ ഏജ് അപ്രോച്ച് ഫോർ എവറി ബിസിനസ്. വെൻ ഐ ഫിഗർ ഔട്ട് ദറ്റ് ന്യൂ ഏജ് അപ്രോച്ച്, ഐ മേക്ക് ഷുർ ദറ്റ് ഐ സ്ക്രിബിൾ ഇറ്റ് സംവെയർ. സ്ക്രിബിൾ ചെയ്തിട്ട് ഐ ഗോ ബാക്ക് ടു ഓഫീസ് ആൻഡ് നെക്സ്റ്റ് ടൈം വർക്ക് ഓൺ ഇറ്റ്, മേ ബി another couple of months or something, I work on that particular ആ ഒരു സാധനത്തിൽ വർക്ക് ചെയ്തിട്ട് ഐ മേ ട്രാവൽ എ ലോട്ട്, ടോക്ക് ടു ഡിഫറെൻറ്റ് പീപ്പിൾ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ റെസ്റ്റ് ഓഫ് ദി കൺട്രീസ്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു കോൺസെപ്റ്റ് ആപ്പ് ഞാൻ എടുത്തു വെക്കും. എന്നാൽ അത് അപ്പം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും എടുത്ത് വെക്കുക. വെൻ ഐ ഫൈൻഡ് ദ റൈറ്റ് പീപ്പിൾ, ഞാൻ ആ സമയത്ത് ആ സാധനം ഞാൻ സംസാരിക്കും. ഇപ്പം അതുപോലെയാണ് ഞാൻ കോഴിക്കോട് പോയപ്പോൾ എനിക്ക് വലിയ നെറ്റ്വർക്ക് ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, 13 years of my life was in Dubai. So Dubai is pretty much like my home. I've got all my friends and everybody back in Dubai. ഇവിടെ അത്ര കൂടുതൽ നമ്മൾ ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ചെറിയൊരു അടുത്തൊരു സർക്കിള് അത്രയൊക്കെ ഉള്ളൂ, വലിയൊരു നെറ്റ്വർക്ക് ഒന്നും ഇല്ല. ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ കളിച്ചിരുന്നൊക്കെ സമയത്തൊക്കെ പണ്ട്. പക്ഷെ പിന്നെ ലോസ് ഇൻ ടച്ച് വിത്ത് നാട്. അല്ല, ഇവിടെ നാടുമായിട്ടുള്ള ടച്ച് വിട്ടു. കാരണം അവിടെ 13 years, then coming back in once or twice in a year and spending 15-20 days, that's it. അതിൽ കൂടുതൽ സമയം. അപ്പം നമ്മൾ പഴയ ഫ്രണ്ട്സിനോട് തന്നെ കണക്ട് ആവുള്ളൂ, വേറെ വലിയ നെറ്റ്വർക്ക് പുതിയത് ഉണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കോഴിക്കോട് വന്നപ്പോൾ എനിക്കൊരു നെറ്റ്വർക്ക് വേണം. And I've joined in BNI. I don't know if you've heard of BNI. Business Network International organization. It's a business networking organization. They're worldwide. They're everywhere. മലപ്പുറത്തൊക്കെ ഉണ്ട്. നമ്മൾ വുഡ്ബൈനിലാണ് നടക്കല്, ഒരു മീറ്റിംഗ് ഇവിടെ ഉണ്ടാവില്ല. മലപ്പുറത്ത്, കോഴിക്കോട്, കൊച്ചി, USA, കാനഡ, if you take Dubai, any other country, they've got this. അതൊരു നെറ്റ്വർക്കാണ്. ഓൺടർപ്രണേഴ്സിനെ അങ്ങോട്ട് കൂടി നെറ്റ്വർക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനുള്ള. അപ്പോൾ I've joined that network just to get a network of entrepreneurs in Calicut. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ I've got some new networks, some new people now, പുതിയ ബിസിനസ്, പുതിയ ടൈപ്പ് സാധനങ്ങൾ ചെയ്യുന്നവർ. And I've connected with one of my friend. He's a celebrity manager. His name is Nahnood. അങ്ങനെ ആളായിട്ട് കണക്ട് ചെയ്തപ്പോൾ he's a pretty good celebrity manager. He's got connection with some of the prominent figures. വലിയ വലിയ നമ്മളെ പിന്നെ മലയാള മൂവികളുടെ ഇൻഡസ്ട്രിയിലെ ആൾക്കാരൊക്കെ നമ്മളെ പിന്നെ ഇവൻസിനും കാര്യങ്ങൾക്കൊക്കെ കൊണ്ട് അത് സെലിബ്രിറ്റീസിനെ മാനേജ് ചെയ്യാൻ ആൾ ചെയ്യുന്നത്. ആളിൻ്റെ ഓഫീസിലേക്ക് ഒരു ദിവസം വന്നു. അപ്പോൾ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക വെറുതെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഈ സെലിബ്രിറ്റി മാനേജർ അല്ലേ, നിനക്ക് വേൾഡ് നമ്പർ 10 ഉള്ളിലുള്ള ഏതെങ്കിലും ക്രിക്കറ്റ് പ്ലെയർ, ഒന്നെങ്കിൽ നാഷണൽ ടീം കളിക്കുന്ന ക്രിക്കറ്റ് പ്ലെയർ, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പ്ലെയർ, അല്ലെങ്കിൽ ഒരു ബാഡ്മിൻ്റൺ പ്ലെയർ, ഇതിൽ ആരെങ്കിലും എനിക്കൊന്ന് കണക്ട് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു.
അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് കണക്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഐ ഗോട്ട് എ കോൺസെപ്റ്റ്, ഐ ഗോട്ട് എ പ്രോജക്റ്റ് ദാറ്റ് ഐ ക്യാൻ ഓൺലി ടോക്ക് ടു ദാറ്റ് ടോപ്പ് ലെവൽ അത്ലീറ്റ്സ് ലൈക്ക് നമ്പർ 10 ഉള്ളിലുള്ള ബാപ്പിന് പ്ലേയേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ടീമിനാണ് ക്രിക്കറ്റ് പ്ലേയേഴ്സ്, ഇവരോടൊക്കെ പറയാൻ പറ്റിയ ഐ ഗോട്ട് എ ബ്യൂട്ടിഫുൾ പ്രോജക്റ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ പിന്നെ ഐ എം പ്രെറ്റി കോൺഫിഡൻറ്റ് ദാറ്റ് ദേ ആർ ഗോണ ലവ് ഇറ്റ്. അതെനിക്ക് ഉറപ്പാണ്. നിന്നെ ഞാൻ മാനം കെടുത്തില്ല. ഇഫ് യു കണക്ട് മീ ടു ദ റൈറ്റ് പീപ്പിൾ ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ദേ വിൽ ബി ഹാപ്പി അബൌട്ട് ഇറ്റ്. അങ്ങനെ സാധനം ചോദിച്ചു. അപ്പോൾ അവനോട് ചോദിച്ചാൽ അതിൽ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചതിനോട്. കാരണം അവൻ്റെ നെറ്റ്വർക്ക് ഈസ് ആക്ച്വലി മലയാളീസ് ആയതുകൊണ്ട്. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോൾ പ്രണോയ് ഉണ്ട്. പ്രണോയ് ഇസ് എ മല്ലു, ഈസ് എ വേൾഡ് നമ്പർ 6 ബാഡ്മിൻ്റൺ പ്ലെയർ. അപ്പം പ്രണോയ് ഉണ്ട്. അപ്പം അവനോട് ഒരു മലയാളി ഉണ്ട്, കണക്ട് ചെയ്യാൻ പറ്റി വെച്ചു. മലയാളം ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റു, നിങ്ങൾക്ക് അടുത്ത ആഴ്ചകളിൽ മീറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തോളി എന്ന് പറഞ്ഞതിനോട്. അപ്പം ഞാൻ പിന്നെ തള്ളുക എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. കാരണം അവന് സ്പോർട്സുമായിട്ട് ഒരു ബന്ധമില്ല. സെലിബ്രിറ്റി മാനേജ്മെൻറ്റും പ്രൊഡക്റ്റ് മൂവീസിലും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം ഞാൻ ഓനോട് പറഞ്ഞു, നിങ്ങൾ ബേജാറാണ്ട്, അടുത്ത ആഴ്ച നമ്മളാളെ മീറ്റ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഈ മീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എനിക്ക് ഉണ്ടാക്കി തരികയാണെങ്കിൽ ഞാൻ ബാക്കി കാര്യം ഞാനായിട്ട് എനിക്ക് എന്തായാലും അതുകൊണ്ട് ഒരു മാനക്കേട് ഉണ്ടാവില്ല. ഐ മേക്ക് ഷുവർ ദാറ്റ് യു ആൻഡ് whoever is actually listening to, they'll be happy about it. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ലെഫ്റ്റ് ദി ഓഫീസ് ആൻഡ് ആഫ്റ്റർ an hour I just gave him a call again. എനിക്കറിയില്ല ഇവൻ തമാശ അറിയാമെന്ന്, എനിക്ക് അത്ര ഒന്നും അറിയുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി വിളിച്ചിട്ട് പറഞ്ഞു, ഞാനും ഈ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ തള്ളിയതല്ലല്ലോ, സംഭവം കണക്റ്റ് ആവുക സത്യത്തിൽ എന്ന് ചോദിച്ചു. ഞാനത് മറന്നിട്ടോ, നിങ്ങൾ എന്നാൽ ആ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഒന്ന് എനിക്കൊന്ന് അയച്ചു തരുമോ ആളുടെ, ഞാൻ കണക്ട് ചെയ്യാറുണ്ട്. I sent him that link and after approximately 45 minutes to 1 hour he sent me a WhatsApp screenshot. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ഞങ്ങൾക്ക് ഒരു വാട്സാപ്പിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്, പ്രണോയ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ദിസ് ഇസ് മൈ നമ്പർ പ്ലീസ് കോൺടാക്ട് മീ, നീ വിളിച്ചോളൂ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വിളിക്കുന്നില്ലടാ, വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കണക്റ്റ് ആവാതെ പോകും, ഈയാണ് അതിന് നല്ലത് നെറ്റ്വർക്കിന്. ഗിവ് ഹിം എ കോൾ ആൻഡ് ഫിക്സ് എൻ അപ്പോയിൻറ്റ്മെൻറ്റ് ദെൻ ഐ വിൽ ഗോ ആൻഡ് മീറ്റ് ഹിം. ഞാൻ പറഞ്ഞു, എനിക്ക് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറഞ്ഞു, ഈ ഒന്നും പറയണ്ട, ഈ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഒരു പ്രോജക്റ്റ് സംസാരിക്കാണ്ട്, നല്ല പ്രോജക്റ്റാണ്, ഒരു വേൾഡ് ക്ലാസ് പ്രോജക്റ്റാണ്, മീറ്റ് ചെയ്യാൻ പറ്റുമോ, ഒരു ഹാഫ് ആൻ അവർ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഓൻ പറഞ്ഞു ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ വിളിച്ചു നോക്കുന്നുണ്ട്. ഈ ഗേവ് ഹിം എ കോൾ ആൻഡ് ദിസ് നാനു എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവൻ്റെ ഫ്രണ്ട് ഒരു നെറ്റ്വർക്കിങ്ങിൻ്റെ എന്താ പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി സ്കില്ലുള്ള ഒരാളാണ്. കാരണം ആൾക്കാർ എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവുക പോലും ഇല്ല. കാരണം ഒരു രീതിയിലുള്ള കണക്ഷനും ഇല്ലാത്ത ആൾക്കാരൊക്കെ നമുക്ക് 1 മണിക്കൂറുകൊണ്ട് 2 മണിക്കൂറുകൊണ്ട് കണക്ട് ചെയ്ത് വേറെ ലെവൽ സ്കില്ലാണ് നെറ്റ്വർക്കിങ്ങിൽ. ഞാൻ അങ്ങനെ നെറ്റ്വർക്കിംഗ് സ്കില്ലുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല. കാരണം പിന്നെ പ്രണോയിനൊന്നും അറിയില്ല, വെറുതെ കണക്ട് ചെയ്താണ്. അങ്ങനെ കണക്ട് ചെയ്ത് എനിക്ക് കണക്ട് ചെയ്തെന്നു. അപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംസാരിച്ചു. എന്നിട്ട് സംസാരിച്ച് പിന്നെ വിളിച്ചിട്ട് ഞാനും പറയണേ, പ്രണോയിൻ്റെ കല്യാണത്തിനാണ് പോനെ വിളിച്ചിരുന്നത്. അന്ന് പ്രണോയിൻ്റെ കല്യാണം, ഹി വാസ് ഗെറ്റിംഗ് മാരീഡ് ഓൺ എ സൺഡേ. ആൻഡ് ഓൻ പറഞ്ഞു, ഓൻ അന്ന് എനിക്ക് തോന്നുന്നത് ഈസ് ട്രാവലിംഗ് ടു ബർമിംഗ്ഹാം ഇൻ ദ നെക്സ്റ്റ് 2 days. He's got just 1 day after the marriage and the next day is actually traveling to Birmingham for a tournament. അപ്പോൾ ഇങ്ങനെ ഫോൺ എടുത്ത് തന്നെ പറഞ്ഞു, പിന്നെ ഞാൻ ഒരൊറ്റ ദിവസമുള്ള കല്യാണം കഴിഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് ബുദ്ധിമുട്ടിലാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് വന്നിട്ട് കാണും, സീസൺ സ്റ്റാർട്ട് ചെയ്യാണ്, ഇപ്പോൾ എന്നാ ടൈം ഉണ്ടാവുമെന്ന് വെച്ചപ്പോൾ ഇവൻ പറഞ്ഞ് കൺവിൻസ് ചെയ്തു, വി ജസ്റ്റ് നീഡ് 20 minutes to 30 minutes, that's it. Just give us a 30 minutes and we'll make it worthwhile for you. ഒന്ന് ടൈം തരണമെന്ന് പറഞ്ഞിട്ട് അവസാനം ഈസ് ഗിവൻ us ടൈം. കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ we actually went to Trivandrum. പ്രണോയിൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. we went to Trivandrum and എന്താണ് ഒരു അവിടുത്തെ ഒരു 5-star പ്രോപ്പർട്ടി ഉണ്ടല്ലോ, തമാരെ എന്തോ എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. അവിടെ ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്തു ആൻഡ് we went and met him. അപ്പോൾ മീറ്റ് ചെയ്തതിൻ്റെ മുന്നേ എന്നോട് പിന്നെ നാനു പറയുന്നുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, നാനു, there's another friend called Sharafat Musa. We 3 went together for the meeting. അപ്പോൾ എന്നോടും പറയണേടാ, പിന്നെ ഇങ്ങനത്തെ മീറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് ആകെ മാനക്കടം, പിന്നെ നമുക്ക് ഇവരെ ഒന്നിനും വിളിക്കാൻ പറ്റൂല, അപ്പം നല്ല സാധനം തന്നെ ആണല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചതിനോട്. അപ്പം ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, ഇഫ് യു ഗിവ് us that 20 minutes of time, he is going to be really happy about it. Even though ഇനിയിപ്പോൾ ആളത് വരുമോ വരില്ല എന്നുള്ളതൊക്കെ നമുക്ക് വേറെ കാര്യം, പക്ഷേ he will definitely be happy about it. He is a player and I know what I'm talking about. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സാധനം ഇവർക്ക് വേണ്ടിയിട്ടാണ് ഉള്ളത്, അപ്പോൾ they are going to love it for sure. അങ്ങനെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഉഷാറാക്കിയിട്ടോ എന്നൊക്കെ പറഞ്ഞു എന്നോട്. അങ്ങനെ പ്രണോയ് വന്നു ആൻഡ് ഇങ്ങനെ എന്താണെന്നൊക്കെ ചോദിച്ചു, ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് I actually met Pranoy from Dubai quite a long time back, about 5 years back. അതെ, കണ്ടിട്ടുണ്ട്. അപ്പോൾ I've even met him saying that I'm friend, അഭിലാഷിൻ്റെ ഫ്രണ്ടാണ്, അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഞാൻ വെറുതെ പ്രണോയിനോട് ചോദിച്ചു, പിന്നെ ഐ ഡോണ്ട് നോ ഇഫ് യു റിമെമ്പർ മീ, ഐ ഡോണ്ട് തിങ്ക് യു ഗോൺ ടു റിമെമ്പർ മീ ബിക്കോസ് യു ബി മീറ്റിംഗ് സോ മെനി പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. ഐ മെറ്റ് യു ഫ്രം ദുബായ്. ഞാൻ പറഞ്ഞു അഭിലാഷിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവൻ അറിയുമെന്ന് പറഞ്ഞു, ചിലപ്പോൾ വെറുതെ പറഞ്ഞാവും, എനിക്കറിയില്ല. എനിക്ക് ഓർമ്മ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, ചിലപ്പോൾ വെറുതെ പറഞ്ഞാവും. അപ്പോൾ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് ഒരു ദിവസമാണെന്ന് അറിയാറുണ്ട്, വി ആർ നോട്ട് ഗോണ ടേക്ക് ടു മച്ച് ഓഫ് യുവർ ടൈം, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ പോയിന്റ് റൈറ്റ് അവേ. ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് ഉണ്ട്, ഞാൻ ഇങ്ങനെ പറഞ്ഞാണ് എന്നിട്ട് തുടങ്ങി. വി സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് ദ പ്രോജക്റ്റ് ആൻഡ് ഐ എക്സ്പ്ലെയിൻ ദ എൻറ്റയർ പ്രോജക്റ്റ് ഇൻ 15-20 minutes because I knew that he's going to be very busy. കല്യാണം കഴിഞ്ഞ നെക്സ്റ്റ് ഡേ we know what kind of pressure he's going to be in. അപ്പോൾ പറഞ്ഞു. ആ പ്രോജക്റ്റ് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ മുമ്പ് എനിക്ക് ഷെയ്ക്കണ്ടെന്ന് പ്രണോയ്. ഭയങ്കര അടിപൊളി ചങ്ങായിട്ടോ പ്രണോയ്. വെരി ഡൗൺ ടു എർത്ത്, ഭയങ്കര ഹംബിൾ, ഭയങ്കര ഡൗൺ ടു എർത്ത്. അങ്ങനെ ഒരു സ്റ്റാർ ആണെന്നുള്ളയോ അങ്ങനത്തെ ഒരു സാധനം ഇല്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ വി ആക്ച്വലി ലെഫ്റ്റ് ആഫ്റ്റർ 1.5 hours or something. Next day is actually flying to Birmingham. Still he has given some couple of hours, 2 long hours ഞങ്ങളുടെ സംസാരിച്ചിരുന്നു. ആൻഡ് കൈ എന്നിട്ട് എന്നോട് പറഞ്ഞു, I'm going to be part of this project. And whenever you're ready, bring your partnership agreement or whatever it is and we're going to sign it. But I'm flying to Birmingham tomorrow. I'm going to be back after 5-6 months or something. When I'm come back, I'll be in touch with you. In the number da edutolu, namakku let's communicate. And we've started communicating. I think within some 3-4 months or something, we've signed the partnership agreement with him. ഇവരായിട്ട് നമ്മളെ പ്രണോയിനായിട്ട് അതിന്റെ ഒരു പിന്നിലായിരുന്നല്ലോ കുറച്ച് കാലമായിട്ട്. അതെ അതെ അതെ. അപ്പൊ അത് കഴിഞ്ഞ് I wanted a female badminton player between number 1 to 10, world number 10 ൻ്റെ ഉള്ളിലുള്ള ആൾ വേണം. I wanted a cricket player. അങ്ങനെ 1 by 1 ഇവൻക്ക് കണക്ട് ചെയ്ത് തന്നു. And I went and met Saina Nehwal in Hyderabad. അത് discussed about the project and right after the presentation she said, I'm going to be part of it. I want to be part of it, she said. And we signed the partnership agreement sign ചെയ്തു. She's a legend, the way she's walking. Satyam Barale, there's an aura. When she comes, you won't see anything else. ഒരു ക്രൗഡിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടന്നു. We were actually went to her apartment to sign the agreement. We presented before and she's agreed for everything. She said, I'm going to be part of this project. You guys come to Hyderabad and we'll meet. And when we went to Hyderabad to know the location, I've given her a call. ഞാൻ സൈനനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ, we are in Hyderabad now, where do we meet? അപ്പോൾ പറഞ്ഞു, നമുക്കെന്താ വീട്ടിൽ തന്നെ മീറ്റ് ചെയ്യാം. യു ഗൈസ് കം ഓവർ ടു എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരൂ, നമുക്കിവിടെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. And I went there and സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ 4 പേരുണ്ട്. മൈ പാർട്ട്ണർ ഇൻ ദുബായ്, ഫഹദ് ഞാൻ പറഞ്ഞില്ലേ, മൈ പാർട്ട്ണർ ഇൻ ദുബായ്, ആൻഡ് നാനു ഈ സെലിബ്രിറ്റി മാനേജർ, ആൻഡ് ഷറഫത്ത് മൂസ. ദർ ഓൾ പാർട്ട് ഓഫ് ദി പ്രോജക്റ്റ്. ആൻഡ് ഞങ്ങൾ 4 പേരും ഇങ്ങനെ നിൽക്കുക. ആൻഡ് വി വെയിറ്റഡ് ഓൾമോസ്റ്റ് ലൈക്ക് ഷീ സ്റ്റക്കിന് ഒരു പാർട്ടി. അന്ന് ഏതറിയോ, നമ്മളെ സാത്തി സാരാജും റാങ്ക് റെഡ്ഡിയും ഒരു ടൂർണമെന്റ് ജയിച്ചിട്ടുള്ള ത്രോ ഔട്ട് പാർട്ടി കഴിഞ്ഞിട്ട് വരികയാണ് ഇവള്. അപ്പോൾ ഓൾ ദ പ്ലേയേഴ്സ് ദർ ഇൻ എ ഹോട്ടൽ, ഐ തിങ്ക് വൺ ഓഫ് ദി ഏതൊരു പ്രോപ്പർട്ടിയിൽ അവിടെ. ആ പാർട്ടി കഴിഞ്ഞ് വരിയതുകൊണ്ട് ഷീസ് ടേക്കൻ എ ബിറ്റ് മോർ ടൈം. ഷീ സെഡ് ഷീസ് ഗോണ ബി ദർ ബൈ 6 o'clock or something, but she came by 7:30 something. We had to wait there for almost 1.5 hours. അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഷീ വാസ് കമ്മിങ്. സത്യം പറയുകയാണെങ്കിൽ ലിറ്ററലി പറയുകയാണെങ്കിലേ നമ്മളെല്ലാവരും ഇങ്ങനെ സ്റ്റക്കായി ഇങ്ങനെ വരുന്നപ്പോൾ ഇങ്ങനെ അങ്ങനെ നിന്നിട്ട് നമ്മളിങ്ങനെ അന്തം വിട്ട് നോക്കൂലേ. കാരണം ഷീസ് ഗോട്ട് ഡിഫറെന്റ്. നമ്മൾ ഈ സാധാരണ ടി വിയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ ആള്. ഒരു വേറൊരു ഓറയാണ് കാണുമ്പോൾ നമുക്ക് വലിയൊരാളെ പോലെയൊക്കെ തോന്നും. കാരണം ഭയങ്കര സൈസൊക്കെ ഉള്ള, അത്ര വലിയ സൈസൊന്നും ഇല്ല. എന്നിട്ട് വന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം എന്നിട്ട് ബാഡ്മിൻ്റൺ കോച്ചൊക്കെ സംസാരിച്ച് സൈൻ ചെയ്തിട്ട് പോന്നു, സൈനനെ പോലെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സഞ്ജു സാംസണിനെ മീറ്റ് ചെയ്തു. ആൻഡ് വി ഹവ് ഡിസ്കസ്. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ഇപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞ പോലെ, നാനുവിനോട് പറഞ്ഞ പോലെ, ഐ ആം ഫോർ സം റീസൺ ഐ എം 100% ഷുവർ ദാറ്റ് if they sit it right in front of me, they will listen to it, they'll agree to it. കാരണം ഞാൻ കൊണ്ടുപോകുന്ന സാധനം വെറുതെ ഒരു സാധനം കൊണ്ടുപോലെ വരരുത്. കാരണം നല്ല ആഗ്രഹമുണ്ട് ഇപ്പൊ പറഞ്ഞിട്ട്, പക്ഷെ അത് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അല്ല, സൈൻ ചെയ്തതാണ്. ആൻഡ് എവറിബഡി സൈൻഡ് ഇറ്റ്. നൗ വി വർ വെയിറ്റിംഗ് ഫോർ സഞ്ജു സാംസൺ ടു ബി ഫ്രീ ടു ലോഞ്ച് ദ പ്രോജക്റ്റ്. ഇതിങ്ങനെ നീണ്ടു പോകട്ടെ. സത്യം പറഞ്ഞാൽ കുറേ ആയി, ഭയങ്കര നീണ്ടു പോകണം. ഓൾമോസ്റ്റ് എല്ലാവരും നമ്മളെ പിന്നെ ട്രോളിൽ തുടങ്ങി. പറഞ്ഞാൽ പിന്നെ കുറെ കാലമല്ലോ തുടങ്ങിയിട്ട്. പക്ഷെ എന്താ അറിയോ, ബിഗ് തിങ്സ് ടേക്സ് ഇറ്റ്സ് ടൈം. നമ്മളിവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങണ പോലെ നമുക്ക് വി കാൻ ആക്ച്വലി ഹാവ്
സച്ച് ഭയങ്കര വലിയ പ്രോജക്റ്റുകൾ. വി ആർ ടോക്കിംഗ് അബൌട്ട് ഫോമർ വേൾഡ് നമ്പർ 1 സൈന നെഹ്വാൾ. വി ആർ ടോക്കിംഗ് അബൌട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് സ്റ്റാർ സഞ്ജു സാംസൺ. വി ആർ ടോക്കിംഗ് അബൌട്ട് പിന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലെജൻഡറി പ്ലേയേഴ്സ് ലൈക്ക് HS പ്രണോയ്. പിന്നെ അതിന്റെ കൂടുതൽ ഞാൻ കണ്ടത് ക്രിക്കറ്റ് പ്ലെയർ ആണ് എനിക്ക്. സഞ്ജു സാംസൺ വി ഡിസ്കസ് വിത്ത് ഹിം, another very down to earth, very much human. ഇരുന്ന് സംസാരിച്ചു. കുറച്ച് റിസർവ് ടൈപ്പ് ആളാണ് സഞ്ജു സാംസൺ. ഈ വോണ്ട് ആക്ച്വലി ടോക്ക് മച്ച്. ഭയങ്കര ടോക്കറ്റീവ് ആയിട്ട് ആളൊന്നുമില്ല, പോയിന്റുകൾ മാത്രം സംസാരിക്കുന്ന ഒരാളാണ്. കുറച്ച് റിസർവ് ടൈപ്പ് ഒരാളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. പ്രോജക്റ്റ് പറഞ്ഞു, he got really excited, he's ready to sign. സൈൻ ചെയ്തു, ആള് സൈൻ ചെയ്തു. നെക്സ്റ്റ് ഫീമെയിൽ പ്ലെയർ വേണം. പിന്നെ നമ്മളെ സ്നേഹറാണല്ലേ, അറിയോന്നറിയില്ല, ക്രിക്കറ്റ് നീ അത്ര ഫോളോ ചെയ്യുന്ന ആളല്ലോ. ഓക്കെ, സ്നേഹറാണ എന്ന് പറഞ്ഞാൽ ഷീസ് എ ലേഡി സൂപ്പർ സ്റ്റാർ ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമില്. റീസെൻ്റ്ലി പിന്നെ ചെന്നൈയിലുള്ള കളിയിൽ അഗെയിൻസ്റ്റ് സൗത്ത് ആഫ്രിക്ക ഷീ ഹസ് ഗോട്ട് ദ വേൾഡ് റെക്കോർഡ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് ടെസ്റ്റിൽ കിട്ടുന്ന വേൾഡ് റെക്കോർഡ് കിട്ടിയ ഷീസ് അവർ പാർട്ട്ണർ ആസ് വെൽ. And I've got an opportunity to meet her. We went again in Hyderabad. We met her. She was having a tournament there in Hyderabad. We went and met her in Hyderabad, explained the project. She was kind of, really keen to associate with the project. She said, I really want to be the project. ഇതിപ്പോ ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, അത്ലീറ്റ്സിനൊക്കെ നല്ല മെച്ചം കിട്ടുന്ന ഒരു സാധനമായിരിക്കും? അല്ലല്ല, ഇത് കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്യുന്ന സാധനം. എന്ന് പറഞ്ഞാല് ഞാൻ ഈ ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആണെങ്കിലൊക്കെ ഇവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടുന്നു ഉറപ്പിച്ച് പറയാൻ കാരണം എന്താ അറിയോ? If you're a cricket player, if you're a badminton player, right? You'll have to have a badminton community around you, right? To see a badminton community growing like anything, everybody like badminton, and people are, professionally malaatha aalkarokke badminton kalikkum. Building a community is always beautiful, right? Yes. In a particular game, if you are a player, you definitely want to bring such community. Angane undakkan ishtamundavum. Appo the project that I'm talking about, ee project vannu kayinal nalla എക്സ്പീരിയൻഷ്യൽ ആയിട്ട് ഇപ്പം നമ്മൾ ഇതൊരു സ്പോർട്സ് എക്സ്പീരിയൻഷ്യൽ എക്കോസിസ്റ്റം ആണ് ബിൽഡ് ചെയ്യുന്നത്. ഇതിൽ ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ അറിയാതെ ഈ പ്രോജക്റ്റുമായി അസോസിയേറ്റ് ആവുന്ന രീതിയിൽ അവരിങ്ങനെ ഇവോൾവ് ചെയ്തിട്ട് ഒരു ബാഡ്മിൻ്റൻ്റെയും ക്രിക്കറ്റിൻ്റെയും പിന്നെ ഫുട്ബോളിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ആവണ ഒരു എക്സ്പീരിയൻഷ്യൽ സാധനമാണ്. ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. അപ്പോൾ ആൾക്കാർക്ക് ഇത് പ്ലേയേഴ്സിന് അത് ഇഷ്ടപ്പെടുന്നു എനിക്ക് ഉറപ്പാണ്. അപ്പം ഇതിൽ സ്നേഹറാണിനെ പോയി മീറ്റ് ചെയ്തിട്ട് ഷീസ് ബിക്കം എ വെരി ക്ലോസ് ഫ്രണ്ട്. ഇവരൊക്കെ പിന്നെ നേരിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി, നമ്മൾ കാണുന്ന പോലെ അങ്ങനെ വലിയ സ്റ്റാറുകളെ പോലെ ഒന്നുമില്ല. സ്നേഹറാണ ഇസ് എ വെരി ക്ലോസ് ഫ്രണ്ട്. Kind of we are in touch with almost every week. We have some sort of discussion all the time. And ഈ വേൾഡ് റെക്കോർഡ് കിട്ടിയ സമയത്ത് പിന്നെ I was in Chennai and we met and we had a coffee together. She's kind of a very dear friend. She's a very dear friend. And ഇങ്ങനത്തെ ആൾക്കാർക്കുള്ള പ്രോജക്റ്റ് it actually takes time. ആൾക്കാർക്ക് എപ്പോഴും തിരക്കണോ പുറത്തുള്ള എന്താ നടക്കാത്ത എന്നാൽ വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഒരു അപ്പുറത്തൊരു കടയെടുത്തിട്ട് തുറക്കുന്ന പരിപാടി ഉള്ളത്. വി ആർ ടോക്കിംഗ് അബൌട്ട് വേൾഡ് ക്ലാസ് പ്രോജക്റ്റ് അസോസിയേറ്റഡ് വിത്ത് വേൾഡ് ക്ലാസ് പേഴ്സണാലിറ്റീസ്. അത്രയും പിന്നെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സിനെ വെച്ചിട്ടുള്ള പ്രോജക്റ്റ് പറഞ്ഞത്. ഇറ്റ് ഈസ് ആക്ച്വലി ടേക്കിംഗ് ടൈം. ഇപ്പോൾ സഞ്ജു വീണ്ടും ഇപ്പോൾ ബിസിയായി ഇപ്പം അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഐ ഹവ് ഡിസൈഡഡ് ലെറ്റ് ഇറ്റ് ടേക്ക് സം മോർ ടൈം. ദാറ്റ്സ് ഓക്കെ. We've signed with everybody, right? We have kind of a partnership agreement എല്ലാവരും സൈൻ ചെയ്തു. And everything is kind of in our hand. Now we need to have കാരണം പ്രശ്നം എന്താ ഉള്ളത് അറിയോ? When Sanju Samson is busy, when Sanju Samson is not busy, Saina Nehwal is going to be busy. When Sanju Samson and Saina Nehwal is going to be free, Pranoy is going to be busy. Pranoy ഇവരൊക്കെ ഫ്രീ ആണ് സമയത്ത് സ്നേഹറാണ is going to be busy. So we have this prominent personalities involved in this project. So we need to have that patience to wait for that, their time. Their time is very important, right? We need to have their time. അവരുടെ ടൈം കിട്ടുമ്പോൾ നമ്മൾ അനൗൺസ് ചെയ്യും, അത്രേ ഉള്ളൂ. അതിൽ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ തിരക്കൂട്ടണ്ട, നമ്മളെല്ലാം എത്രയും കാലം സൈൻ ചെയ്തത് നമ്മൾ തന്നെ നടത്തിക്കൊണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറയാറില്ല. മീറ്റിന് ഒരു ചാൻസ് കിട്ടി. MS ധോണിന്റെ പാർട്ട്ണർ ഉണ്ട്, പിന്നെ അരുൺ പാണ്ഡെ. അരുൺ പാണ്ഡെ ഈസ് the one actually handling all his business. MS ധോണിന്റെ പിന്നെ അവർക്ക് എന്താണ് അതിന്റെ പേര്, Sevens by MS ധോണി പറഞ്ഞൊരു അത്ലീഷർ ബ്രാൻഡ് ഉണ്ട്. And he's got a gym. ഒരു ജിമ്മിന്റെ ബ്രാൻഡ് ഉണ്ട് MS ധോണിന്റെ. ആൻഡ് മൂവി MS ധോണി വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ അരുൺ പാണ്ഡെ. So they're like very close friends, and he's kind of managing all his businesses. And I wanted to have their company is called Rithi Sports എന്ന കമ്പനി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പിന്നെ സ്പോർട്സ് എക്സ്പീരിയൻഷ്യൽ സാധനങ്ങൾ ചെയ്യണ പിന്നെ പ്ലേയേഴ്സിനൊക്കെ ഹാൻഡിൽ ചെയ്യണ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ് റിത്തി സ്പോർട്സ് എന്നാൽ. ധോണിനൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത്, രവീന്ദ്ര ജഡേജനെ ഹാൻഡിൽ ചെയ്തിരുന്നത്, സൈന നെഹ്വാളിനെ ഹാൻഡിൽ ചെയ്തത്, ഇവരൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ധോണീൻ്റെ ബിസിനസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്ന കമ്പനി. അപ്പോൾ ഇവരെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ ഇഫ്
get an opportunity to have a joint venture with a company. ഞാൻ വിചാരിച്ചു that's going to be beautiful. അടിപൊളിയല്ലേ? അപ്പോൾ അടിപൊളിയാവില്ലേ എന്ന് വിചാരിച്ചു. And we've got an opportunity. I've got an opportunity to meet Arun Pandey. He was there, we somehow arranged a meeting with him and കുറച്ച് 5 മിനിറ്റ് തരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. And പെട്ടെന്ന് ഓടിപ്പോയിട്ട് സർ ഷെജിൻ ഇങ്ങനെ പറഞ്ഞില്ല ഇതാണെന്ന് പറഞ്ഞിട്ട് we've introduced each other and we said I've got a project to discuss with you if you've got some time, can I explain my project? പറഞ്ഞോളുന്നുണ്ട്. കൂൾ ആയിട്ടുള്ള ഒരാൾ. He was a cricket player himself, he was a Ranji player. Dhoni and Dhoni and Arun Pandey played together for a very long time. He was a very good player. Indian teamilokke ethan സാധ്യതയുണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. Now he's an entrepreneur taking care of all Dhoni's businesses and everything. അപ്പോൾ കാണാൻ ചാൻസ് കിട്ടി. And കിട്ടിയപ്പോൾ തന്നെ അധികം ടൈമും വേസ്റ്റ് ചെയ്യാനില്ല. ഇവരെ പോലത്തെ ആൾക്കാരല്ലേ, they've got no time, right? I've taken my laptop and I've started explaining everything and I said ഇങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യണം, ഇവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു. And by the time I finished, he kind of said, I've got another flight to catch now. He said, I've got another flight to catch now, but so far I've pretty impressed with the project what you've talked about now. And you will have to come back again for another meeting and we'll explain again. I think it's quite interesting. Hopefully we'll do it together. He hasn't given a confirmation or something. I said he's given another meeting, follow-up meeting in the next week. Come back to Delhi again. Taj Delhi. Come back next week, and next week we went again and met him, explained the project. He shook hand with me and saying that okay, we're going to be doing that joint venture together. നമുക്ക് joint venture ചെയ്യാം. And we've signed joint venture. അപ്പം ഞാൻ പറയുന്നത് if you can actually manifest it, you can actually do it. അത് ഉള്ളത് തന്നെയാണോ മാനിഫെസ്റ്റേഷൻ? 100% തന്നെ 100%. If you can manifest it, if from today if you see something happen in your life, if you can visualize that every single day, you will definitely be there. എനിക്ക് അതിൻ്റെ ഒരു ഗ്ലിംസ് കുറച്ച് കിട്ടിയിട്ടുണ്ട്. മാനിഫെസ്റ്റേഷൻ നമ്മളിങ്ങനെ അതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെ പറ്റി റിസർച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലിങ്ങനെ പ്രോഗ്രസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതിൽ പക്ഷെ നമ്മൾ ടൂ മച്ച് നമ്മളിലല്ലേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ വരുന്നുണ്ട് അത്. ഇപ്പോൾ എനിക്ക് നമ്മളെ ഫോക്കസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളിലാണ് ഫോക്കസ് ആ ഐഡിയ, നമ്മളെ ഐഡിയ വിഷൻ അത് നടക്കുക എന്നുള്ളതിൽ ബാക്കിയുള്ള പുറം ലോകമായിട്ടുള്ള ഈവൻ റിലേഷൻഷിപ്പിലൊക്കെ ആയിട്ടുള്ള ശരിക്കും ആ ബന്ധങ്ങളെയൊക്കെ ബാധിക്കുന്ന രീതിയിലൊക്കെ പോയിട്ടുണ്ട്. ആണോ? പക്ഷെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാനിഫെസ്റ്റേഷൻസ്, റൈറ്റ്? റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, if you want to have a relationship with somebody and if you can really visualize that connection every single day, visualize ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ you can really have a connection with that person. പറ്റും. അത് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട്. പിന്നെ നമ്മളെ പേഴ്സണൽ ലൈഫിനെ ബേസ് ചെയ്തിട്ട് ഇഫ് നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എത്തണം എന്ന് ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ആകണം എന്ന് ആഗ്രഹമുണ്ട്, ഇഫ് യു ക്യാൻ ആക്ച്വലി വിഷ്വലൈസ് ഇറ്റ്. ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഇപ്പോൾ എനിക്ക് പറയുന്നത് പിന്നെ നീ നല്ലോണം റീഡ് ചെയ്യുന്ന ആളാന്ന് എനിക്കറിയാം, അത്യാവശ്യം റീഡ് ചെയ്യണമെന്ന് എന്തായാലും അറിയാം. ഞാനും അത്യാവശ്യം വായിക്കണം, ഞാനും ഭയങ്കര റീഡൊന്നുമില്ല, അങ്ങനെ ഒറേഷ്യസ് റീഡൊന്നുമല്ല. എനിക്ക് വേണ്ട സാധനം കുറച്ചൊക്കെ അത്ര തന്നെ ഉള്ളൂ ഞാനും റീഡിങ്, അങ്ങനെ തന്നെ റീഡിങ്ങില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ പറയുന്നതല്ല എൻ്റെ പെർസ്പെക്റ്റീവ്സ് ആണ്, അത് റെഡി ആണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എൻ്റെ പെർസ്പെക്റ്റീവാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ പിന്നെ ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? മാനിഫെസ്റ്റേഷനിൽ നമ്മളുടെ പേഴ്സണലി ഇപ്പം നമുക്കൊരു സാധനം ആവണമെന്നുണ്ടെങ്കിലേ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു ഹാവ് എ ഡീപ്പർ സെൻസ്. ഇൻ ദ സെൻസ് വെറുതെ നമ്മൾ ഇങ്ങനെ അത് കണ്ടിട്ട് കാര്യമില്ല. എവറിത്തിങ് ഹാസ് ടു ബി കണക്റ്റഡ്. നമ്മളെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം, നമ്മൾ മെന്റലി അതിനെ നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റണം, നമ്മൾ ഉള്ളിലേക്ക് അതേപോലെ എടുക്കാൻ പറ്റണം. അല്ലാതെ അല്ലാതെ ജസ്റ്റ് നമ്മളെ മനസ്സിനെ ട്രിക്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. വെറുതെ ഞാനിങ്ങനെ വലിയൊരാളാവാൻ പോവാണ്, ഞാൻ ഇത് ചെയ്യാൻ പോവാ, അങ്ങനെയല്ല വേണ്ടത്. ഇറ്റ് നീഡ്സ് ടു ഹാവ് എ ഡീപ്പർ കണക്ഷൻ. നമ്മളുടെ സോളിനായിട്ട് കണക്റ്റഡ് ആവണം. യു നീഡ് ടു ഹാവ് അത് നമ്മളെ മീനിങ്ഫുൾ ആയിട്ടുള്ള സാധനം. നമ്മളെ ബോഡി അത് ബിലീവ് ചെയ്യണം, നമ്മളെ മനസ്സത് ബിലീവ് ചെയ്യണം. ആ സാധനമാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പം ആരോ എന്തോ പറഞ്ഞു ഐ നീഡ് ടു ബി ദാറ്റ്, ലെറ്റ്സ് വിഷ്വലൈസ് ഇറ്റ് എന്നിട്ട് നമ്മൾ സിനിമ കാണുന്ന പോലെ കണ്ണടിച്ചിരുന്ന് കണ്ടിട്ട് കാര്യമില്ല. ദാറ്റ്സ് നോട്ട് വിഷ്വലൈസേഷൻ. യു നീഡ് ടു ഹാവ് എ ഡീപ്പർ കണക്ഷൻ ഫ്രം വിത്തിൻ. You see that, you visualize it, you connect everything, every dot you connect it, and you can believe, your mind can believe it, your soul can believe it. If you can have that, the interconnection with whatever you're manifesting, then that is going to happen. I mean, I do so many things with manifestation, to be very honest. A lot of things, sitting with, Arun Pandey and signing that joint venture together. I've actually seen that many times before. Actually, I signed that, joint venture with him.
I visualized it. I've seen exactly the same way that has actually happened. അങ്ങനെ തന്നെയാണ് കണ്ടത്. ആ ഓഫീസ് എനിക്കറിയാം. And his office, I've seen it. Video call ഒക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ഓഫീസ്. And I've always visualized that, I'm going to be signing the joint venture. I'm going to be signing the joint venture. We'll be taking a photograph there. And that badges and everything that I see in the backdrop of that office, that is going to be there in the photograph. We're going to be sitting, I'm going to be standing in the left side. He's going to be standing the right side. I see that I visualize that multiple times before I actually signed it. അപ്പോൾ ഇത് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് നമ്മളിങ്ങനെ പോകുമ്പോൾ ശരിക്കും അത് ചെയ്യേണ്ടതായിട്ടുള്ള ആക്ഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ടാവില്ലേ? അത് നടക്കേണ്ടതായിട്ടുള്ള. I am very weak in actually meditation. ഞാൻ ഭയങ്കര വീക്കാണ്. I could never do a meditation. My coaching friend, my coaching partner Hashir is actually really good at. He's a voracious reader. He's got deep knowledge about so many things, much better knowledge than me about so many things, because his research and reading and everything is much deeper than me. He always meditate. At least half an hour to 1 hour every single day. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി manifestation is going to be much easier for them. They can actually focus. എനിക്ക് സത്യം, to be very honest, I've always tried meditating, but I could never do it. One reason, നമ്മളൊക്കെ പ്ലേയേഴ്സ് ആയതുകൊണ്ട്, നമ്മൾ കളിച്ച് വളർന്നതായതുകൊണ്ട് വെറുതെ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. എന്നാൽ മെഡിറ്റേറ്റിംഗ് ഫോർ an hour, it's like wasting my 1 hour time. അല്ല, 1 മണിക്കൂർ പോവല്ലേ എന്നൊക്കെയാണ് ചിന്തിക്കുക. ഞാനങ്ങനെ ചിന്തിക്കുക. നേരെ എന്താ വെച്ചാൽ രാവിലെ വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകാം, അല്ലെങ്കിൽ ഗോ ഫോർ എ റൗണ്ട് ഓഫ് റൺ, ഗോ ഫോർ എ ജോഗിങ്, അല്ലെങ്കിൽ ഗോ ടു ജിം ആൻഡ് വർക്ക് ഔട്ട് ഫോർ an hour. അതൊക്കെ that all makes sense to me. But sitting idle for an hour and meditating, it does not make actually sense to me. Actually, in career that makes sense. But for some reason, I can't really connect. Hashir has been pushing me to do the meditation for the past. I think. വേറെ കുറെ ആൾക്കാർ പിന്നോട് വാ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ എനർജൈസ് ആകുമ്പോൾ പറയൂ, നമുക്ക് വെറുതെ 1 മണിക്കൂർ റൂമിൽ വെറുതെ ഇരുന്നാൽ പോരെന്ന് ചോദിക്കും. അങ്ങനത്തെ കംഫർട്ട് സോൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ദിൽഷൻ. He's a very close friend. He's a very good entrepreneur. Solar businessലാണ്. He's a very passionate entrepreneur. ഭയങ്കര അടിപൊളി ഇൻഡസ്ട്രിയിലുള്ള ഭയങ്കര വിഷനുള്ള ഡീപ്പർ പേർപ്പസ് ഉള്ള ഒരു അടിപൊളി entrepreneur ആണ്. And he has got a cousin. Her name is Neetu. അവള് കുറച്ചും കൂടി ഒരു എന്താ പറയാ, സോളിനെ തെരഞ്ഞെടുക്കുന്ന ഒരാളാ എന്ന് പറഞ്ഞാല്. അതെ. അപ്പൊ ഷീസ് ആക്ച്വലി ലിവിംഗ് ഇൻ US. ഷീസ് എ US citizen. She's living in the US, and she comes once in a while to India, and she spent almost all her time ഹിമാലയാസിന്റെ മുകളിലും അവിടെയും ഇവിടെയൊക്കെ. ഗുഡ് വൈബ്സ്. അങ്ങനത്തെ ഒരാളാ. ആൻഡ് ഒരു ദിവസം ദിൽഷൻ വിളിച്ചു, എടാ നീ ഓഫീസിലുണ്ടോ എന്ന് ചോദിച്ചോട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഓഫീസിൽ ഇറങ്ങാൻ നിൽക്കും, ഒരു 8 മണിയായിട്ട് രാത്രി ഇറങ്ങാൻ നിൽക്കുന്നു. നിനക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ എം കമ്മിങ് അലോങ് വിത്ത് വൺ ഓഫ് മൈ കസിൻ, ആൻഡ് വി ഗോണ ഹാവ് എ കോൺവെർസേഷൻ, യു ആർ ഗോയിങ് ടു ലവ് ഇറ്റ്. ഇഫ് യു ഹവ് ഗോട്ട് സം ടൈം ജസ്റ്റ് ബി ദെയർ. ഞാൻ പറഞ്ഞു, ഓക്കെ നിങ്ങൾ ഇപ്പം എത്താണ്, പിന്നെ ഞാൻ വീട്ടിലൊന്നും കയറിയില്ലടാ. ഓക്കെ, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ വീട്ടിൽ പോകാം, നിങ്ങൾ എത്തുമ്പോൾ ഞാൻ തിരിച്ചെത്താറുണ്ട്. Then I came back to office, and they both came to my office, and we've started some conversation about സംതിങ്. പിന്നെ ലോകവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറേ സാധനങ്ങൾ ഇവർ സംസാരിക്കും. കാരണം ഷീസ് ആക്ച്വലി സെർച്ചിങ് ഫോർ എ സോൾ, ആൻഡ് ഷീസ് ബീൻ ട്രാവലിംഗ് ടു ഡിഫറെന്റ് പ്ലേസസ്. She actually met a lot of sadhus. Even in the US she has got ഒരു മെന്റർ പോലുള്ള ഒരാൾ പറഞ്ഞാൽ ഒരു ഇന്ത്യൻ സാധു. ഷീസ് ഒരു ഡീപ് സെർച്ചിലാണല്ലോ അവര്. എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീ വാസ് വർക്കിംഗ് വിത്ത് മെക്കിൻസി, ലോകത്തെ തന്നെ ഏറ്റവും ബെസ്റ്റ് കൺസൾട്ടിങ് ഫേമിൽ വർക്ക് ചെയ്യുന്നത്. ഷീ വാസ് എ ഹൈ പെയ്ഡ് എക്സിക്യൂട്ടീവ്, എന്തോ അതിൽ സ്ട്രാറ്റജിക് കൺസൾട്ടിങ്ങിൽ എന്തോ വർക്ക് ചെയ്യുന്നത്. ഷീ വാസ് എ ഹൈ പെയ്ഡ് എംപ്ലോയി ഇൻ മെക്കൻസി ഇൻ ദി US. അത് മടുത്തിട്ട് ഷീസ് ഗിവൻ അപ്പ് എവറിത്തിങ്, ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ട്രാവലിംഗ് ടു ഡിഫറെന്റ് പ്ലേസസ് ആൻഡ് സെർച്ചിങ് ഫോർ എ സോൾ. അങ്ങനത്തെ ഒരാളാട്ടോ. അപ്പോൾ യു നോ വാട്ട് ഐ ആം ടോക്കിംഗ് അബൌട്ട്. എങ്ങനത്തെ അവരുടെ ഡിസ്കഷൻ എന്താ ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ വി സ്റ്റാർട്ടഡ് ഡിസ്കസിങ്, ആൻഡ് ഓഫീസ് കുറേ ഒരു 12 ആയപ്പോൾ ഞങ്ങൾ വി ലെഫ്റ്റ് ഓഫീസ്. 12 ഇനിയിപ്പോൾ എന്താ ഓഫീസിൽ ഇങ്ങനെ കുറേ നേരം മതിയായി. ആൻഡ് ദെൻ വി വെന്റ് ടു കാലിക്കറ്റ് ബീച്ച്, ആൻഡ് വി വെന്റ് ടു കട്ലാസ് കഫേ പോയി. അവിടെയുള്ള കഫേ ഉണ്ടല്ലോ, കട്ലാസ് കഫേ പോയി. വി സാറ്റ് ദർ. കുറച്ചും കൂടി സമയമായിരുന്നു, കാരണം ഒരു 1-1.5 വരെ അവിടെ തുറന്നു. പിന്നെ ഒരു പറഞ്ഞാൽ അടക്കാനായി പറഞ്ഞപ്പോൾ അവിടുന്ന് പോന്നു. ദെൻ വി വെന്റ് ടു കാലിക്കറ്റ് ബീച്ച്, ആൻഡ് വി സാറ്റ് ദർ. വി ഹാഡ് എ ലോട്ട് ഓഫ് ഡിസ്കഷൻസ്. ആൻഡ് നീതു സെറ്റ് ടു മീ, നീതുവിനോട് പറഞ്ഞു, ഷെജിൻ നിനക്ക് എന്താ പറഞ്ഞ കറക്റ്റ് ലിറ്ററൽ വേർഡ് എനിക്ക് ഓർമ്മയില്ല. ഇഫ് യു മെഡിറ്റേറ്റഡ്, നിനക്ക് വേറെ ഡീപ്പർ ലെവലിലേക്ക് പോകാൻ പറ്റും. ആൻഡ് ഐ ക്യാൻ റിയലി മേക്ക് ഔട്ട് ദാറ്റ്. ഐ ക്യാൻ ഗിവ് എ ബുക്ക്. എന്നിട്ട് ആരുടെ ബുക്കാണ് തന്നറിയോ? പിന്നെ എന്ത് മഹർഷിയ
she gave me a book. And she said, it's a very small book. She said, just read that book and you will understand what I'm talking about. If you actually meditate, കുറേ നല്ല കാര്യങ്ങൾ ഉണ്ടാവും. എന്തോ നിനക്ക് എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു. അതെന്താ എനിക്ക് ഓർമ്മയില്ല. കാരണം ഷീ സെഡ് സംതിങ് ഇൻ ഹെർ ഓൺ ലാംഗ്വേജിൽ, എന്നാൽ അതിൻ്റെ ഒരു അവരുടെ മെഡിറ്റേഷൻ്റെ ഒക്കെ ലാംഗ്വേജിൽ എന്തോ പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു ഓക്കെ എന്നാൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ഡേ ഇൻ ദ ഈവനിങ് നീതു കോൾ മീ, പറഞ്ഞു എടാ നാളെ ഷീസ് ബിക്കം വെരി ക്ലോസ് വിത്തിൻ കപ്പിൾ ഓഫ് ഡേയ്സ്. ഷീസ് ബിക്കം വെരി ക്ലോസ് ബിക്കോസ് ദാറ്റ് സോർട്ട് ഓഫ് കോൺവെർസേഷൻ വി വർ. ഐ മീൻ എനിക്ക് തോന്നുന്നു ഒരു 5-6 മണിക്കൂറൊക്കെ സംസാരിച്ചു. അപ്പോൾ വി ഹാഡ് സച്ച് ഡീപ്പ് ലെവൽ കോൺവെർസേഷൻ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എന്നെ വിളിച്ചിട്ട് പറയാണ് ലെറ്റ്സ് മെഡിറ്റേറ്റ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുക? നമുക്ക് വി ക്യാൻ ടുഗെദർ ഡു ഇറ്റ്. ഐ വിൽ ടീച്ച് യു ഹൗ ടു ഡു ഇറ്റ്, ഡോണ്ട് വറി അബൌട്ട്. ഞാൻ പറഞ്ഞു ഐ വോണ്ട് ഗെറ്റ് ദാറ്റ് ഫോക്കസ്. ഞാൻ ഐ ട്രൈഡ് മെനി ടൈംസ് ബട്ട് ഓൾവേസ് ഫെയിൽഡ്. ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞ പ്രശ്നമാക്കണ്ട, ഈ വാ, ഞാനുണ്ടാവും, ദിൽഷനുണ്ടാവും, നിന്റെ വൈഫ് താല്പര്യം ഉണ്ടോ അതിനെന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചു, ഫെമിൻ്റെ വൈഫിനോട് ചോദിച്ചു ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാണ്ട് നീ പോരണോന്ന് ചോദിച്ചു. അതെങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ വേണമെങ്കിൽ പോരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഷീ സെഡ് early in the morning 5 o'clock we need to be in the Calicut beach and before that you need to make sure that you actually take bath. കുളിച്ച് ഫ്രഷ് ആയിട്ട് we all should be there in Calicut beach and we'll go to a place, we'll figure out a nice place and we all sit there and we'll meditate. അങ്ങനെ ഞങ്ങൾ ചെന്നു. പിന്നെ ഞാനും വൈഫും ചെന്നു, ദിൽഷനും പിന്നെ നീതുമൊക്കെ വന്നു. ഞങ്ങൾ പോയിട്ട് we started meditating. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. ബ്രീത്ത് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഇതിൽ ഫോക്കസ് ചെയ്യും. ഒരു മ്യൂസിക് പ്ലേ ചെയ്തു, ഒരു ഭയങ്കര പിന്നെ അതിന്റെ മ്യൂസിക് ഇല്ല, പ്ലേ ചെയ്തു. എനിക്ക് കണക്ട് ആവുന്നില്ല, നോ വേ. ലൈക്ക് ഐ ട്രൈഡ് റിയലി ഹാർഡ്. ഇപ്രാവശ്യം എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലും അത് കിട്ടണം എന്നുള്ള രീതിയിൽ ഐ റിയലി ട്രൈഡ് റിയലി ഹാർഡ്. ഞാൻ അത് അടക്കുമ്പോൾ തന്നെ ഐ ഗോട്ട് ഇങ്ങനത്തെ കുറേ ഡിസ്ട്രാക്ഷൻസ്. ഇതെന്താ അതെന്താ മൊബൈൽ അവിടെ എന്താ, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ. അപ്പോൾ അവസാനം ഞാൻ കുറേ നേരമൊക്കെ കണ്ണടച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ കണ്ണ് തുറന്നപ്പോൾ ദിൽഷനുണ്ട് അവിടെ ബീച്ചിൽ നിന്ന് പാട്ടൊക്കെ പാടുന്നു അപ്പുറത്ത്. അപ്പോൾ ഞാനും എല്ലാം നടന്നു. ഒച്ചുണ്ടാക്കാൻ പാടില്ല, ഇവർ മെഡിറ്റേറ്റ് ചെയ്യില്ല. വൈഫും എൻ്റെ വൈഫും മെഡിറ്റേറ്റ് ഉണ്ട്, നീതും മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മെല്ലെ നീച്ച് അവിടെ പോയിട്ട് കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയിരുന്നു. ഇവരൊരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ് വന്നു. അപ്പോൾ മെഡിറ്റേഷൻ നെവർ റിയലി വർക്ക് ഫോർ മീ. എനിക്കെന്താ അറിയില്ല, ചിലപ്പോൾ എനിക്ക് പിന്നെ ഇന്റൻഷനലി ഐ എം ആക്ച്വലി നോട്ട് ട്രൈങ് ടു എന്താ പറയുക ഡീപ്പ് ഡൈവ് ചെയ്യാൻ നോക്കുന്നില്ല. അതുകൊണ്ടാ തോന്നുന്നുണ്ട്. കാരണം എനിക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട്. നോക്കിയിട്ടുണ്ടോ? ഞാൻ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്, ഇരുന്ന് നോക്കിയിട്ടുണ്ട്. ചിന്തകൾ വല്ലാതെ വരുമല്ലോ, പ്രശ്നം. ചിന്ത ഇങ്ങനെ വരും. പിന്നെ ചിന്തകൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ ചിന്ത വരുന്നുണ്ട്, പ്രശ്നമില്ല എന്നിട്ട് മെല്ലെ. പിന്നീട് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാൻ കുറെ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് വന്നിട്ടില്ല. എനിക്ക് തോന്നണേ നമുക്ക് ഒന്നാമത് ഈ ചിലപ്പോൾ എനിക്ക് തോന്നല എപ്പോഴേ നമ്മളൊക്കെ ഈ കുറച്ചും കൂടിയൊക്കെ സ്പോർട്സ് ആൻഡ് ഗെയിംസിലൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് ഒന്നും ആവില്ലട്ടോ. അങ്ങനത്തെ ആൾക്കാർക്ക് ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ടാവും. ഞാൻ പറയണത് ഒരു പിന്നെ ഇത് റെസ്റ്റ്ലെസ്നെസ് എന്നാല് വെറുതെ ഇരിക്കാന്നൊക്കെ തോന്നില്ലേ, പറഞ്ഞാല് വെറുതെ ടൈം കളയാ, എന്താ അതുകൊണ്ട് കാര്യം എന്നൊക്കെ തോന്നണേ. എനിക്ക് അങ്ങനെ ഉണ്ട്. എന്നാൽ എന്തിനാ എന്താ അതുകൊണ്ട് കാര്യം എന്നില്ല. എത്ര പറഞ്ഞ ഞാൻ ഐ നോ ദാറ്റ് എനിക്കറിയാം ഫോർ എ ഫാക്ട് ദാറ്റ് it's actually very important to meditate. If you meditate you get a lot of focus into whatever things you do. അതെനിക്കറിയാം, ഫോക്കസ് കിട്ടും, എല്ലാത്തിലും നല്ല ഫോക്കസ് കിട്ടും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അതുകൊണ്ട് ഓൾമോസ്റ്റ് ഐ ഹാവ് ഗിവൻ അപ്പ്. ഹാഷിർ പുഷ് ചെയ്തുകൊണ്ടേ നിൽക്കുന്നുണ്ട്. പുഷ് ചെയ്യാന്ന് പറഞ്ഞാല് നല്ലതാണ് എന്താണ് മാനിഫെസ്റ്റേഷന്റെ അതിനൊക്കെ ഒരു കുറച്ചും കൂടി ഒരു ഡീപ്പ് ലെവൽ കണക്ഷൻ വരും. ചിലപ്പോൾ കുറച്ചും കൂടി ഡീപ്പാവും. എന്നോട് റംസിയാണ് ഫസ്റ്റ് പറയണേ മാനിഫെസ്റ്റേഷന്. റംസി ചെയ്യോ? റംസി ട്രൈ ചെയ്തിരുന്നു. ആണോ? അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ പക്ഷെ എനിക്ക് അതിൻ്റെ ഒരു ഗ്ലിംപ്സ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. മാനിഫെസ്റ്റേഷൻ ആണ് എനിക്ക് ഓൾവേസ് വർക്ക്ഡ്. എൻ്റെ കേസിലായി ഇറ്റ്സ് ഓൾവേസ് വർക്ക്ഡ്. I've manifested Richard Koch is going to be replying to my email. I've manifested Sanju Samson is going to be signing with me. I've manifested
Simon Nebol is going to be signed. ഈ മാനിഫെസ്റ്റേഷനിൽ ഏതെങ്കിലും ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് നടക്കാതെയും പോലുണ്ടോ? ഉണ്ട് കേട്ടോ. അല്ലാതെ നമ്മളങ്ങനെ അതാണ് എല്ലാം പറയുമ്പോൾ അങ്ങനെയല്ല. പക്ഷെ ഞാൻ എപ്പോഴും നോക്കിയിട്ടുള്ളത് നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളില്ലേ, അത് നടക്കലുണ്ട് മിക്കവാറും. ചില കാര്യങ്ങൾ നമുക്ക് അത്രയും അത് ശരിക്കും ഉറപ്പായിട്ട് നടക്കുമെന്ന് തോന്നുമല്ലോ ചിലപ്പോൾ നമുക്ക് ഓരെ കുറിച്ച് അറിയാം, അപ്പം അത് നടക്കുമെന്ന് തോന്നുന്ന സാധനങ്ങളില്ലേ, അപ്പം അത് നടക്കലുണ്ട്. ചില കേസിലൊക്കെ നമുക്ക് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. ചില കേസിൽ നമുക്ക് പിന്നെ ചിലപ്പോൾ നമുക്ക് തന്നെ ഡൗട്ട് ചിലപ്പോൾ ഉണ്ടാവും. എന്നാലും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും ചെറിയ രീതിയിലൊക്കെ. പക്ഷെ അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും ദാറ്റ് ഈസ് വെരി ഭയങ്കര ലൂസായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ. മറ്റത് നടക്കും മിക്കവാറും. കാരണം ഒന്നാമത് എന്താ അറിയോ, വെൻ യു ആക്ച്വലി മാനിഫെസ്റ്റ് ഇറ്റ് യുവർ ബോഡി സപ്പോർട്ട്സ്. കാരണം യു മാനിഫെസ്റ്റഡ് ദാറ്റ് ഈസ് ഹാപ്പനിങ്, യു സീൻ ദാറ്റ് ഈസ് ഹാപ്പനിങ്. When you actually ഒരു സാധനം നടക്കുന്നു വിചാരിച്ചിട്ട് when you are trying to do that, your body actually supports. സത്യം നമ്മളെ ബോഡി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബോഡി ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ബോഡി സപ്പോർട്ട്സ്. ആ ബോഡി മാത്രമല്ല, നമ്മളെ എൻറ്റയർ മൈൻഡ് സെറ്റ് എവറിത്തിങ് സപ്പോർട്ട്സ് ദാറ്റ്. അത് നടക്കണ പോലെ നമുക്കത് ഓൾറെഡി നടന്നതാണെന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുക. എന്നാൽ അപ്പോൾ സൈൻ ചെയ്തല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അത് നടക്കാറുണ്ട്. ഡീപ്പർ മീനിങ് ആണ് ശരിക്കും ബിസിനസ്സിനൊക്കെ. ഇപ്പോൾ യങ്സ്റ്റേഴ്സൊക്കെ വല്ലാതെ ബിസിനസ്സിലേക്കും ഫസ്റ്റ് ഇപ്പോൾ ജോലിക്ക് പോകണമെന്നൊന്നല്ല യങ്സ്റ്റേഴ്സിന് 18 വയസ്സാകുമ്പോൾ തന്നെ എന്റർപ്രണർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നത് ഗുഡ് തിങ് ആണോ ബാഡ് തിങ് ആണോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ എങ്ങനെ വരുന്നതെന്നുള്ളത്. അതിൽ പിന്നെ എൻ്റെ ഒരു ടേക്ക് എന്താ പറയുക, അത് എത്രത്തോളം കറക്റ്റാന്ന് പറഞ്ഞാൽ, ഒന്ന് പിന്നെ നമ്മൾ സ്കൂളുകളിലും കോളേജിലും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ വളരെ കുറച്ചുള്ളൂ. നമ്മൾ എന്താണോ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് അതൊന്നല്ല നമ്മളിപ്പോൾ ചെയ്യണത്. വി ആർ ഡൂയിങ് നമ്മളുടെ അത് കഴിഞ്ഞിട്ട് ഷേപ്പ് അപ്പ് ചെയ്ത് വന്നിട്ടുള്ള നമ്മളെ തന്നെ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായില്ല കുറേ കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇഫ് യു പിന്നെ ഫീൽ ദാറ്റ് യു നീഡ് ടു സ്റ്റാർട്ട് എ ബിസിനസ് ഇൻ 18 years സമയമായപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാണ് I've got a business idea, let's do something. എനിക്ക് there's nothing wrong in it. Like നേരത്തെ തുടങ്ങിയാലുള്ള സുഖം എന്താ അറിയോ, you have the opportunity to fall as many times as you want. എത്ര വീണാലും പ്രശ്നമില്ല. You've started by 18 years of age until maybe 25-30 years of age. You can keep falling. ആ ഫോളിന്ന് ഓരോ ഫോളിന്നും the kind of experience that you've got, the kind of things that you learn, which is going to be much powerful than whatever you learn from your school, college, or wherever, whichever book you're talking about. ആ എക്സ്പീരിയൻസ് അല്ലേ ഫെയിലിയേഴ്സ് അത്ര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. 100%. ഇതൊക്കെ പറയുമ്പോൾ വലിയ വർത്താനം പറയുന്ന പോലെ പൊതുവേ തോന്നും. പക്ഷെ ഞാൻ എന്താ പറഞ്ഞറിയോ, we've all miserably failed. And whatever you've actually learned from our mistakes, it's very strong. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് I've never regret that I've taken any decision. അങ്ങനെ ചെയ്യണ്ടായെന്ന് തോന്നുന്നത് I've never had such a decision. Whatever decisions I've taken, maybe the people around me, they might feel that I've taken some wrong decision, but I never thought I've taken any wrong decision. Because ഞാനിപ്പോൾ ഒരു പിന്നെ 10 കൊല്ലം മുന്നേ ആലോചിച്ച് കഴിഞ്ഞാൽ സ്വപ്നമാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ having an association with Richard Koch, communicating with and perfecting a course, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നടക്കും എന്നുള്ളത് പിന്നെ ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ I've got an opportunity to do it. If I was still working in Dubai അല്ലെങ്കിൽ running that business in Dubai, that would be the only thing I'm doing in my life. I wouldn't be doing anything else. And I got an opportunity to actually do so many other things just because of, I've taken that decision and I've moved to India, started doing something, and definitely parayendad because I've got a business there and my partner is actually doing a wonderful job there. അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പോൾ there's no regrets. Whatever I've done is actually that was all my decisions. ആരും എന്നെ ഒന്നും പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടില്ല. Whatever I thought I've done it. എനിക്ക് ഇപ്പം ഞാൻ ആ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ഓണ്ടർപ്രണേഴ്സ് അങ്ങനെ വരട്ടെ, ദാറ്റ് ഈസ് ആക്ച്വലി എ ഗുഡ് തിങ്. ഓണ്ടർപ്രണേഴ്സ് പിന്നെ അങ്ങനെ വരുമ്പോഴുള്ളവർക്ക് ആ ഒരു 20-25 years ആകുമ്പോഴത്തേന് ദ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് വാട്ട് ദേ ഹവ് ഗോട്ട് ഇറ്റ്സ് ഗോണ ബി ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആവും. വീണ് കുറേ ജയിച്ച് തോറ്റ് ഇങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, ഇറ്റ്സ് ഗോണ ബി വെരി പവർഫുൾ. ഞാൻ ആക്ച്വലി ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. കോഴ്സ് ചെയ്യാന്നല്ല, വി ബിൽഡ് സംതിങ് കോൾഡ് ലിറ്റിൽ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടുണ്ട് ബേസ്ഡ് ഓൺ റിച്ച് ഡാഡ് പുവർ ഡാഡും തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന 2 ബുക്കിനെ ബേസ് ചെയ്തിട്ട്. ഈ 2 ബുക്കിനെ ബേസ് ചെയ്തിട്ട് I've made a program called Little Entrepreneurs.
അതിവിടെ കോഴിക്കോടൊക്കെ കുറച്ച് സ്കൂളുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബേസിക്കലി പഠിപ്പിക്കുന്നത് എന്താ അറിയോ, ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. എന്നാൽ കുട്ടികൾക്ക് പിന്നെ ആ ഒരു കോഴ്സിൽ തോൽക്കാനും ജയിക്കാനും പിന്നെ പൈസ ഉണ്ടാക്കാനും സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു എക്കോസിസ്റ്റമാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രോഗ്രാം ആൻഡ് ദാറ്റ് ഈസ് another project I've got in my pipeline. എപ്പോഴാണ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്, when I meet the right people, we're going to start. എൻ്റെ ആഗ്രഹത്തിലുള്ള സാധനമാണ് സ്റ്റാർട്ടിങ് എ സ്കൂൾ called Little Entrepreneurs. Give me parallels. ഒരു ഓണ്ടർപ്രണേഴ്സിന് വേണ്ട സോഫ്റ്റ് സ്കിൽസ് കുട്ടികൾക്ക് തുടക്കം മുതൽ തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു കാരിക്കുലം പോലത്തെ ഒരു സാധനം നമുക്കൊക്കെ മിസ്സായിട്ടുണ്ട്. കാരണം ഞാൻ പറയണെങ്കിൽ ഇപ്പം നമുക്കൊക്കെ പറയണെങ്കിലേ നമ്മളൊക്കെ ആക്ച്വലി നമ്മൾ എന്താണെന്ന് പഠിച്ചത് എത്ര വയസ്സായപ്പോഴാണ് ശരിക്ക്? ഞാൻ 30 കഴിഞ്ഞിട്ട്. എല്ലാരും അതന്നെ ഇപ്പോഴും പഠിച്ചിട്ട് അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാല് നമുക്ക് തോൽക്കാനൊക്കെ കിട്ടിയത് നമ്മളെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ. എല്ലാം കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് അപ്പോഴാണ് നമുക്കൊക്കെ തോൽക്കാൻ പറ്റണത്. അതുവരെ തോൽക്കാൻ പറ്റിയില്ല, എപ്പോഴും ജയിച്ചിട്ടേ ഉള്ളൂ. തോൽക്കുമ്പോഴൊക്കെ നമുക്ക് തോൽക്കണ സമയത്തൊക്കെ നമുക്ക് വി ഓൾവേസ് ഹാഡ് ദാറ്റ് ഫിയർ. തോൽക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ ഉള്ള സാധാരണ ഒരു റൂള് പാരന്റ്സിന്റെ അടുത്താണ്, റിലേറ്റീവ്സിന്. ഇഫ് യു ഫെയിൽ ദർ ഇസ് സംതിങ് റോങ്. തോറ്റ് കഴിഞ്ഞ പ്രശ്നം. തോൽവിനെ എങ്ങനെ എടുത്തിരുന്നു എന്നുള്ളതാണ്. തോൽവി ശരിക്കും ഭയങ്കര ഷെയിംഫുൾ ആയിരുന്നു, ഭയങ്കര എംബാരസിംഗ് ആയിരുന്നു, ഭയങ്കര മോശം പരിപാടി എന്നല്ലേ ഇപ്പൊ തോന്നുന്നുണ്ടോ? തോൽവി ഭയങ്കര മോശമാണെന്നല്ല ശരിക്കും ലൈഫിൽ ആലോചിച്ച് കഴിഞ്ഞാൽ തോറ്റിട്ടില്ല എന്ന് വിചാരിക്കാം, ഇറ്റ് നെവർ ഫെയിൽഡ് എന്ന് വിചാരിക്കാം. നമുക്ക് ഇങ്ങനെ അസ്യൂം ചെയ്യാം. സ്റ്റാർട്ടഡ് സംതിങ്, എവറിത്തിങ് വർക്ക് റിയലി വെൽ, യു സ്റ്റാർട്ടഡ് എ ബിസിനസ് ബൈ 30 years of age and you really blossomed in your business. Within next 5 years ഭയങ്കര അടിപൊളിയായി എല്ലാം. And by 45 years of age ഒരു പ്രശ്നം വന്ന് മൊത്തം തകർന്നു എന്ന് വിചാരിക്കാം. You've never have an experience of failing. This is the first time you're failing in your life. You can't really face it. നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല അത്. അത് ഫസ്റ്റ് എക്സ്പീരിയൻസ്. വെൻ യു 45 years ഇതിനെ കുറച്ച് നമ്മൾ ദാറ്റ് ഈസ് ഒരു ഏജ് ആണെന്നല്ല പറയുന്നത്. പിന്നെ നമുക്ക് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള സമയം അത്ര കൂടുതലില്ലാത്തൊരു സമയത്ത് ഇഫ് യു ആക്ച്വലി ഫെയിൽ ഇറ്റ്, യു ഡോണ്ട് ഹാവ് എൻ എക്സ്പീരിയൻസ് ഓഫ് ഫേസിങ് എ ഫെയിലിയർ. നേരെ മറിച്ച് ഒരു ആള് they've started something by 25 years or 30 years of age, they've started something, done something for few years and something worked, something did not work, they failed, again bounced back, failed, again bounced back, then did something for കുറച്ച് കാലം ചെയ്തു, then they've actually really flourish ആയി ഒരു ബിസിനസ് ആയി വന്നു. For them ഒരിക്കലുള്ള എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒരിക്കൽ തോറ്റ ഒരു പ്രശ്നമല്ല, they will definitely come back. They know how to handle that failure. Veterans എന്നൊക്കെ പറയല്ലേ. If you don't know how to manage a failure, ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ ലൈഫ്. അപ്പോൾ യു നീഡ് ടു ഹാവ് ദറ്റ് മിക്സ് ഓഫ് ഫെയിലിയർ ആൻഡ് സക്സസ്. അത് രണ്ടും കൂടി ഒരുമിച്ചുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് എപ്പോഴും യു ആർ എ കംപ്ലീറ്റ് ഓൺട്രപ്രനർ. ബിക്കോസ് ഓൺട്രപ്രനർക്ക് ഒരിക്കലും പ്രശ്നമില്ലാതിരിക്കില്ല. യു ഹാവ് അതൊരു ഇങ്ങനെ ലൂപ്പ് പോലെയാണ്. നല്ല സമയം ഡെഫിനറ്റ്ലി ആണ്. ഫെയിലേഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യും, അതിനെങ്ങനെ നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റും, ഹൗ ടു അതിനെ നമ്മൾ പിന്നെ അതിൽ ഫ്രൂട്ട് എങ്ങനെ എടുക്കും എന്നൊക്കെ ഉള്ളത്. ഫെയിലിയേഴ്സ് എന്നാണ് നമ്മളെ ഏറ്റവും ബെസ്റ്റ് സെൽഫ് പൊന്തി വരിക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ വീണിട്ട് ഭയങ്കര വലിയ ലെസൺസ് അല്ലേ കിട്ടുക. 100%. കാരണം പിന്നെ എപ്പോഴും ഈഗോനെയുള്ള ബൂസ്റ്റ് ചെയ്യുക, നമ്മൾ ടോപ്പാണ് നമ്മള്. പക്ഷെ അതെപ്പോഴും നല്ലതാ. പക്ഷെ ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോ കഴിഞ്ഞു പോകും. പറഞ്ഞാല് you've never failed a failure until 45 years of age. You've never had a failure. Then 45 years if you failed, you don't know how to manage that failure, how to face that failure. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. Failure is very important in anybody's life. Let the people fail, let the children fail, let everybody fail. In the sense, and a literal meaning അല്ല ഞാൻ പറയുന്നത്. Let them have that cushion to fail. ഇപ്പോൾ അവർക്ക് അതിന് ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മളൊക്കെ ഉണ്ട്. When they have that opportunity to fail, let them fail. early തന്നെ ഫെയിൽ ആവാണ് ഏറ്റവും നല്ലതല്ലേ. അതൊരു പഠിച്ചു വരട്ടെ. അപ്പം ഇങ്ങനെ നമ്മൾ തീയിൽ കുരുത്ത ആൾക്കാരെന്ന് അറിയില്ല, അതേപോലെ ആയി വന്നാൽ പിന്നെ ഓര് നോക്കിക്കോളും. നമ്മൾ പിന്നെ ആ ഒരു നമ്മളെല്ലാത്തിനും വേണമെന്നുള്ള സാധനം ഉണ്ടാവില്ല. മറ്റേ ഇപ്പോൾ ഡീപ്പറായിട്ട് ഇപ്പോൾ ബിസിനസ്സിനൊക്കെ മണി മേക്കിംഗ് അല്ലാതെ അതിന് ഡീപ്പറായിട്ടൊരു ഫിലോസഫിയുടെ ആവശ്യമുണ്ടോ? ഇപ്പം നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ there are 4 types of entrepreneurs. 4 ടൈപ്പ് ഓൺട്രപ്രനേഴ്സ് ഉണ്ട്. അതിൽ എപ്പോഴും പിന്നെ ഫസ്റ്റ് ടൈപ്പ് എന്ന് എപ്പോഴും പറയാം, ഒരു ഐഡൻറ്റിറ്റി ഡ്രിവൻ ആയിട്ടുള്ള ഓൺട്രപ്രനേഴ്സ് ഉണ്ട്. ഐഡൻറ്റിറ്റി അവരെ സംബന്ധിച്ചതുള്ള ഐഡൻറ്റിറ്റി മാത്രമാണ് അവർക്ക് ആവശ്യമുള്ളത്. എന്ന് പറഞ്ഞാൽ they're looking for their identity as an entrepreneur.
അല്ലെങ്കിൽ ദേ എൻജോയ് ദ പ്രോസസ്. ബിസിനസ്സുകാരനാണ്. ദേ എൻജോയ് ദ പ്രോസസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ്. ഉം. ഒരു സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ പൈസ, ഹൗ മച്ച് മണി ദേ മേക്ക് ഔട്ട് ഓഫ് ദി ബിസിനസ്, ദാറ്റ്സ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദം. അവർക്ക് ഐഡൻറ്റിറ്റി മാത്രമാണ് വേണ്ടത്. ഇങ്ങനത്തെ ഓണ്ടർപ്രണേഴ്സ് സാധാരണ ഈ ഐഡൻറ്റിറ്റി ഡ്രിവൻ എന്ന് പറഞ്ഞ ഓണ്ടർപ്രണേഴ്സ് സാധാരണ പിന്നെ ഓരോരോ സോൾ ബ്രെഡ് വിന്നേഴ്സ് ആവില്ല ഓരോ ഫാമിലിത്തെ. എന്നാൽ ഒന്നെങ്കിൽ ഒരു പിന്നെ ഒരു ഹസ്ബൻഡിനെ അല്ലെങ്കിൽ വൈഫിനെ അല്ലെങ്കിൽ പാരൻസിനെ സിബ്ലിങ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഓണ്ടർപ്രണേഴ്സ്. ഫോർ ദം മണി ഈസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു നോക്കുന്ന ഒരു പേഴ്സണൽ ഫുൾഫിൽമെൻ്റ് ഇല്ലേ, അങ്ങനത്തെ ഓണ്ടർപ്രണേഴ്സ് ഉണ്ട് ഒരു ടൈപ്പ്. ഓരോ സംബന്ധിച്ചിടത്തോളം പൈസ അല്ല ഇമ്പോർട്ടൻറ്റ്. ഈ രണ്ടാമത്തെ ടൈപ്പ് എടുക്കുകയാണെങ്കിൽ ഇൻകം ഡ്രിവൻ ഓണ്ടർപ്രണേഴ്സ്. ഇൻകം ഡ്രിവൻ ഓണ്ടർപ്രണേഴ്സ് പറഞ്ഞാൽ അവർക്ക് they want enough to cover the expenses of their family and dependents. അവരുടെ എക്സ്പെൻസ് കവർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ആവശ്യം. they usually very calculative. They know how much money they need to പിന്നെ cover their financial implication. അപ്പോൾ that is their target. The moment they hit the target, they are done. അത് മാത്രമാണ് ഒരു ആവശ്യം, അതിനുള്ള സാധനങ്ങൾ മാത്രം. ഇനി മൂന്നാമതൊരു ടൈപ്പ് ഉണ്ട്, ഫിനാൻഷ്യൽ ഫ്രീഡം ഓണ്ടർപ്രണേഴ്സ്. ഫിനാൻഷ്യൽ ഫ്രീഡം ഡ്രിവൻ ഓണ്ടർപ്രണേഴ്സ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു എൻഡ് ഗോൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരെപ്പോഴും ഓരോ ഫോക്കസ് ഉണ്ടാവുക പിന്നെ റവന്യൂ പിന്നെ ഗ്രോ ചെയ്യാനും ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോ ചെയ്യാനൊക്കെ ഉണ്ടാവാം. അതന്നെ അവർക്ക് വേണ്ടത് ഫിനാൻഷ്യൽ ഫ്രീഡമാണ് വേണ്ടത്. ഇതൊക്കെ ചെയ്യണം ബൈ ബിസിനസ്സിൻ്റെ പുറത്ത് നിന്നിട്ട് ബൈ മാനേജിങ് ദ മാനേജേഴ്സ്. ഈ പിന്നെ നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യണ മാനേജേഴ്സിനെ മാനേജ് ചെയ്തിട്ട് മാക്സിമം പിന്നെ റവന്യൂ വെൽത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പിന്നെ ഈ മൂന്നാമത്തെ ടൈപ്പിൻ്റെ ആൾക്കാർ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു ടൈപ്പ് ഉണ്ട്, ലെഗസി ഡ്രിവൻ ഓണ്ടർപ്രണേഴ്സ്. ഇവരാണ് ദേ ഹാവ് ലാർജർ ദാൻ ലൈഫ് വിഷൻസ് ആൻഡ് പർപ്പസസ്. ഓരെ സംബന്ധിച്ചിടത്തോളം ഒരു പൈസക്ക് വേണ്ടിയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. ഓരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് ഗോട്ട് എ ഡീപ്പർ പർപ്പസ്. Their focus is actually building community around this purpose and working towards fulfilling that purpose. ഒരു ഡീപ്പർ പേർപ്പസ് ഉണ്ടല്ലോ, അതിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും ഒരു ഫസ്റ്റ് ലൈൻ ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യും. അവരുടെ അലൈൻമെൻറ്റിനെ പേർപ്പസിന് വിഷനൊക്കെ അലൈൻ ചെയ്തിട്ടുള്ള ആ ഒരു പേർപ്പസിനെ അല്ലെങ്കിൽ ആ ഒരു വിഷന് വേണ്ടി വർക്ക് ചെയ്യാനുള്ള ആൾക്കാർ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ, I don't consider them as entrepreneurs. Income-driven entrepreneurs and identity-driven entrepreneurs. They're not entrepreneurs. They're like employees of their own employees. അതിങ്ങനെ ഓരോരുടെ എംപ്ലോയീസ് എന്നുള്ള രീതിയിലുള്ള സാധനമാണ്. ഐ കൺസിഡർ ദ സെക്കൻഡ് ആൻഡ് തേർഡ് ഫിനാൻഷ്യൽ ഫ്രീഡം ഡ്രിവൻ ഓണ്ടർപ്രണേഴ്സ് ആൻഡ് ലെഗസി ഡ്രിവൻ ഓണ്ടർപ്രണേഴ്സ്. ദി ആർ ദ ആക്ച്വൽ റിയൽ ഓണ്ടർപ്രണേഴ്സ്. അത് തന്നെ ഇഫ് യു ടോക്കിംഗ് അബൌട്ട് ലെഗസി ഡ്രിവൻ ഓണ്ടർപ്രണേഴ്സ്, അവരുടെ കൂടെ എപ്പോഴും നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ വി ഫീൽ എ ഡീപ്പർ സെൻസ്. എന്നാൽ ഒരു പേർപ്പസ് ഉണ്ട് ഒരു ചെയ്യുന്ന കാര്യത്തിന്. ദേ ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ജസ്റ്റ് ഫോർ ദ മണി. ദേ ഹാവ് ഗോട്ട് എ ലാർജർ വിഷൻ. വാട്ട് ദേ ഡു, ദേ ഇൻവൈറ്റ് ദ പീപ്പിൾ ടു ബി പാർട്ട് ഓഫ് ദ വിഷൻ. ഇപ്പോൾ പിന്നെ ഞാൻ ഇഫ് ഐ എം എ ലെഗസി ഡ്രിവൻ ഓണ്ടർപ്രണർ, നമ്മൾ സംസാരിച്ചു ഇപ്പോൾ ഐ ഫീൽ ദാറ്റ് യു ഷെയർ ദ സെയിം വിഷൻ ഓർ പേർപ്പസ് ഓഫ് മീ, ഐ വിൽ ഇൻവൈറ്റ് യു ടു മൈ ബിസിനസ്. ആളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പിന്നെ ദാറ്റ് ഓണ്ടർപ്രണർ ഹാസ് ഗോട്ട് എ വിഷൻ ആൻഡ് പേർപ്പസ്. ദേ നീഡ് ടു ഫുൾഫിൽ ദാറ്റ് വിഷൻ ആൻഡ് പേർപ്പസ്. അപ്പോൾ ഈ കറക്റ്റ് ആ ചോദ്യത്തിന് ഉത്തരം തന്നാൽ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓണ്ടർപ്രണേഴ്സ്, ബട്ട് ഐ ഓൾവേസ് ലവ് ദി ഓണ്ടർപ്രണേഴ്സ് ദി ആർ ലെഗസി ഡ്രിവൻ. കാരണം ദി ആർ ആക്ച്വലി ഹാവ് എ പേർപ്പസ്, ഡീപ്പർ പേർപ്പസ്. അവരുടെ പൈസക്ക് വേണ്ടി പൈസ വിൽ വർക്ക് ഫോർ ദം. ഫിനാൻഷ്യൽ ഫ്രീഡം ദേ വിൽ ഡെഫിനറ്റ്ലി ഹാവ് ഇറ്റ്. ദാറ്റ് ഈസ് സെക്കൻഡറി ഒരു ബൈ പ്രോഡക്റ്റ് പോലത്തെ സാധനമാണ്. അതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടില്ല. ഇപ്പോൾ ബിസിനസ്സിൽ എൻ്റെ ഒരു സംശയം എന്താ വെച്ചാൽ, ഇപ്പോൾ പൈസ ഉണ്ടാക്കണതാണോ ഫോക്കസ് ചെയ്യേണ്ടത് അതോ നമ്മൾ ആ ബിസിനസ് നന്നാക്കേണ്ടതാണോ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് കൊടുക്കുന്നതാണോ അതോ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതാണോ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത്. അല്ലേ, അതിൽ ഏതാ ശരി തെറ്റെന്ന് ചോദിച്ചാൽ ഇല്ല. സംതിങ് ദാറ്റ് ഈസ് റൈറ്റ് ഫോർ യു മേ നോട്ട് ബി റൈറ്റ് ഫോർ മീ. നേരെ മറിച്ച് വൈസ് വേഴ്സ എനിക്ക് തോന്നുന്നത്. കാരണം ദാറ്റ് ഈസ് യു ആസ് എ പേഴ്സൺ, യുവർ പിന്നെന്താണ് പ്രയോറിറ്റീസ് ആർ ഡിഫറെൻറ്റ്, മൈ പ്രയോറിറ്റീസ് ആർ ഡിഫറെൻറ്റ്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യുന്നത് ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. If you are a financial freedom ആണ് ആവശ്യമുള്ളത്, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഡ്രിവൻ ആയിട്ടുള്ള ആളാണെങ്കിൽ ദാറ്റ് ഈസ് യുവർ അതാണ് നമുക്ക് മോട്ടിവേഷൻ. യു മേക്ക് വെൽത്ത് ആൻഡ് റവന്യൂ ആൻഡ് ലോട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് മേക്ക് ദാറ്റ് ഫിനാൻഷ്യൽ ഫ്രീഡം, ഡു വട്ട് എവർ യു ലൈക്ക്. ദാറ്റ് ഈസ്. പക്ഷേ അതല്ലാത്ത ലെഗസി ഡ്രിവൻ ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ രത്തൻ ടാറ്റനൊക്കെ പറയുകയാണെങ്കിൽ ആളുടെയൊക്കെ ഒരു സ്പീച്ച് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു നെക്സ്റ്റ് എന്തായാലും 10-15 മിനിറ്റ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നിൽക്കും. ദാറ്റ് ഈസ് സോർട്ട് ഓഫ് ഡീപ്പ് ലെവൽ പേർപ്പസ് ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പിന്നെ രണ്ടാമത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, പിന്നെ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണോ
അതോ ഉം. പിന്നെ നല്ല നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണ് വേണ്ട, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുകയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ശരിക്ക് നല്ല പ്രൊഡക്റ്റ് ഉണ്ടായതുകൊണ്ട് ഈ കാലത്ത് നല്ല പ്രൊഡക്റ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നല്ല പ്രൊഡക്റ്റ് ഡെഫിനറ്റ്ലി വേണം. നല്ല പ്രൊഡക്റ്റ് കുറേ ആൾക്കാരുടെ അടുത്തുണ്ട്. ഈ നല്ല പ്രൊഡക്റ്റ് കൊടുക്കുന്ന ആൾക്കാരൊന്നും വലിയ ബിസിനസ് ഒന്നുമല്ല. അതിൻ്റെ ചുറ്റോട് നമുക്ക് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മാർക്കറ്റിൽ പിടിച്ചിരിക്കാൻ പറ്റുക. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മളിപ്പോൾ ഈ ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, വോട്ട് എവർ ബ്രാൻഡ് യു ടോക്കിംഗ്, ഒരു സ്പെസിഫിക് ബ്രാൻഡിനെ കുറിച്ചല്ല പറയുന്നത്, വോട്ട് എവർ ബ്രാൻഡ്സ് യു ടോക്കിംഗ് about, നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ബ്രാൻഡുകളുണ്ടല്ലോ, ഡു യു ആക്ച്വലി തിങ്ക് ദാറ്റ് ദേ ഹാവ് ഗോട്ട് ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ്? ശരിക്ക് ആലോചിച്ചിട്ടുണ്ടോ? അവർ ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനമാണ് അവർ തരുന്നത്, അതുകൊണ്ടാണ് നമ്മളത് വാങ്ങണമെന്നുള്ളത് നമുക്ക് തോന്നിയിട്ടുണ്ടോ? ആക്ച്വലി അല്ല. ഇഫ് യു റിയലി സെർച്ച് ഫോർ എ ക്വാളിറ്റി, യു വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് ഔട്ട് മച്ച് ബെറ്റർ ക്വാളിറ്റി ഇൻ ദ മാർക്കറ്റ്. പക്ഷെ ക്വാളിറ്റി അല്ല വ്യത്യാസം. ദേ ഹാവ് ദ ക്വാളിറ്റി ഇല്ല എന്നല്ല പറയുന്നത്. ബ്രാൻഡുകൾക്ക് ക്വാളിറ്റി പൊതുവെ അവർ കീപ്പ് ചെയ്യും. ദാറ്റ് ഈസ് അവർക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം തന്നെയാണ് ക്വാളിറ്റിയും സ്പെസിഫിക്കേഷനും കൃത്യമായിട്ട് വെക്കുക എന്നുള്ളത്. പക്ഷേ ഈ ബ്രാൻഡും ഒരു ബ്രാൻഡ് അല്ലാത്ത പിന്നെ കമ്പനി തമ്മിലുള്ള വ്യത്യാസം ശരിക്കും എന്താ അറിയോ? യു ആർ എ ബ്രാൻഡ് വെൻ യുവർ കസ്റ്റമേഴ്സ് ആർ കമ്മിങ് ടു യു not just for the specification or the quality of the product or services you provide, but you have created reasons beyond the quality. നമ്മൾ ഈ ക്വാളിറ്റിയും പിന്നെ സ്പെസിഫിക്കേഷൻ അല്ലാതെ അതിൻ്റെ മുകളിലുള്ള റീസൺസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഡീപ്പ് ഇമോഷണൽ കണക്ഷൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അവരുടെ അടുത്തേക്ക് പോകുന്നത്. അതിന് മേലൊരു സ്റ്റോറി ഉണ്ട്, അതിൻ്റെ മേലെ കുറച്ചും കൂടി ഡീപ്പായിട്ടൊരു ഇമോഷൻ ഉണ്ട്. അതെ, എങ്ങനെ അറിയോ? അതിൻ്റെ നേരെ ഫ്ലിപ്പ് സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ you're going to non-brand only because of the quality or specification of their product or services. The moment you find a better quality product or services elsewhere, you switch in no time. നമുക്ക് വേറെ ഇവിടെ നിൽക്കാൻ വേറെ കാരണമൊന്നുമില്ല. അപ്പുറത്ത് കിട്ടിയാൽ നമ്മൾ പോകും. നേരെ മറിച്ച് ഇഫ് യു ടോക്കിംഗ് അബൌട്ട് എ ബ്രാൻഡ്, അവരെക്കാട്ടും ബെസ്റ്റ് ക്വാളിറ്റി അപ്പുറത്ത് തന്നെ നമ്മൾ അങ്ങോട്ട് മൂവ് ചെയ്യില്ല. we've got other reasons to be there. they have created അതിനെക്കാട്ടും ബിയോണ്ട് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിനെക്കാട്ടൊക്കെ ദേ ഹവ് ക്രിയേറ്റഡ് ദോസ് റീസൺസ്. അപ്പോൾ ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചത് ദേ ലൈഫ് ഈസ് വെരി ഈസി. ഒരു കസ്റ്റമേഴ്സ് ലോയൽ ആവും. മറ്റൊരു സംബന്ധിച്ചിടത്തോളം ഇതിനെക്കാട്ടും നല്ല അപ്പുറത്ത് കിട്ടണ്ടാ, അത് നല്ല ക്വാളിറ്റി ആവും, അവർക്ക് നല്ല കൂടുതൽ കാലം നിൽക്കുന്നുണ്ട്. യു സ്വിച്ച് ഇൻ നോ ടൈം ബിക്കോസ് നമുക്ക് വി ഡോണ്ട് ഹാവ് എനി അതർ റീസൺ, എനി അതർ ഡീപ്പ് ഇമോഷൻ കണക്ഷൻ എനിത്തിങ് വിത്ത് ദിസ് പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. അപ്പോൾ നല്ല പ്രോഡക്റ്റ് എന്നുള്ളത് ഒരു ആസ്പെക്ട് മാത്രമാണ്. Just having a good product does not mean that you're going to be a successful business. ശരിക്കും ബ്രാൻഡിങ്ങിന് ശരിക്കും ബ്രാൻഡ് തുടങ്ങിയിട്ട് പ്രൊഡക്റ്റ് ഇറക്കുന്നതാണ്, അതോ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ അത് മാർക്കറ്റ് പുഷ് ചെയ്യണമെന്നല്ലേ? രണ്ട് ടൈപ്പ്. എന്ത് പറയുമ്പോഴും 2-3 പറയണമെന്ന് അറിയോ? എല്ലാത്തിനും ഡിഫറെൻ്റ് അപ്രോച്ചുകളുണ്ട് എല്ലാത്തിനും. ഇപ്പം ഇതില്ലേ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദർ ആർ 2 types of mindset when it comes to entrepreneurs. ന്യൂ ഏജ് മൈൻഡ് സെറ്റ് ഉണ്ട്, ഓൾഡ് ഏജ് മൈൻഡ് സെറ്റ് ഉണ്ട്. നമുക്കൊരു ബിസിനസ് തുടങ്ങുമ്പോൾ വേണമെങ്കിൽ പണ്ടൊക്കെ എങ്ങനെ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ബിസിനസ് ഉണ്ട്, എനിക്കൊരു ഫുൾ ബിസിനസ്സിൻ്റെ ഐഡിയ ഉണ്ട്, പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞാൻ നേരെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കും. ഒരു ഇൻവെസ്റ്റർ കാണും, എന്നിട്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കും, എന്നിട്ട് I'll give away a huge chunk of my business to that investor. ഒരു വലിയൊരു ഇക്വിറ്റി ഇൻവെസ്റ്റർ കൊടുത്തിട്ട് I've taken a significant investment, I've started the business. അപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ കൺട്രോൾ ഏകദേശം ഒരു നല്ലൊരു കൺട്രോൾ നമ്മൾ ഇൻവെസ്റ്റർക്ക് കൊടുത്തു. കാരണം അയാൾ നമ്മളെ ബിസിനസ്സിൻ്റെ വലിയ ചങ്ക് അയാൾ എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഓൺടർപ്രനേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെ അറിയോ? ദേ ഈദർ ബൂട്ട് സ്ട്രാപ്പ് ഇറ്റ് ഓർ ദേ സ്റ്റാർട്ട് വിത്ത് എ വെരി സ്മോൾ ഇൻവെസ്റ്റ്മെൻറ്റ്. ബൂട്ട് സ്ട്രാപ്പ് പിന്നെ ബൂട്ട് സ്ട്രാപ്പ് ചെയ്യാന്നാണ് അറിയാലോ, നമ്മളെ തന്നെ പൈസ എടുത്തിട്ട് നമ്മളെ റിസർവ് എന്നുള്ള സേവിങ്സിന്നോ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും തുടങ്ങും, അല്ലെങ്കിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് എടുക്കും, എന്നിട്ട് അതിന് ചെറിയൊരു ഇക്വിറ്റി നമ്മുടെ ബിസിനസ് ചെറിയൊരു പാർട്ട് അയാൾക്ക് കൊടുക്കും. കൺട്രോൾ ഒരിക്കലും കൊടുക്കില്ല. മേക്ക് ഷുവർ ദാറ്റ് വി ഹാവ് ദ ഗ്രേറ്റർ കൺട്രോൾ ഓവർ ബിസിനസ്. എന്നിട്ട് ഒരു മിനിമം വയബിൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മിനിമം വയബിൾ സർവീസ് അത് നമ്മൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അധികം ഇൻവെസ്റ്റ് ചെയ്യാതെ. ഈ മിനിമം വയബിൾ പ്രോഡക്റ്റ് പറഞ്ഞാൽ എന്താ അറിയോ? ഇപ്പം നമ്മൾ പിന്നെ ഒരു ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ലോഞ്ച് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വേർഷൻ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് to get the customer feedback, to get the response from the audience. ബാക്കി ആൾക്കാരുടെ നിന്ന് റെസ്പോൺസ് എങ്ങനെയുണ്ട്, മാർക്കറ്റ് ഫിറ്റ് ആണ് പ്രൊഡക്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് യു വോണ്ട് ഇൻവെസ്റ്റ് മച്ച്, ബട്ട് യു സ്റ്റാർട്ട് വിത്ത് എ മിനിമം വയബിൾ പ്രൊഡക്റ്റ് സർവീസ് ജസ്റ്റ് ടു ഗെറ്റ് ദ ഫീഡ്ബാക്ക് ഫ്രം ദ മാർക്കറ്റ്. എന്നിട്ട് അതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ they actually invest the money. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്താ അറിയോ? when you actually test that product, when you actually research ചെയ്തിട്ട് we figure out that product or service is a market fit, അങ്ങനെയാണെങ്കിൽ investors are looking for such businesses.
കാരണം they know that this is safe to invest in this business because they've done a market research and ഈ പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ആണ്, ഇത് സ്കെയിലബിൾ അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ബിസിനസ് മോഡലാണ്. ഇൻവെസ്റ്റേഴ്സ് ആർ ലുക്കിംഗ് ടു ഇൻവെസ്റ്റ് ഇൻ സച്ച് ബിസിനസ്. അപ്പോൾ കൊടുക്കുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡോണ്ട് ഹാവ് ടു ഗിവ് അവേ ലാർജ് ചങ്ക് ഓഫ് ഇൻവിറ്റി ടു ദി ഇൻവെസ്റ്റേഴ്സ് ബിക്കോസ് യു ഹാവ് ദ നെഗോസിയേഷൻ. നമ്മൾ സാധനം ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്, മാർക്കറ്റിൽ ഫിറ്റ് ആയിട്ടില്ല, ഇനി will take the investment by giving away a small portion of the business. കുറച്ച് ഷെയർസ് കൊടുത്തിട്ട് നമുക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് എടുക്കും. അപ്പോൾ അങ്ങനത്തെ അപ്രോച്ച് അപ്പോൾ ഏത് ബിസിനസ് ആണെങ്കിലും അങ്ങനെ എടുക്കുക. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാണ്, ഒരു ട്രഡീഷണൽ ടാക്സി ബിസിനസ്, ഒരു ടാക്സി ബിസിനസ് തുടങ്ങണം നമ്മൾ. അപ്പോൾ ആ ടാക്സി ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ട്രഡീഷണൽ സാധാരണ ഒരു ഓൾഡ് ഏജ് മൈൻഡ് സെറ്റുള്ള ഓൺടർപ്രനർ ആണെങ്കിൽ ആൾ എന്താ ചെയ്യുക, കുറച്ച് പൈസ എടുത്ത് കുറച്ച് ടാക്സി കാർ വാങ്ങി പിന്നെ കുറച്ച് റൈഡേഴ്സിനൊക്കെ ചെയ്ത് അപ്പോൾ തന്നെ അത് ദാറ്റ് ഹാസ് ബിക്കം എ സിഗ്നിഫിക്കന്റ് ഇൻവെസ്റ്റ്മെന്റ്. ബൈങ് ഫ്യൂ കാർസ് ആൻഡ് hiring few riders on payroll, their salaries and all related expenses, that itself is a significant investment. ഒരു ബിസിനസ് തുടങ്ങും. അത് വൺ വേ ഓഫ് തിങ്കിങ് ഇറ്റ്. അതൊരു ഓൾഡ് ഏജ് അപ്രോച്ചാണ്. നൗ ഇപ്പോൾ നമ്മൾ ഓൺടർപ്രനർ വിത്ത് ന്യൂ ഏജ് മൈൻഡ് സെറ്റ് ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. ആൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ either create a mobile application with a GPS technology to connect customers and riders. ഇപ്പോൾ രണ്ടേ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ട് ഒരു ബേസിക് ഫീച്ചേഴ്സ് വെച്ചിട്ട് ഹി ഓർ ഷീ ഗോസ് ടു ഒരു ഡ്രൈവേഴ്സ് സ്വന്തം കാറിലെ ഡ്രൈവർ അടുത്ത് പോയി പറയും, ഹേയ് I've got an opportunity for you. I've got a mobile application. If you register your car in this application, you will get more customers, more rides. You have an opportunity to make more money. And the registration is free of cost. എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം ഡ്രൈവർക്ക് ഫ്രീ ആയിട്ട് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ റൈഡ് കിട്ടും. സാധാരണ റൈഡർ എന്താ പറയുക, പറയും. അപ്പോൾ you start, you onboard few riders without paying anything. They won't pay you anything, but they onboard in your application. You start connecting the customers and they start riding and taking the rides and serving the customers. അങ്ങനെ പോയി കുറച്ച് സമയം കുറച്ച് കൂടുതൽ റൈഡേഴ്സിനടുത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ you get feedback from riders, you get feedback from customers. Based on the feedback that you get from customers and riders, you can make the adjustments and better your product. അത് നമ്മളെ മിനിമം വയബിൾ പ്രോഡക്റ്റ് ആണ്. അത് നല്ലോണം വർക്ക് ചെയ്യേണ്ടി തോന്നിക്കഴിഞ്ഞാൽ യു ടേക്ക് another city and onboard more riders. You go to another city, onboard more riders. You go to another country, onboard more riders. Now you have your services all over the world without buying a single car. Without buying a single car, without hiring a single rider on your payroll. അതാ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മൈൻഡ് സെറ്റാണ്. അല്ലാതെ ഓൾഡ് ഏജ് മൈൻഡ് സെറ്റ് പറഞ്ഞാൽ വെച്ചാൽ ഓൾഡ് ഏജ് മൈൻഡ് സെറ്റ് പറഞ്ഞാൽ പഴയ വയസ്സായ ആൾക്കാർ ചെയ്യുന്നതും ന്യൂ ഏജ് മൈൻഡ് സെറ്റ് പുതിയ ആൾക്കാർ ചെയ്യുന്നതല്ല. ഇറ്റ്സ് എൻ അപ്രോച്ച്. ഏത് ബിസിനസ് എടുത്തു കഴിഞ്ഞാലും ദർ ഇസ് എ ന്യൂ ഏജ് മോഡൽ ആൻഡ് എൻ ഓൾഡ് ഏജ് മോഡൽ. ഇറ്റ്സ് ഓൺടർപ്രനേഴ്സ് ചോയ്സ് ടു സ്റ്റാർട്ട് ഈദർ വിത്ത് ന്യൂ ഏജ് മോഡൽ അല്ലെങ്കിൽ ഓൾഡ് ഏജ് മോഡൽ. നമുക്കൊക്കെ ചോയ്സ് ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഓൾഡ് ഏജിൽ ഭയങ്കര റിസ്ക് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ട് യു സ്റ്റാർട്ട് എ ബിസിനസ് and you've actually run that business for a couple of years and രണ്ട് ചാൻസ് ഉണ്ട്. either you fail or you win. If you fail, investor loses all his money and you lose all your reputation. You will have pressures from all the corners. എല്ലായിടത്തും പ്രഷർ ഉണ്ടാവും. ഫാമിലി പ്രഷർ ഫ്രം ദ ഇൻവെസ്റ്റർ, പ്രഷർ ഫ്രം സൊസൈറ്റി, പ്രഷർ എവരിവേർ. പക്ഷേ ഒരു ന്യൂ ഏജ് ഓൺടർപ്രനറെ സംബന്ധിച്ചിടത്തോളം they haven't actually invested much money. They have actually started with a minimum viable product or service. By investing, bootstrap ചെയ്തിട്ട് അല്ലെങ്കിൽ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് they have started. Even if they fail, they always have an option to go back and better the product or services based on the feedback they have received from the market and come back with another minimum viable product, a better version of the minimum viable product. അത് കുറച്ചും കൂടി പിന്നെ സേഫാണ്, കുറച്ചും കൂടി പിന്നെ എന്താ പറയുക മേക്ക് സെൻസ്, കൺവിൻസിങ് ആണ്. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ആക്ച്വലി ഹാപ്പി ടു ഇൻവെസ്റ്റ് മണി ഇൻ സച്ച് ബിസിനസ്. അങ്ങനെ ഇൻവെസ്റ്റേഴ്സ് ഇല്ല, ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്തൊക്കെ ആയിട്ട് അവർ ആൾക്കാർ പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയി നിൽക്കല്ലേ. ആൾക്കാർ നല്ല ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഇൻവെസ്റ്റേഴ്സ് ആർ വെരി കണ്ണിങ്. They won't actually invest in any business. എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല. If you have a minimum viable product and service that you've done in the market, you've done enough research, and if you can prove that this is going to be working, then investment ഉണ്ട്. റിസർച്ച് നല്ല രീതിക്ക് നടത്തണമല്ലേ, എന്താണ് പ്രൊഡക്റ്റ് വേണ്ടത്, എന്തോരം സാധനം. അപ്പോൾ ശരിക്കും ഇപ്പം ഞങ്ങൾ തന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളത്തെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. we've done a minimum viable product and service and everything. Now we're ready to hit the market. ഞങ്ങൾ മെറ്റാവേഴ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പിന്നെ വർക്ക് ചെയ്യേണ്ടി വരുന്ന പ്രോജക്റ്റ് പറഞ്ഞാൽ ഇലൂസിയ ലാബ് എന്നൊരു കമ്പനി ഉണ്ട്, കോഴിക്കോട് സൈബർ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള. അതിൽ പിന്നെ ഞാൻ ചീഫ് ബിസിനസ് ഓഫീസറാണ്.
4 പേരാണുള്ളത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റാണ് മെറ്റാവേഴ്സ് എക്കോസിസ്റ്റം ഉണ്ടാക്കുക, എഡ്യൂക്കേഷനിൽ ഒരു മെറ്റാവേഴ്സ് എക്കോസിസ്റ്റം ഉണ്ടാക്കുക. അപ്പോൾ ഐ എം സോ പ്രൗഡ് ടു സേ ദാറ്റ് വി ആർ ദ ക്രിയേറ്റേഴ്സ് ഓഫ് ഫസ്റ്റ് മെറ്റാവേഴ്സ് ക്ലാസ് റൂം ഇൻ ദ വേൾഡ്. വേൾഡിലോ? അപ്പോൾ we are the creator first metaverse classroom in the world. ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ക്ലാസ്സിലായിരിക്കും. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, നമ്മളിപ്പോൾ we are in discussion with few governments in Middle East, Saudi Arabia, Dubai, and even in few other private projects in India. Assam government project is discussing. We were in Assam a couple of weeks back. ഇത് ചെയ്യുന്നത് എന്താ വെച്ചാൽ we are actually trying to build a metaverse based education ecosystem. എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇപ്പം നമുക്ക് സാധാരണ സ്കൂളിൽ പോണ പോലെ വിത്തിൻ ഫ്യൂ ഇയേഴ്സ്, ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗോണ ഹാപ്പൻ. മാർക്കറ്റ് ഈസ് ആക്ച്വലി ഇവോൾവിംഗ് ആൻഡ് നെക്സ്റ്റ് 10 years, next to 5 to 10 years, metaverse and virtual reality and augmented reality is going to conquer the education system, that's for sure. And we are one of the early adapters. നമ്മൾ കുറേ മുന്നേ തുടങ്ങി. We are one of the early adapters and we've done quite a lot of things. in ഇന്ത്യയിലെ ഫസ്റ്റ് ലാംഗ്വേജ് ലാബ് നമ്മളാണ് തുടങ്ങിയത്. ഇതിന്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ നൗഫൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. നമ്മുടെ മലപ്പുറം ജില്ലക്കാരൻ. ലാംഗ്വേജ് ലാബില്ലേ? നമ്മുടെ മലപ്പുറം ജില്ലക്കാരാണ് ഫൗണ്ടർ എന്ന് പറഞ്ഞത്. 4 പേരുള്ളത് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനതിന്റെ ചീഫ് ബിസിനസ് ഓഫീസറാണ്. ലാംഗ്വേജ് ലാബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പിന്നെ ലാംഗ്വേജ് പഠിക്കണമെന്നുണ്ടെങ്കിലേ യൂസിങ് വിർച്വൽ റിയാലിറ്റി you can create different scenarios, any language, and you can have a conversation with them, you can learn anything from them, you can create a scenario like you're going to a hotel and you're trying to book a hotel, and you're going to have a receptionist there, you're going to have a conversation with them, then you go to that hotel room and you choose a room, you see the view, I don't have, this is not the view I'm looking for, I need to have a seaside view എന്നൊക്കെ പറഞ്ഞിട്ട് you go to different rooms and you have a conversation with them. അങ്ങനത്തെ ലാംഗ്വേജുകളൊക്കെ പഠിക്കാൻ പറ്റുന്ന ആൻഡ് മെറ്റാവേഴ്സ് ക്ലാസ് റൂംസ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ടീം പറഞ്ഞത് ഇതിൽ 4 പേരാണുള്ളത്. നൗഫൽ ഈസ് എ CEO ആൻഡ് ചീഫ് സ്ട്രാറ്റജി ഓഫീസർ എന്ന് പറഞ്ഞാൽ എൻ്റെ കോച്ചിങ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഹാഷിർ, ആൻഡ് സലീഖ് ഉണ്ട് ചീഫ് ടെക്നിക്കൽ ഓഫീസർ, പിന്നെ ഞാനുമാണ് ഉള്ളത്. അപ്പോൾ വി ആർ വർക്കിംഗ് ഓൺ എ ബ്യൂട്ടിഫുൾ project now. We are ready to hit the market now. We've kind of completed our 4 years of research and everything. We're ready to hit the market. 4 വർഷം റിസർച്ച് ചെയ്യില്ലേ? Product development and research and everything. It's taken 4 years and we've done a good job in creating a lot of first thing in the world, first thing in India kind of things. അപ്പോൾ അതാണ് വേറെ ഒരു പിന്നെ പ്രോജക്റ്റ് ഇപ്പോൾ നടക്കുന്നുള്ളത്. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇവോൾവ് ചെയ്ത് ഇങ്ങനെ പല 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 സാധനങ്ങൾ ആൾക്കാർക്കൊരു അന്തം കിട്ടാത്ത രീതിയിലുള്ള പരിപാടികളില്ലേ, ഒരു പിടുത്തം കിട്ടാതെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത കുറേ സാധനങ്ങൾ. മാർക്കറ്റിങ്ങിനാണല്ലോ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത് പറയുന്നത് എപ്പോഴും കേൾക്കുന്ന സാധനമാണ്. അത് നേരെ 100%. ഇപ്പം നമ്മൾ പറഞ്ഞത് എന്താ, ഇഫ് യു ഹാവ് നല്ല പ്രൊഡക്റ്റ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, അതിങ്ങോട്ട് ആൾക്കാരെ കണ്ണിലിങ്ങോട്ട് ഇഷ്ടപ്പെടിപ്പിക്കണല്ലേ. നമ്മളെ പിന്നെ ഹാർലി ഡേവിഡ്സൺ അല്ല റോയൽ എൻഫീൽഡ് ബൈക്കിന്റെ കഥ അറിയോ? ഓരോ കമ്മ്യൂണിറ്റീനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്താണ് കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നെ നമ്മൾ പറയുന്ന ഒരേ കാര്യമാണ്. ഇവിടെ ഫുള്ള് റൈഡേഴ്സിന്റെ ക്ലബ് ഉണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ട്. ഓരോ സ്റ്റോറി ഭയങ്കര രസമല്ല, ഭയങ്കര നമുക്ക് ബ്രാൻഡിങ് എന്താന്ന് പഠിക്കാൻ പറ്റണേ. ദ കേസ് സ്റ്റഡി ഈസ് ആക്ച്വലി ബ്യൂട്ടിഫുൾ സ്റ്റോറി, ഹൗ ദേ ബിൽഡ് ദ ബ്രാൻഡ്. ഭയങ്കര അടിപൊളിയല്ല സ്റ്റോറിയാ. ഒരെന്താ ചെയ്തറിയോ, നമുക്കൊക്കെ അറിയണേ നിന്റെ ഉപ്പ റോയൽ എൻഫീൽഡിൻ്റെ ആളെന്നോ? അല്ല, എൻ്റെ ഉപ്പ റോയൽ എൻഫീൽഡിന്റെ ഭയങ്കര ഫാനായിരുന്നു. യൂസ് ടു ഹാവ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബുള്ളറ്റ്സ്. റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് അങ്ങനത്തെ പല പല ബുള്ളറ്റൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര റോയൽ എൻഫീൽഡ് ഫാനായിരുന്നു. അപ്പോൾ പിന്നെ ആ സമയത്ത് നമുക്കൊക്കെ അറിയുന്ന പോലെ റോയൽ എൻഫീൽഡ് വാസ് എ മച്ച് ഹെവി ബൈക്ക്. ഭയങ്കര ഹെവി ആയിട്ടുള്ള ബൈക്കാണല്ലോ, ഭയങ്കര ഹെവി ആയിട്ടുള്ള ബൈക്കാണ്. അപ്പോൾ ആ ബൈക്കിന് ഗിയർ ഷിഫ്റ്റേഴ്സ് റൈറ്റ് സൈഡിലാണ്. ബട്ട് നോട്ട് എവറിബഡി ക്യാൻ ആക്ച്വലി യൂസ് ദാറ്റ് ബൈക്ക്. It's a niche category, muscular, macho kind of man. They use that bike. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു ഭയങ്കര സ്ട്രോങ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ വർ കൈൻഡ് ഓഫ് എൻവിയസ്, ഭയങ്കര ജലസ് ചെയ്യുന്നു ഇവരൊക്കെ നോക്കിയിട്ട്. ഒരു വലിയ ആൾക്കാർ, അവർക്ക് വലിയ മസിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, കാരണം ദേ ആക്ച്വലി ക്രിയേറ്റഡ് ദാറ്റ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അമംഗ് അതേഴ്സ്, ദാറ്റ് ദീസ് ഗായ്സ് ആർ മസ്കുലർ, മാച്ചോ കൈൻഡ് ഓഫ് മാൻ, ഓൺലി ദേ ക്യാൻ യൂസ് ഇറ്റ്. അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഒരു ബിൽഡാക്കി. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡാക്കി കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര സ്ട്രോങ് ആയി. ഒരു പല പിന്നെ കമ്മ്യൂണിറ്റി പേരിൽ പല പല കമ്മ്യൂണിറ്റികളും പല സ്ഥലങ്ങളിലും ബിൽഡായി. അത് ഭയങ്കര സ്ട്രോങ് ആയി. ആൻഡ് ദേ ബിക്കം ആസ് എ ബ്രാൻഡ് ദേ ഹവ് ഗ്രൗണ്ട് സോ മച്ച്.
സ്ട്രോങ് കമ്മ്യൂണിറ്റി ആയിട്ട് വളർന്നു. പക്ഷേ അവർക്ക് അത്ര കൂടുതൽ വലിയ ഓഡിയൻസ് ഉണ്ടായിരുന്നില്ല. കാരണം ഓൺലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ബൈക്കായിരുന്നു റോയൽ എൻഫീൽഡ്. ഇൻ 2009 they've realized that റോയൽ എൻഫീൽഡ് മനസ്സിലായി. Now they have a community, very niche community, small community, very niche community of muscular, manly, macho men. ഈ കമ്മ്യൂണിറ്റി ഉണ്ട്. Now വേറൊരു കമ്മ്യൂണിറ്റി ഇതിൻ്റെ ചുറ്റോടും ബിൽഡായിട്ടുണ്ട്. ഇവരെങ്ങനെ അസൂയോട് നിൽക്കണേ, പെണ്ണുങ്ങളൊക്കെ എങ്ങനെ ഇവരെങ്ങനെ നോക്കി ഇവർ ഭയങ്കര മസ്കുലർ ആണെന്ന് പറഞ്ഞു നിൽക്കണേ, ഇതിൻ്റെ ചുറ്റോടും ഇവരോട് അസൂയോടുകൂടി നോക്കിക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി ബിൽഡായിട്ടുണ്ട്. ആൻഡ് ദാറ്റ് കമ്മ്യൂണിറ്റി ഈസ് മൾട്ടിപ്പിൾ ടൈംസ് ബിഗർ ദാൻ ദിസ് കമ്മ്യൂണിറ്റി. അത്രയും വലിയ കമ്മ്യൂണിറ്റി അതിൻ്റെ ചുറ്റോടും ബിൽഡായിട്ടുണ്ട്. അപ്പോൾ ഓരോ സംബന്ധിച്ചിടത്തോളം ഫ്രം ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ഓരോ ബിസിനസ് വലുതാക്കണമെങ്കിൽ ഒരു ചെയ്യേണ്ടത്? പുറത്തുള്ള ആൾക്കാരെ പിടിക്കണം. അങ്ങനെ അവർക്ക് ബിസിനസ് വൈസ് അവർക്ക് വളരാൻ പറ്റുള്ളൂ. ഇമ്മീഡിയറ്റ്ലി they have decided to change their gear shifters from right hand side to left hand side like a regular bike, and they have started producing lighter version of bikes. ഇതിൻ്റെ അതേ ഡിസൈൻസ് വെച്ചിട്ട് ലൈറ്റർ വേർഷൻ ഓഫ് ബൈക്സ്, ഗിയർ ഷിഫ്റ്റേഴ്സ് ചേഞ്ച് ആയി. അപ്പോൾ എന്തുണ്ടായത്? Now the slogan changed from only macho men or strong men can use it to everybody can be a macho man. Everybody can be manly അല്ലെങ്കിൽ സ്ട്രോങ്ങർ അല്ലെങ്കിൽ മസ്കുലർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് വന്നു. Everybody started buying Royal Enfield bikes, even school kids. ഇപ്പൊ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു ഹരല്ലല്ലോ. Everybody has got it. You have a Royal Enfield, I've got a Royal Enfield, and we were all kind of proud to have one before, but now not anymore. If you go to the road you can see every random person has got a Royal Enfield bike. അപ്പോൾ അത് എല്ലാവരും വാങ്ങാൻ തുടങ്ങി. എല്ലാവരും വാങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ they've grown as ഇന്ത്യത്തെ ഏറ്റവും ലീഡിങ് ബൈക്ക് മാനുഫാക്ചർ ആയിട്ട് വളർന്നു. പ്രോഫിറ്റബിലിറ്റി ഒക്കെ എവിടെയോ പോയി, എങ്ങോട്ടോ എത്തി. അതിൻ്റെ ജേർണിയിലാണ് അവർക്ക് മനസ്സിലായത്. നൗ ദേ സ്റ്റിൽ ഹാവ് ഗോട്ട് അനദർ കമ്മ്യൂണിറ്റി. ഇതിൻ്റെ ഒരു സെക്കൻഡറി കമ്മ്യൂണിറ്റി വേറെ ബിൽഡായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ബുള്ളറ്റ് എന്നുള്ള നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ഡിസൈൻ ഇല്ലേ, ക്ലാസിക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആ ഡിസൈൻ ഉണ്ടല്ലോ, അത് ഇഷ്ടമല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. ദേ ലൈക്ക് ബൈക്ക് ടൈപ്പ് സാധനം ഉണ്ടല്ലോ, സൂപ്പർ ബൈക്ക് അല്ലെങ്കിൽ മറ്റേ സാധാ ബൈക്ക് പോലത്തെ. അതെ. അപ്പൊ ഓരെന്താ ചെയ്തത്? അതും ഉണ്ടാക്കാൻ തുടങ്ങി. ഭയങ്കര സ്ലീക്ക് ടൈപ്പ് ഡിസൈൻസ്, ബൈക്കിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഇത് വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങി. Now they have captured the entire market. അപ്പോൾ ഒരു ഇത് ശരിക്ക് പിന്നെ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ അറിയാതെ സംഭവിച്ചാണ്. ഇത് അറിയാതെ സംഭവിച്ചല്ല. They've seen it. They've seen a community around it and captured the community. They've seen another community around it, captured that community with a strategy. If they ആ സാധനം സ്ട്രാറ്റജി അവർക്ക് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ they will never get that community. They will only have that primary community, that muscular macho guy. They will still be a good brand, but പിന്നെ റവന്യൂ വൈസ് നോക്കുമ്പോൾ ഉണ്ടാവില്ല. അതർവൈസ് കമ്മ്യൂണിറ്റി വൈസ് they're a good brand, good community. പക്ഷേ ആ മാർക്കറ്റ് ഒരു ക്യാപ്ചർ ചെയ്തത് they've had ബ്രാൻഡ് സ്ട്രാറ്റജി അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ്. സച്ച് ബ്രാൻഡ് സ്ട്രാറ്റജീസ് നമ്മൾ കാണുന്ന ഈ വലിയ ബ്രാൻഡുകളൊക്കെ അല്ലേ, they all have got such brand strategies. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഓരോ സാധനം നോക്കിയിട്ടല്ല നമ്മൾ അങ്ങോട്ട് പോകുന്നത്. നമ്മളെ വേറെ പല സാധനങ്ങളും ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ആ ഡ്രൈവ് ചെയ്യുന്ന കാരണം ഉള്ളതുകൊണ്ടാണ് ബ്രാൻഡുകൾ. ഇപ്പോൾ ബ്രാൻഡ് അല്ലാത്തൊരു പിന്നെ ആൾക്ക് ഒരു മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോ ലൈഫ് പറഞ്ഞാൽ എപ്പോഴും ഒരു നൈറ്റ് മെയർ ആണ്. ബ്രാൻഡ് അല്ലാത്ത ആൾക്കാർക്ക് അവർക്ക് ബാക്കി നമ്മൾ ചെയ്യണത് എന്താണെന്നുള്ളതിനെക്കാട്ടും കൂടുതൽ അവർക്ക് നോക്കേണ്ടത് ബാക്കിയുള്ളവർ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ്. Their prices, their products, their specifications, every big and small players in the market, they need to actually learn them, understand them, what offers they have got, what specification they have got, what kind of product line they have got. If they have got any new products, ingatokka nokkite you need to compete with them in every aspect of the business to be in the competition. പക്ഷേ ബ്രാൻഡ് ആയി കഴിഞ്ഞാൽ you're not competing with the small players. Your competition is with other brands. That's a very healthy competition. But as a brand, your life is going to be much easier compared to a non-brand. ആ ബ്രാൻഡിൽ നിന്നാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള സാധനം. ബ്രാൻഡിങ് വൃത്തിയായിട്ട് ചെയ്യാതെ യു കനോട്ട് റിയലി ഒരു വേൾഡ് ക്ലാസ് ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബ്രാൻഡിങ് ബ്രാൻഡിങ് അല്ല, ബ്രാൻഡ് ബിൽഡിംഗ്, രണ്ടും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ശരിക്കും എല്ലാവർക്കും അറിയില്ല. ടു ഡിഫറെന്റ് തിങ്സ് അല്ല. ബ്രാൻഡിങ് ഇസ് ജസ്റ്റ് ദ ബിഗിനിങ് ഓഫ് ബ്രാൻഡിങ് ഇസ് ജസ്റ്റ് ദ ബിഗിനിങ് ഓഫ് ബ്രാൻഡ് ബിൽഡിംഗ്. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് എ ഡിസ്റ്റിങ്ക്ട് ഐഡന്റിറ്റി ഇൻ ടേംസ് ഓഫ് കളേഴ്സ്, ലോഗോസ് and messaging everything. പക്ഷേ ബ്രാൻഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് ടേം സ്ട്രാറ്റജി. പിന്നെ
ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടാക്കുക, പിന്നെ പോസിറ്റീവ് എക്സ്പീരിയൻസസ് കിട്ടുക. ഇപ്പം നമ്മളിപ്പോൾ ഈ റോയൽ എൻഫീൽഡിൻ്റെ പറഞ്ഞില്ലേ, ദാറ്റ് പ്രോസസ് കോൾ ബ്രാൻഡ് ബിൽഡിംഗ്. മറ്റേത് ബ്രാൻഡിൽ എന്ന് പറഞ്ഞാൽ കളേഴ്സും ലോഗോസ് ഒക്കെ മുന്നിട്ട്. അപ്പോൾ പീപ്പിൾ കൺഫ്യൂസ് ബിറ്റ്വീൻ ബ്രാൻഡിങ് ആൻഡ് ബ്രാൻഡ് ബിൽഡിംഗ്. സം പീപ്പിൾ തിങ്ക് ദാറ്റ് ദേ ആർ ആക്ച്വലി ഡൂയിങ് എ ബ്രാൻഡ് ബിൽഡിംഗ് ബൈ ജസ്റ്റ് ഡൂയിങ് എ mere branding. That's not the same. ബ്രാൻഡ് ബിൽഡിംഗ് കുറേ ടൈം എടുക്കണ ആണ്. പക്ഷേ യു നീഡ് ടു സ്റ്റാർട്ട്. നമ്മളൊരു ഗ്ലോബൽ ബിസിനസ് അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യ ബിസിനസ് ഒക്കെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴാണോ തുടങ്ങുന്നത് അപ്പം മുതൽ അത് ടൈം എടുക്കും. അപ്പോൾ ഇഫ് യു സ്റ്റാർട്ട് ലേറ്റ് അത്രയും ടൈം വീണ്ടും എടുക്കും. ഇഫ് യു സ്റ്റാർട്ട് ഇൻ ദ ബിഗിനിങ്, ബൈ ദ ടൈം യുവർ ബിസിനസ് കൈൻഡ് ഓഫ് എസ്റ്റാബ്ലിഷസ്, യു വിൽ ഹാവ് എ ബ്രാൻഡ് ഇൻ ഹാൻഡ്. പക്ഷേ സോഷ്യൽ മീഡിയക്ക് വന്നതിന് ശേഷം കുറേ സ്മോൾ ബ്രാൻഡ്സ് ഭയങ്കരമായിട്ട് പൊന്തി വരുന്നുണ്ടല്ലോ അല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ശരിക്കും ബിസിനസ് പ്ലാൻ അതല്ലേ ശരിക്കും പഴയതിനെക്കാട്ടി ഭയങ്കര എളുപ്പമാണ് പൈസ ഉണ്ടാക്കാൻ. ഭയങ്കര എളുപ്പം ശരിക്കുമാണ്. എന്ന് പറഞ്ഞാൽ പഴയ പോലെ കുറേ പൈസ ഉണ്ടാവണം എന്നില്ല ബിസിനസ്സുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇഫ് യു ഹാവ് എ റൈറ്റ് ഐഡിയ, you can start your business today. Like from tomorrow you can start your business. You've got different resources from internet, from Google, from ChatGPT. എവിടെ നോക്കിക്കഴിഞ്ഞാൽ you've got different resources. Using these resources you can start a business. എല്ലാം തുടങ്ങാൻ പറ്റുന്നല്ല, അങ്ങനത്തെ ബിസിനസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പൈസ അല്ല എനിക്ക് ബിസിനസ് തുടങ്ങാന്ന് പറയുന്നത്, അത് പണ്ടത്തെ ഒരു കാര്യമാണ്. ഇപ്പോൾ പൈസ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സം ബിസിനസ്സസ് ബട്ട് നോട്ട് ഫോർ എവറി ബിസിനസ്സസ്. കുറേ ബിസിനസ്സുകൾ നമുക്ക് വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെന്റ് യു ക്യാൻ സ്റ്റാർട്ട് യുവർ ബിസിനസ് from right now you can start your business. അപ്പോൾ അത്രയും ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ ഫുട്ബോൾ പ്ലേയേഴ്സിനും പിന്നെ നമ്മൾ IPL ഒക്കെ ഉള്ളതുകൊണ്ട് ക്രിക്കറ്റ് പ്ലേയേഴ്സിനൊക്കെ ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ്. ഫുട്ബോൾ പ്ലേയേഴ്സിന് ICL ഉള്ളതുകൊണ്ട് ISL ഉള്ളതുകൊണ്ടെന്നൊക്കെ പറയുന്ന പോലെ അതേപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ഓൺടർപ്രണേഴ്സിന് ഇപ്പോൾ ഉള്ളത്. ഇറങ്ങാൻ പറ്റിയ ടൈമല്ലേ ശരിക്കും? നല്ല ടൈമാണ്. ഇവിടെ മലപ്പുറത്ത് നമ്മളെ ഫുട്ബോളിൻ്റെ ഇത് വന്നല്ലോ. ഇപ്പൊ മലപ്പുറം ശരിക്കും വന്നപ്പോ ഭയങ്കര സന്തോഷമായിട്ടോ. പോയിനോ? ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ പുറത്ത് കാണുന്നുള്ളൂ. എവിടെ കളി എപ്പോഴാ ഡേറ്റ് ഒന്നും നോക്കിയിട്ടില്ല. അത് കാണുമ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അതിന്റെ ബേസ് ആയിട്ട് അതൊരു പ്രൊഫഷൻ ആക്കിയിട്ട് ആൾക്കാർ വരുമല്ലോ. ലൈക്ക് അത് നല്ലൊരു കാര്യമല്ലേ? നമ്മുടെ നാട്ടില് ഫുട്ബോളൊക്കെ പ്രൊഫഷൻ ആക്കി എടുക്കുക കുട്ടികൾക്ക്. നല്ല ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നുന്നു. എല്ലാത്തിലും ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇപ്പോൾ ക്രിക്കറ്റിൽ പണ്ടൊക്കെ ഇന്ത്യൻ ടീമിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ മാത്രമല്ലേ they can take it as a profession. പണ്ടൊക്കെ അത്രയും മുകളിൽ എത്തണല്ലോ. ഇപ്പം അങ്ങനെയൊന്നുമല്ലല്ലോ. ഇഫ് യു പ്ലേയിങ് an IPL, you can make a decent life out of it. In the sense അതൊന്നും മാത്രമല്ല, you get another opportunities. വേറെ കുറേ സാധനങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആവും. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി എല്ലാത്തിലും ഉണ്ട്. പഴയമാതിരി ഇന്ന കാര്യം ചെയ്യണമെന്നൊന്നുമില്ല. എന്തെങ്കിലും കാര്യം വൃത്തിയായിട്ട് ചെയ്താൽ മതി. എന്താ അവസ്ഥ? ടൈം എന്തായി? 10:30 നിർത്തല്ലേ? ലാസ്റ്റ് ആയിട്ട് അല്ല, ഇനി വരില്ലേ? ഇനി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഇത് ആൾക്കാർക്ക് ഇത് കാണണല്ലോ പറഞ്ഞേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എന്റെ പ്രൊജക്ടുകളൊക്കെ അല്ലേ, എന്റെ പ്രൊജക്ടുകളൊക്കെ കഴിഞ്ഞിട്ട് ഇനി 1-2 കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി കാണാം. നമുക്കൊരു അടുത്തൊരു 8 months കഴിഞ്ഞിട്ട് ഒന്നും കൂടി കാണാം. അപ്പൊ കുറേ സാധനങ്ങൾ ആയിട്ടുണ്ടാവും. കുറച്ച് സാധനങ്ങൾ കൂടി ഒക്കെ റിവോൾവ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി സംസാരിക്കാണ്ടാവും. അപ്പോൾ ഇന്ത്യയിലെ യൂത്തിനോട് എന്താ എനിക്ക് പറയാനുള്ളത്? ഞാൻ അങ്ങനെ ഇന്ത്യയിലെ യൂത്തിനോട് അല്ല, ഒന്ന് കൊടുക്കേ. എന്താണ് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരുടെ എന്തെങ്കിലും ഒന്ന് ഇത് കൊടുക്കണ്ടേ? ഇന്ത്യനെ യൂത്തിനോട് ഞാൻ ഇവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് നാട്ടില് പൊങ്കാല ഇടുന്നതായത് നല്ലൊരു കാര്യം പറഞ്ഞാ പോരെ. ഒരു കച്ചവടം ബിസിനസിനെ സംബന്ധിച്ചോ അല്ല, ബിസിനസ്സുകാരോട് ഒരു ലൈഫിന്ന് ഇപ്പോ കിട്ടിയ ഇൻസൈറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അല്ല, ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് എപ്പോഴും എല്ലാവരോടും ഞാൻ എന്നോട് വരെ പറയുന്നത് അറിയോ, എന്ത് കാര്യം ചെയ്യുമ്പോഴേ എല്ലാവരും കൺവിൻസ് ചെയ്യാൻ നോക്കേണ്ട ഒരു കാര്യമില്ല. മേക്ക് ഷുവർ ദാറ്റ് യു കൺവിൻസ് യുവർ സെൽഫ്. നമുക്ക് കൺവിൻഷൻ ഉള്ള സാധനം മാത്രം ചെയ്യുക. അല്ലാതെ നാട്ടുകാരെ മൊത്തം കൺവിൻസ് ചെയ്തിട്ടൊരു പരിപാടി തുടങ്ങാൻ കഴിഞ്ഞാൽ അത്, കാരണം നാട്ടുകാർക്ക് വേണ്ട കാര്യം നമുക്ക് വേണ്ടത് നാട്ടുകാർക്ക് വേണ്ടതൊന്നും ഒന്നല്ലല്ലോ. എനിക്ക് വേണ്ടതും ഷാമിന് വേണ്ട ഒരിക്കലും ഒന്നല്ല വേറെ. അപ്പം നമ്മൾ ബാക്കിയുള്ളവരെ കൺവിക്ഷൻ നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. If you're convinced about something, if you've got a business idea, you're convinced. If you've got some other idea, you're convinced about it. Don't try to get conviction from every word. Just start. ഇപ്പം അതിപ്പോൾ നമ്മൾ പറഞ്ഞ ഇതൊക്കെ ഒരു സാധനം എനിക്ക് എപ്പോഴും സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. മാർക്ക് സുക്കർബർഗ് 2017 ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ പിന്നെ ഗ്രാജുവേഷൻ സെറമണിനെ പിന്നെ അഡ്രസ് ചെയ്തിട്ടുള്ളൊരു സ്പീച്ചിൽ പറയുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ? കുറേ ആൾക്കാർ കണ്ടിട്ട് വൈറൽ ഒരു വീഡിയോ ആണ്. അതിൽ പറയുന്നുണ്ട്,
ഐഡിയാസ് ഡോണ്ട് കം ഫുള്ളി ഫോംഡ്. ഐഡിയ ഒരിക്കലും ഫുൾ ഫോമിൽ വരില്ല. They become clear to you when you work on them. As you work on it, they will become clear to you. ക്ലാരിറ്റി കിട്ടും. ക്ലാരിറ്റി കിട്ടും. യു ജസ്റ്റ് ഹാവ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ തുടങ്ങണം. അത് തുടങ്ങുക, അല്ലാതെ എല്ലാ ഐഡിയയും ഫുള്ള് കിട്ടിക്കഴിഞ്ഞിട്ട് തുടങ്ങാന്നല്ല. യു ജസ്റ്റ് ഹാവ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഇഫ് ഐ ഹാഡ് ടു നോ എവറിത്തിങ് അബൌട്ട് കണക്ടിങ് പീപ്പിൾ ബിഫോർ ഐ ലോഞ്ച് ഫേസ്ബുക്ക്, I would have never started Facebook. ഒന്നും അറിയില്ല എന്ന് എനിക്കൊന്ന് ഫേസ്ബുക്ക് തുടങ്ങുന്ന സമയത്ത്. ഇപ്പം പിന്നെ സുക്കർബർഗിൻ്റെ പ്ലാൻ ശരിക്കും എന്താണെന്ന് അറിയോ? ഹാർവേഡ് കമ്മ്യൂണിറ്റിനെ കണക്ട് ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ടാക്കുക. ആൻഡ് അവർ പറയുന്നുണ്ടായിരുന്നു, നമ്മളിപ്പോൾ വി ആർ ട്രൈങ് ടു കണക്ട് ദ എൻറ്റയർ ഹാർവേഡ് കമ്മ്യൂണിറ്റി നൗ. സം ഡേ സംബഡി വിൽ കണക്ട് ദ എൻറ്റയർ വേൾഡ്. അത് ഇവരെന്നെ ആവുന്നവർക്ക് അന്ന് അറിയില്ല. ഒരന്ന് പറയണ്ടായിരുന്നു വെറുതെ, സം ഡേ സംബഡി വിൽ കണക്ട് ദ എൻറ്റയർ വേൾഡ്. നൗ വി ആർ ട്രൈങ് ടു കണക്ട് ദ ഹാർവേഡ് കമ്മ്യൂണിറ്റി. പക്ഷെ ലോകം മൊത്തം കണക്ട് ആവുന്നത്. പക്ഷേ they would never know that would be them connecting the entire world. അപ്പോൾ ഈ പോയിന്റ് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? എല്ലാ സാധനങ്ങളും കൺവിൻസ് ആയിട്ട് ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വുഡ് നെവർ സ്റ്റാർട്ട്. യു ജസ്റ്റ് ഹാവ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. If you have that intention to start some business, if you have got an idea, you're convinced about that idea, just start. ബാക്കി നമുക്ക് വരുമ്പാണ് റെഡി ആവും. അങ്ങനെ ഉരുണ്ട് പറഞ്ഞാണ് വീണിട്ടൊക്കെ റെഡി ആവുക ചെയ്യാതല്ലാതെ പഠിക്കുക. അല്ലാതെ ഇതൊക്കെ കൂടി പഠിച്ച് MBA പഠിക്കണേക്കാട്ടി നല്ലതാണ് ഒരു മാസം പണിയെടുക്കുന്നത് തോന്നിയിട്ടുണ്ട്. ആരോ പറഞ്ഞാണ്. അതായത് ജോലി ഇന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് കിട്ടുന്ന പാഠം ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടൂല എന്ന് പറഞ്ഞത്. ഞാൻ എനിക്ക് ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള സംസാരിച്ചിട്ടുള്ള ആൾക്കാരോടൊക്കെയും ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരില്ലേ, കുറേ പിന്നെ പല ടൈപ്പ് എക്സ്പീരിയൻസിലും കടന്നു പോയിട്ടുള്ള ആൾക്കാരില്ലേ, ഓരോട് നമുക്ക് സംസാരിക്കുമ്പോൾ കിട്ടുന്ന നോളജ് ഇല്ലേ, നമുക്കൊരു ബുക്കൊന്നും എവിടെ നിന്നും കിട്ടൂല. ദ കൈൻഡ് ഓഫ് ഇൻസൈറ്റ് ദേ ഹാവ് ഗോട്ട്. ഒരു ചിലപ്പോൾ ഭയങ്കര ഇൻസൈറ്റ് ആയിട്ടൊന്നല്ല പറയാ, ഒരിങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവാ. അപ്പോൾ ഞാൻ എപ്പോഴും ഐ ഓൾവേസ് ട്രൈ ടു സ്പെൻഡ് ടൈം വിത്ത് പീപ്പിൾ ദേ ഹാവ് ഗോട്ട് ഭയങ്കര എക്സ്പീരിയൻസുകളിലൂടെ പോയിട്ടുള്ള ആൾക്കാരല്ലേ. ഐ ട്രൈ ടു സ്പെൻഡ് ടൈം വിത്ത് ടൈം. ഒരു മണിക്കൂർ നീ പറഞ്ഞ മാതിരി സ്പെൻഡ് ചെയ്താലേ നമുക്കൊരു ബുക്കിൽ നിന്ന് പഠിച്ചതിൻ്റെ ഒരു പകുതിയെങ്കിലും അവിടെ നിന്ന് കിട്ടും. കുറേ സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. കോൺവെർസേഷൻസ് എന്ത് ബ്യൂട്ടിഫുൾ ആണ് അല്ലേ ചേച്ചി? ഭയങ്കര അടിപൊളിയല്ലേ സംസാരിച്ചിങ്ങനെ അതിന് വരുന്ന ഓരോ സാധനങ്ങൾ. ഇപ്പം നമ്മൾ തന്നെ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നീ പറയുന്ന പല സാധനങ്ങളും അതിങ്ങനെ കണക്ട് ആവണ പോലെ തോന്നലുണ്ട്. ഞാൻ വെറുതെ പറയില്ല കേട്ടോ, പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാവില്ലേ തോന്നലുണ്ട്. ഞാൻ അവിടെ ഇവിടെ പറഞ്ഞിട്ട് പോലെ അല്ല, എനിക്ക് തോന്നലുണ്ട്. ഞാൻ വിചാരിച്ച ആക്ച്വലി നിനക്ക് നല്ല റീഡിങ് ഉണ്ട് എന്നുള്ള എനിക്ക് അറിയില്ല കേട്ടോ ഉണ്ടോ എന്നുള്ളത്. സാധനങ്ങളൊക്കെ when you put together on the table it feels like you've actually reading, you've got a bit of research. എനിക്ക് തോന്നലുണ്ട് നീ പറയുന്ന സാധനങ്ങൾ ചിലതൊക്കെ ഞാൻ ആലോചിക്കലുണ്ട്. പറഞ്ഞാൽ എല്ലാവരും കേട്ടോ, ഇപ്പം ഞാൻ പറയുമ്പോൾ നീയും ചിലപ്പോൾ ആലോചിക്കണോ എനിക്കറിയില്ല, വേറെ ഒരാൾ പറയുമ്പോഴൊക്കെ. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ പിന്നെ എന്നോട് പഠിച്ചൊരു ഫ്രണ്ട് ചോദിച്ചു, ഷേജൻ യു ബീൻ റീഡിങ് എ ലോട്ട് ഓഫ് ബുക്സ്, യു ലിസ്ണിംഗ് ടു ലോട്ട് ഓഫ് ഓഡിയോ ബുക്സ്, ഡു യു തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ? കാരണം ബുക്സ് എന്ന് പറഞ്ഞാൽ അതർ പീപ്പിൾസ് ഐഡിയാസ് ആൻഡ് അവരുടെ പിന്നെ പെർസെപ്ഷൻസും ആണ്. ഐഡിയാസ് ആൻഡ് പെർസെപ്ഷൻസ് നമുക്ക് കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ ശരിക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ പെർസെപ്ഷനും ഐഡിയാസും ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ നമ്മളെ അവസ്ഥ? നമ്മൾ ചിന്തിക്കണ മാത്രം ശരി നടക്കൂല. നമ്മള് വേറെ പെർസ്പെക്റ്റീവ് അല്ലേ? ഇപ്പൊ നമുക്ക് ബുക്ക് വായിക്കുമ്പോൾ ആക്ച്വലി കിട്ടുന്നത് അതർ പീപ്പിൾസ് പെർസെപ്ഷൻസ് ആൻഡ് ഐഡിയാസ്. ബട്ട് ഐ തിങ്ക് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഷേപ്പ് അപ്പ് അവർ ഓൺ പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഐഡിയാസ്. നമ്മുടെ പെർസ്പെക്റ്റീവ് ഒക്കെ അപ്പോൾ നമുക്ക് ചില റിയലൈസേഷൻസ് ഉണ്ടാവും. വെൻ യു ആക്ച്വലി റീഡ് സം ബുക്സ്, വാട്ട് എവർ യു തോട്ട് ഈസ് റൈറ്റ് മേ നോട്ട് ബി റൈറ്റ്. When you've read that book, you've got some realization, then you researched it and you made another perspective out of that perspective. അപ്പോൾ പെർസ്പെക്റ്റീവ്സ് ഒക്കെ ബാക്കിയുള്ളവരൊക്കെ കേൾക്കണം. അല്ലാതെ ഞാൻ വിചാരിച്ച എന്നെ ഫുള്ള് ശരി എന്ന് പറയണേ. ഇപ്പൊ നമ്മളിപ്പോ പറയണ എനിക്ക് കുറെ കാലം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും ബാക്കിലേക്ക് നോക്കുമ്പോഴേ എന്താണ് ശരിക്കും ഭയങ്കര ഡൗണിൽ കൂടി ഞാൻ പോയിരുന്നു. എനിക്കൊക്കെ അറിയണ്ടാവില്ല നിങ്ങളൊക്കെ. ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് എനിക്കെന്തോ അയ്യോ എന്താണ് എനിക്ക് ഭയങ്കര ഇമ്പാരസിങ് ആയിട്ട് തോന്നിയിരുന്നു കുറെ മൊമെന്റ്സ് ഒക്കെ. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് കൂടി നമ്മൾ പോയിക്കൊണ്ടിരുന്നിരുന്നു. അല്ല അപ്പൊ എനിക്കെന്നല്ല എനിക്കൊക്കെ പല ലൈഫിൽ അങ്ങനത്തെ പല സാധനങ്ങളും ചെറിയ കുട്ടിയാകുമ്പോഴാണെങ്കിലും അല്ലെങ്കിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. അതൊക്കെ തന്നെയാണ് നമ്മളെ ആക്ച്വലി ബിൽഡ് ചെയ്തിട്ടുള്ളതും. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് ബിക്കോസ് ഓഫ് എക്സ്പീരിയൻസ്. പിന്നെ നല്ല കോൺവെർസേഷൻസും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
ഭയങ്കരമായിട്ട് ഷിറിന്റെ കൂടെ സൗദി നിന്നൊക്കെയുള്ള കോൺവെർസേഷൻ പറഞ്ഞാല് അപ്പോഴാണ് ഞാൻ ശരിക്കും കോൺവെർസേഷനിൽ ഞങ്ങള് പിന്നെ അങ്ങനെ ഡീപ്പ് ലെവൽ കോൺവെർസേഷൻ ഒന്നും ഉണ്ടാവില്ല ഞാനും ഷെറിയും, കാരണം ഏട്ടനല്ലേ. അപ്പോൾ കുറേയൊക്കെ സംസാരിക്കുകയോ ചെയ്യും പല സാധനങ്ങളെ കുറിച്ചും, പക്ഷെ എന്നാലും അത്ര ഡീപ്പ് ലെവൽ കോൺവെർസേഷൻ അല്ല. പക്ഷെ ഷെറി എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് സിസ്റ്റം ആണ്, ക്വസ്റ്റ്യൻ ടു ഫോളോ ഓൺ എനി ടൈം. സത്യം. അതാണ്. അല്ല എന്താ റെസ്റ്റോറൻറ്റ് ചെയിൻ എന്താണ്, അതെന്താണ്? ഗ്രില്ലാക്സിന്റെ സിഇഒ ആയിരുന്നു ഞാൻ, ഗ്രോത്തിന്റെ സിഇഒ ആയിരുന്നു 2 years ആയിട്ട്. ഇപ്പോൾ ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഗ്രോത്ത് ഇപ്പോഴത്തെ ഇവിടുത്തെ ഔട്ട്ലെറ്റും ദുബായിലൊരു ഔട്ട്ലെറ്റ് ഒക്കെ നടക്കായതുകൊണ്ട് നെക്സ്റ്റ് ഇന്റർനാഷണൽ ഗ്രോത്തിന്റെ സമയത്തേ ഉള്ളൂ എനിക്കിനി പണിയുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ആക്റ്റീവ് അല്ല, ഇനാക്റ്റീവ് ആയിട്ടുള്ള സിഇഒ ആണ്. ഗ്രോത്തിന്റെ സിഇഒ ആയിരുന്നു. ഗ്രില്ലാക്സ് പറഞ്ഞാൽ ബേസിക്കലി അതൊരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ആണ്. ഒരു നമ്മളെ മെക്ഡിനും പിന്നെ KFCനെ പോലെയൊക്കെ പറയാൻ പറ്റുന്ന ചെറിയ ലിമിറ്റഡ് മെനുവിൽ ചെയ്യുന്ന അധികം ഷെഫിന്റെ ഡിപ്പെൻഡൻസി ഇല്ലാതെ ചെയ്യുന്ന ഹൈലി സ്കെയിലബിൾ ആയിട്ട് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഗ്രോത്ത് ആയതിൻ്റെ ഏരിയ ഞാൻ ഗ്രോത്തിന്റെ സിഇഒ ആയിരുന്നു. ആൻഡ് കുറച്ച് സാധനങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഖത്തറിലായാലും പിന്നെ കാനഡ ആയാലും ഒക്കെ കുറച്ച് സൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ആക്ച്വലി പുറത്തേക്ക് ഇപ്പോൾ ദുബായിൽ ഇപ്പോൾ പിന്നെ ഓപ്പൺ ചെയ്യാൻ പോവാണ്, നെക്സ്റ്റ് മന്ത് ഒക്കെ ആയിട്ട് ഓപ്പൺ ആവും. പിന്നെ ഇപ്പോൾ ടോട്ടൽ ഒരു 10 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. തൃശ്ശൂർ, കൊച്ചി 2 ഉണ്ട്, പെരുമ്പാവൂരുണ്ട്, കണ്ണൂരുണ്ട്, കോഴിക്കോട് 3 ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ബേസിക്കലി ഇന്റർനാഷണൽ എക്സ്പാൻഷൻ ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഒരു ഉള്ള സാധനങ്ങൾ ഇനി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഇനാക്റ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്. അതാണ് റിലാക്സിനെ കുറിച്ച് പറയുന്നത്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്. അഗെയിൻ അനദർ ബ്യൂട്ടിഫുൾ പാഷനേറ്റ് ഓൺടർപ്രണർ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ ഷെരീഫ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഷെരീഫ് ഈസ് ആക്ച്വലി അനദർ വെരി പാഷനേറ്റ് ഓൺടർപ്രണർ. ഭയങ്കര പിന്നെ പാഷനേറ്റ്ലി ഞങ്ങൾ കണക്ട് ആയതാണ്. പാഷനേറ്റ് റെസ്റ്റോറൻറ്റിയറാണ്. അപ്പോൾ ആൾക്ക് പിന്നെ ഒരു വേൾഡ് ക്ലാസ് ബ്രാൻഡിനെ എങ്ങനെ ബിൽഡ് ചെയ്യണമെന്ന് പഠിച്ചുകൊണ്ട് തന്നെ തുടങ്ങിയിട്ടുള്ളതാണ്. ചെറിയ ലിമിറ്റഡ് മെനുവിൽ വർക്ക് ചെയ്യണം, ഷെഫിൻ്റെ ഡിപ്പെൻഡൻസി ഭയങ്കര കുറക്കണം. ദാറ്റ് ഈസ് ഓൺലി വെൻ യു ക്യാൻ ആക്ച്വലി സ്കെയിൽ അപ്പ് ദറ്റ് ബിസിനസ്. അപ്പോൾ ഇറ്റ്സ് എ ഹൈലി സ്കെയിലബിൾ ബിസിനസ്. അത് US-ലായാലും യുഗാണ്ടയിലാണെങ്കിലും ആഫ്രിക്കയിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുവിടാൻ പറ്റുന്ന ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ്. അപ്പോൾ അതിൽ വർക്ക് ചെയ്തിട്ട് ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു ആക്ച്വലി സെർവ് ദം. യങ് എന്റർപ്രണേഴ്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഏതാണ് നിന്റെ അത് അല്ലേ, ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കാമല്ലോ ആൾക്കാർക്ക്. ഇപ്പോൾ ഒരു ബിസിനസ് ഗ്രോത്ത് ഫോർമുല ഫോർ ഓൺടർപ്രണേഴ്സ് പറഞ്ഞിട്ട് ഒരു പുതിയൊരു സാധനം നമ്മളിപ്പോൾ പിന്നെ ഓൺടർപ്രണേഴ്സിനുള്ള ഒരു കോഴ്സ് തന്നെയാണ്. അതിപ്പോൾ ലോഞ്ച് ആവും ഇപ്പോൾ വെരി സൂൺ, വിത്ത് നെക്സ്റ്റ് കപ്പിൾ ഓഫ് വീക്സ് സംതിങ്. അത് ഓൺടർപ്രണേഴ്സിന് ബേസിക്കലി ഇറ്റ്സ് ഗോണ ബി വെരി ഹെൽപ്ഫുൾ. അതിന് പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പറഞ്ഞാൽ ഒരു ന്യൂ ഏജ് ഓൺടർപ്രണറിൻ്റെ ഓൾഡ് ഏജ് ഓൺടർപ്രണറിൻ്റെ മൈൻഡ് സെറ്റിലുള്ള വ്യത്യാസങ്ങൾ, അതുപോലെ ഹൗ ടു ബിൽഡ് എ സക്സസ്ഫുൾ ബ്രാൻഡ്, അതുപോലെ ഹൗ ടു ക്രിയേറ്റ് എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് ഫ്രം ഓർഡിനറി എഫേർട്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അത് കുറച്ച് സാധനം. അപ്പോൾ നിങ്ങളെ ബന്ധപ്പെട്ട ഒരു ബിസിനസ് സ്റ്റാർട്ട്, ഇപ്പോൾ കുറച്ച് പൈസ ഉണ്ട് കയ്യിൽ, എന്ത് ബിസിനസ്സാണ് തുടങ്ങണ്ടെന്നുള്ള. ഇപ്പം ഞാനേ എൻ്റെ ഫാദറൊക്കെ എന്നോട് ചോദിക്കും എന്താണ് ഈ ചെയ്യുന്നതെന്നുള്ള ചോദ്യം എന്നോട് ചോദിക്കലുണ്ട് ഇടയ്ക്ക്. ഞാൻ ഇങ്ങനെ അപ്പോൾ ഞാൻ പറയും ഇങ്ങടുത്ത് കുറച്ച് പൈസ ഉണ്ട്, നിങ്ങൾക്കൊരു കച്ചവടം തുടങ്ങണം, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് എന്തൊക്കെയാണ് പോകേണ്ടതെന്ന്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷെ നിങ്ങളെ സ്കില്ല് നിങ്ങൾക്ക് എന്തിനാണോ പിന്നെ തിളങ്ങാൻ പറ്റുക എന്നുള്ളത് പോലും മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടാക്കി തരും എന്നാണ് ഞാൻ എൻ്റെ ഉപ്പാക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ശരിയാണോ? ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാൻ എപ്പോഴും ചെയ്യൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ എക്സ്പീരിയൻസ് തന്നെ ഐ ഹവ് ഗോട്ട് മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ്, ഐ ഹവ് ഹെഡഡ് മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ്, മൾട്ടിപ്പിൾ ബിസിനസ്സസ്, ഒക്കെ വേറെ ടൈപ്പ് ഇൻഡസ്ട്രീസ് ആണ്. ഐ ഹവ് ഗോട്ട് ഓപ്പർച്യൂണിറ്റി ടു ലേൺ ഡിഫറെൻറ്റ് തിങ്സ് ഫ്രം ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ചെയ്യുക ഐ മേക്ക് ദം വർക്ക് ത്രൂ മൈ എക്സ്പീരിയൻസസ്. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. വി ലേൺ ടുഗെദർ, യുനോ, വലിയ ബ്രാൻഡുകളുടെ സ്ട്രാറ്റജീസ്, അവരുടെ ബിസിനസ് സ്ട്രാറ്റജീസ്, അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ഏജ് മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, ഇതൊക്കെ ഇത് പഠിപ്പിക്കുന്നതിനെക്കാളും കൂടുതൽ ടേക്ക് ദം വർക്ക് ത്രൂ ദി എക്സ്പീരിയൻസസ്, ലേണിംഗ് ടുഗെദർ, അങ്ങനെയാണ് ചെയ്യുക. എന്നാൽ നമ്മുടെ എക്സ്പീരിയൻസ് പഠിക്കുന്നതന്നെയാണ് ശരിക്കും ഏറ്റവും നല്ലതല്ലേ? ഇപ്പം ഞാനും എന്താണ് പൊതുവേ നമ്മളൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തെന്ന് കുറേ പഠിച്ചതുണ്ട്, കുറേ ഫെയിലേഴ്സ് പഠിച്ചതുണ്ട്. ഇതൊക്കെ വി ആക്ച്വലി പുട്ട് ടുഗദർ ഓൺ എ ടേബിൾ ആൻഡ് ഷെയറിങ് വിത്ത് സമ്മൺ, യു നോ, ദാറ്റ്സ് ഗോയിൻ ടു ബി ഹെൽപ്ഫുൾ ഫോർ ബാക്കിയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവും. കാരണം നമ്മൾ ഇപ്പോൾ ഷായിമിൻ്റെ എക്സ്പീരിയൻസ് എന്നോട് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ടേക്ക്, ലോട്ട് ഓഫ് ഇൻസൈറ്റ്സ് ഉണ്ടാവും. നമുക്ക് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് നമുക്ക് വൃത്തിയായിട്ട് അത് ഒരു ഡോക്യുമെൻ്റ് ആക്കാൻ പറ്റുകയാണെങ്കിൽ വേറൊരാൾക്ക് അത് എന്തായാലും ഹെൽപ്ഫുൾ ആവും.
അതാണ് നമ്മൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഷെജി ഫോർ യുവർ താങ്ക് യു വെഞ്ചേഴ്സ്. ആൻഡ് നമ്മൾ 8 മാസം കഴിഞ്ഞാൽ മീറ്റ് ചെയ്യും എന്തായാലും. ഡെഫിനറ്റ്ലി. why the hell not വൈ ദ ഹെൽ നോട്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല കോൺവെർസേഷൻ, മീൻസ് അങ്ങനെ ഡീപ്പർ ആയിട്ടുള്ള കോൺവെർസേഷൻ പോവാന്ന. ഇപ്പൊ എനിക്ക് സമയമില്ലല്ലോ. ഈ 10 മണി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ മൈൻഡിലിട്ടിങ്ങനെ 10 മണിന്റെ മേലെ ഡേറ്റ് ആക്കരുത്, കാരണം എനിക്ക് പോകണ്ടേ. ഓക്കെ, കുഴപ്പമില്ല. ഇനി അടുത്തടുത്തതിനാക്കാം. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബീൻ എ വണ്ടർഫുൾ കോൺവെർസേഷൻ, എ ലോട്ട് ഓഫ് ഇൻസൈറ്റ്സ് ഫ്രം ബോത്ത് ദ സൈഡ്സ്. ഇനി ഒരു 8 മാസം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാം. വൈ ദ ഹെൽ നോട്ട്. Why the hell not? That's a wrap.